അപ്പൊ അത് ഈ പറഞ്ഞ അദ്ദേഹത്തിനും യൂസ്ഫുൾ ആയിരിക്കും ഇതൊക്കെ പ്ലാൻ അതെ 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 പിന്നെ പിന്നെ യെസ് സീരിയസ് ആയിട്ട് ഇതൊക്കെ നോട്ട് ചെയ്യുന്ന ആളാണ്. കറക്റ്റ് കറക്റ്റ് എക്സാക്ട്ലി യെസ്. ഈ ആക്ച്വലി എല്ലാം ഇൻട്രസ്റ്റ് ആളാണ്. അതെ. നമ്മളെ ഒരു ജോയിന്റ് മാസ്റ്റർ തുടങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു നമ്മുടെ ബയോസയൻസ് പോലെ. അതൊന്നും നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നേ. He also showed ഗവർണറും വളരെ ഇൻട്രസ്റ്റ് കാണിച്ചു. എഡ്യൂക്കേഷൻ കൗൺസിൽ ആൻഡ് CM also said we should have യൂണിവേഴ്സിറ്റി ഇന്ററാക്ഷൻസ്. അപ്പൊ നമുക്കൊരു ജോയിന്റ് മാസ്റ്റർ ഈ അക്കാഡമിക് ഇയർ തുടങ്ങാൻ നല്ലതായിരുന്നു. ഇവിടെ പ്രൊപ്പോസൽ ഒക്കെ റെഡിയാണ് സാർ. എന്നാൽ നമുക്ക് തുടങ്ങാന്നേ. ജയചന്ദ്രനെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു സെമസ്റ്റർ ഇവിടെ ഒരു സെമസ്റ്റർ അവിടെ, എന്നിട്ട് നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സിൻസ് യു ആർ ദേർ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് തുടങ്ങണം. കാര്യം നമുക്ക് ജോയിന്റ് ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ അവിടുത്തെ ഒന്ന് സിലബസ് ആയി കഴിഞ്ഞാൽ ഞാനിവിടെ അക്കാഡമിക് കൗൺസിൽ കയറ്റി വിട്ടോളാം പെട്ടെന്ന്. ഈ ഒരു സെമസ്റ്റർ നമുക്ക് തുടങ്ങാം. ഞാൻ ജയചന്ദ്രനോട് ആ ഫയല് കൊടുത്തിട്ട് എടുക്കാൻ പറയാം. ഞങ്ങളുടെ രണ്ടാളുടെ സിസ്റ്റത്തിൽ കിടപ്പുണ്ട് സാധനം തയ്യാറാക്കിയത്. നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവരുടെ എല്ലാ ആഗ്രഹം നമ്മൾ യൂണിവേഴ്സിറ്റികൾ പരസ്പരം യൂറോപ്പിലാണെങ്കിൽ ലോട്ട്സ് ഓഫ് നൈസ് മൊബിലിറ്റി പ്രോഗ്രാം. ഞാൻ ഈ ജർമ്മനി പോയപ്പോൾ there was a very nice program on polymer engineering. 10 യൂണിവേഴ്സിറ്റി കൂടിയാണ് അത് തുടങ്ങിയത്. പ്രോഗ്രാം നമുക്ക് ഇത് കുറെ ലെക്ചേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺലൈൻ ആവുമ്പോൾ നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അവസാനത്തെ ഒരു സെമസ്റ്റർ നമുക്ക് ഫുൾ പ്രോജക്റ്റിനും വിടാം. അതെ, ഞങ്ങൾ അങ്ങനെയാ പ്ലാൻ ചെയ്തത്. 3 സെമസ്റ്ററിൽ നമ്മൾ ഷെയർ ചെയ്യുകയും 4th സെം ഇൻഡസ്ട്രിയിലേക്ക് ബയോപ്രോസസ് ആയിരുന്നു ആ പ്രോഗ്രാം. അപ്പോൾ 4th സെം നോട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ വെരി ഗുഡ് ഇൻഡസ്ട്രിയൽ ബയോപ്രോസസ് ആയിരുന്നു MSc. നമ്മൾ അത് പിന്നെ നല്ല കാര്യങ്ങൾ പിന്നെ റിവൈവ് ചെയ്യാൻ നമുക്ക്. അവാർഡിന്റെ സബ്മിഷൻ ഒക്കെ റെഡിയായി വരുന്നു സാർ. അവിടെ നമ്മൾ സബ്മിഷൻ അതിന്റെ കൂടെ NIRF ഉണ്ടല്ലോ. NIRF വർക്ക് ചെയ്തോണ്ടിരിക്കുക. NIRF ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. ചെയ്തു അല്ലേ? NIRF നീട്ടിയല്ലോ. നീട്ടി തന്നു. പക്ഷെ ഞങ്ങൾ വളരെ വേഗത്തിൽ പോയി കൊടുത്തു അല്ലേ? NIRF ഇപ്പോഴും നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. മാക്സിമം ഡേറ്റ കൊടുക്കാനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് NIRF. പിന്നെ ചാൻസലേഴ്സ് അവാർഡിന് കൊടുക്കണം. എന്താണ് ചാൻസലേഴ്സിന് NIRF പിന്നെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് ഇപ്പോഴും ഞങ്ങൾക്ക് കുറച്ച് ഡേറ്റ അവിടെ കിട്ടാനുണ്ട് ഈ സാറന്മാരുടെ കയ്യിൽ നിന്നൊക്കെ. അതൊരു വലിയ പ്രശ്നമായി ഡേറ്റ കിട്ടുക എന്നുള്ളത്. എല്ലായിടത്തും അതെ. ഞങ്ങളൊരു ഫാക്കൽറ്റി മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ ഉണ്ടാക്കിയെങ്കിലും അധ്യാപകർ അതെല്ലാവരും കയറി ഫില്ല് ചെയ്തിട്ടില്ല. ഇല്ല. അതുകൊണ്ട് ഇപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമുക്കുണ്ട്. എല്ലാവരുടെയും ഡേറ്റ മേടിക്കണം. അതെ. ഹാർഡ് ജോബ്. സാർ വേഗം ക്യാമ്പസിൽ പോയോ? ഷിജു ആണ്. ഞാൻ 6:30-ക്കാണ് ക്യാമ്പസിൽ നിന്ന് പോയത്. കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു ആ പന്തലിന്റെ ഒക്കെ. പിന്നെ രജിസ്ട്രാറോടെ ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് പോരുന്നത്. എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായി പോയി, അതുകൊണ്ട് പെട്ടെന്ന് നടന്നു. തുടങ്ങായില്ലേ? 7:30 ആയില്ലേ? നമുക്ക് 7:30-ക്ക് തുടങ്ങാം. ഹസൻ റെഡി അല്ലേ? സ്വാഗതം ഹസനെ വിളിക്കാം. ഹസൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹസൻ ഓക്കെ അല്ലേ? പ്രിയ ടീച്ചർ റെഡി അല്ലേ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. നമുക്ക് തുടങ്ങിക്കൂടെ? 66 പേര് ഇപ്പൊ ഇവിടെയുണ്ട്. പ്രിയ ടീച്ചർ ആരാ? നിത്യാണോ? ഈ ഗവേണൻസിലുള്ള നിത്യാണോ? ആരാണ്? നിത്യ മറ്റേ ലൈവ് സ്ട്രീമിങ്ങിനുള്ള ചെയ്തിട്ടില്ലേ? പ്രിയ ടീച്ചർ 2 മിനിറ്റും കൂടി ഉണ്ട്. 7:30 ആയിട്ടില്ലെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം അല്ലേ? ഞാൻ ചിലപ്പോ എനിക്ക് ഫുൾ സ്ക്രീൻ കിട്ടിയല്ല. അന്നൊന്ന് പറയണേ. പ്രിയ ടീച്ചറെ സുനിൽ സാറ് ജോയിൻ ചെയ്തോ? സുനിൽ പിള്ളേടോ? സുനിൽ സാർ കുറച്ച് വൈകും എന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. ഒരല്പം വൈകിട്ടേ ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. എത്ര മണിയാവും ജോയിൻ ചെയ്യുന്ന? ഇനി കണക്കായിട്ടെന്നാലും ഇവിടുന്ന് തുടങ്ങിയാൽ മതിയല്ലോ. അല്ല, തുടങ്ങിക്കോളൂ. സാറിന്റെ സമയം കളയണ്ട. 7:30-ക്ക് തന്നെ നമുക്ക് തുടങ്ങാം.
അല്ല അപ്പൊ സുനിൽ സാർ ജോയിൻ ചെയ്യണ്ടേ? 45 ആകുമ്പോൾ സാറിന് ടോക്ക് 8 മണി കഴിഞ്ഞാണ് ഷിജു. സാറിന്റെ ടോക്ക് 8 മണി കഴിഞ്ഞാണ്. അദ്ദേഹം അന്നേരം ചേർന്നാ മതിയല്ലോ. ഓ മതി 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 മതി, അങ്ങനെ മതി. എന്നാ തുടങ്ങിക്കോട്ടെ, അസം തുടങ്ങിക്കോട്ടെ. തുടങ്ങിക്കോ, അസം തുടങ്ങിക്കോ. നമസ്കാരം എല്ലാവർക്കും. നവകേരളം യുവകേരളം സിഎംഎറ്റ് ക്യാമ്പസ് എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ദ്വിദിന വെബിനാർ സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, പ്രജകൾ പറയുന്നത് അങ്ങോട്ട് കേൾക്കുന്ന ഭരണാധികാരികൾ ചരിത്രത്തിൽ വിരളമാണ്. ആ നിലയ്ക്ക് പുതിയൊരു ചരിത്രം എഴുതുകയാണ് സിഎംഎറ്റ് ക്യാമ്പസ് എന്ന ഈ പരിപാടി. നമ്മൾ പറയുന്നത് കേൾക്കാൻ, നമ്മളെ കേൾക്കാൻ ആണ് കേരള മുഖ്യമന്ത്രി വരുന്നത്. തെരുവുകളിൽ വ്യാപാരത്ത് അലറി വിളിച്ചാലും കേൾക്കാത്ത ഭരണാധികാരികളും ഇവിടെയുണ്ട്. ഇത് ഒരു ബദൽ മാതൃകയാണ്. ശാസ്ത്ര വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള പ്രൊഫസർ സാബു തോമസ് സാറ് ഇന്ന് ഇവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക്, ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടാമത്തെ സെഷനിൽ സംസാരിക്കുന്നത് കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകനും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും പ്രഭാഷകനും എഴുത്തുകാരനും സാംസ്കാരിക വിമർശകനും ആയിട്ടുള്ള സുനിൽ പി ഇളയിടം സാറാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഈ പരിപാടിയിൽ ജോയിൻ ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിയിൽ, ഇന്നത്തെ ഈ വെബിനാറിനകത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാവിയും നവകേരള സൃഷ്ടിയും എന്ന് പറയുന്ന ഈ വെബിനാറിനകത്ത് അധ്യക്ഷത വഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട, നമുക്കറിയാം കേരളത്തിൽ തന്നെ വലിയ അംഗീകാരമുള്ള അധ്യാപകൻ, ഈ കഴിഞ്ഞ മാസം ക്യാൻസറിനെതിരായിട്ടുള്ള മരുന്ന് ഉൾപ്പെടെ കണ്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഡോക്ടർ എ സാബു അഹമ്മദ് സാറാണ് നമ്മുടെ പ്രോ വൈസ് ചാൻസലർ. അദ്ദേഹം 2 ആഴ്ച മുന്നേ നമുക്ക് ചുമതലയേൽക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദയമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട സിൻഡിക്കേറ്റ് അംഗം പ്രമോദ് വെള്ളച്ചാൽ സാറാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ പരിപാടിക്കകത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും, ഈ കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളെയും DSS പ്രിയ മാഡത്തെയും ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ കണ്ണൂർ സർവകലാശാലയിലെ അധ്യാപകർ, ജീവനക്കാർ, മുഴുവൻ ആളുകളെയും ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രോ വൈസ് ചാൻസലർ ആയിട്ടുള്ള സാബു സാറെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. സിഎംഎറ്റ് ക്യാമ്പസ് 13-ാം തീയതി കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് നിരവധി പരിപാടികളാണ് കണ്ണൂർ സർവകലാശാല സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനമാണ് 2 ദിവസത്തെ വെബിനാർ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാവിയും നവകേരള സൃഷ്ടിയും എന്ന വിഷയത്തിൽ. കഴിഞ്ഞ ദിവസം വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SCERT ഡയറക്ടറും കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായ പ്രൊഫസർ ജയപ്രസാദ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ധനവിഹിതത്തിൻ്റെ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രഭാഷണം നടത്തുകയുണ്ടായി. വിശദമായ ചർച്ചയും അവിടെ നടന്നു. രണ്ടാമത്തെ ദിനമായ ഇന്ന് നമുക്ക് 2 മികച്ച പ്രഭാഷകരാണ് നമുക്ക് മുന്നിലുള്ളത്. ആദ്യത്തെ വിഷയം ശാസ്ത്ര പഠനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ. അത് അവതരിപ്പിക്കാൻ നമ്മൾ തിരഞ്ഞെടുത്തത് രാജ്യം കണ്ട ഏറ്റവും മികച്ച ശാസ്ത്ര ഗവേഷകരിൽ ഒരാളും മഹാത്മാഗാന്ധി സർവകലാശാലയിലെ വൈസ് ചാൻസലറുമായ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് സാറിനെയാണ്. സാബു തോമസിന്റെ അക്കാദമിക് രംഗത്തെ ഇടപെടലുകൾ, പ്രത്യേകിച്ചും അക്കാദമിക് ലീഡർഷിപ്പ് ഏറ്റെടുത്തതിന് ശേഷമുള്ള ഇടപെടലുകൾ കേരള സമൂഹത്തിന്റെ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടുള്ളതാണ്. IIT ഖരഗ്പൂർ മുതൽ വിവിധ യൂറോപ്യൻ സർവകലാശാലകളുടെ ഓണററി ഡോക്ടറേറ്റ് വരെയുള്ള അക്കാദമിക് മികവുകളും റോയൽ കെമിക്കൽസ് സൊസൈറ്റിയുടെ അംഗീകാരവും നിരവധി പേറ്റന്റുകളും 1000-ലധികം ഗവേഷണ പ്രബന്ധങ്ങളും മികച്ച ഗവേഷണ പ്രബന്ധങ്ങളും സാബു സാറിൻ്റെതായിട്ടുണ്ട്. ഞാനത് മുഴുവൻ ഇവിടെ വിശദീകരിച്ച്
രണ്ട് പ്രഭാഷകരുടെയും സമയം കൈയടക്കുന്നില്ല. മഹാത്മാഗാന്ധി സർവകലാശാല NIRF റാങ്കിങ്ങിനും നാക് അക്കാദമിക് ചാൻസലേഴ്സ് അവാർഡിനും ഒക്കെ പോകുമ്പോൾ എൻ്റെ അവിടുത്തെ സുഹൃത്തുക്കൾ പറയാറുണ്ട്, സാബു തോമസ് സാറിൻ്റെ അക്കാദമിക് കോൺട്രിബ്യൂഷൻസ് മാത്രം മതിയാവും മികച്ച സ്കോർ കിട്ടാനെന്ന്. അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവ് ഒരു അടയാളമായിട്ട് ഞാൻ അതിനെ കാണുകയാണ്. നമ്മുടെ രണ്ടാമത്തെ പ്രഭാഷകൻ ഭാഷാമാനവിക വിഷയങ്ങളും വിമർശാത്മക ജ്ഞാനവും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് ആദരണീയനായ ഡോക്ടർ സുനിൽ P. ഇളയിടമാണ്. നമ്മുടെ പോസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്, സാംസ്കാരിക വിമർശകൻ, എഴുത്തുകാരൻ, പ്രൊഫസർ, മലയാള വിഭാഗം, കാലടി സംസ്കൃത സർവകലാശാല. ഈ വിശേഷണങ്ങളൊന്നും വേണ്ട. ഈ നാട്ടിലെ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാബു തോമസ് സാറിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശാസ്ത്ര ഗവേഷകരിലും ആ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സാറ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഗവേഷക പ്രതിഭയാണ് സാബു തോമസ് സാറെങ്കിൽ, ഡോക്ടർ സുനിൽ P. ഇളയിടം തന്റെ മേഖല അക്കാദമിക് മേഖലയിൽ ഉറച്ചു നിൽക്കുമ്പോഴും സാധാരണ ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു അക്കാദമിക പണ്ഡിതൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഞാൻ നേരിട്ട് പലതവണ കേട്ടിട്ടുണ്ട്, യൂട്യൂബിലൂടെ ധാരാളം കേട്ടിട്ടുണ്ട്. രാജ്യത്ത് മതമൗലികവാദികൾ ഇന്ത്യൻ സംസ്കാരത്തെയും ഇന്ത്യൻ തത്വചിന്തയെയും ചോദ്യം ചെയ്തുകൊണ്ട് വർഗീകരിക്കുമ്പോൾ അതിന് തക്കതായ മറുപടി നൽകിക്കൊണ്ട് ലളിതമായ ശൈലിയിൽ, ഭാഷയിൽ ജനങ്ങളോട് സംവദിക്കുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച പ്രഭാഷകരിൽ ഒരാൾ കൂടിയായ പ്രൊഫസർ സുനിൽ P. ഇളയിടമാണ് രണ്ടാമത്തെ പ്രഭാഷണം നിർവഹിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടുപേരുടെയും പ്രഭാഷണത്തിനായുള്ള സമയം ഞാൻ കൈയടക്കുന്നില്ല. ആദ്യ പ്രഭാഷണത്തിനായി ആദരണീയനായ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ് സാറിനെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും വണക്കം. Very good evening to all of you. Professor Sabu, thank you for your kind words of introduction. Professor Sunil, Professor Pramod, Professor Priya, members of syndicate, academics, students and friends. എനിക്ക് വളരെ സന്തോഷമുണ്ട്. You gave me an opportunity to speak to you today, and you are organizing a series of conferences as part of CM at campus. ഞങ്ങളുടെ പ്രോഗ്രാം ഇന്നലെയാണ് കഴിഞ്ഞു, നന്നായിട്ട് അത് പോയി. And I wish all the best for the program CM at campus. ഞാൻ ഇന്ന് ഇവിടെ ഒരു പ്രസന്റ് ചെയ്യുന്നത്, I'm going to give you some insight on science education in this country. നിങ്ങൾക്കെല്ലാം സ്ലൈഡ് കാണാമെന്ന് നോക്കുക. Are you able to hear me? കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? Yes, sir. Okay. I'm going to show some of my slides quickly. I thought, presenting some of the slides could be more interesting rather than speaking all the time. The full screen കാണാൻ പറ്റുന്നുണ്ടോ? Science education or full screen ആണോ കാണുന്നത് നിങ്ങള്? Yes. Ade sir. Okay. So the title of the presentation is Science Education. For higher education, science education പ്രാധാന്യം ഞാൻ പറയാൻ പോകുന്നു. Those who really want to know about our activities of the university, നിങ്ങൾക്കെല്ലാം mtu.ac.in ലേക്ക് പോകാം. And if you want to know more about my activities, you can look at sabuthomas.com. You can all look at my website. ഞാൻ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോകാൻ പോവാണ് without losing much time. അപ്പൊ ആദ്യം I'm taking you all to our glorious Vedic period of India. India has been doing substantially well during Vedic period. നമുക്ക് എല്ലാവർക്കും അറിയാം, lots of contributions from India.
during the Vedic time. Geometric theorems before Pythagoras, we know about it. Sometime in 6th century BC, the concept of squares, rectangles, circles, triangles, fractions, the decimal system, these were all developed by the Indians before Christ, BC. If you look at the Harappan civilization, the decimal system was already in use. And great contribution to astronomy, metaphysics. India's contribution was substantial. I will just quickly go through this. Sometime back, I went for a conference before the pandemic in Germany. There was a big conference on biological sciences. And there was a talk from a leading surgeon from University of Freiburg, Professor Muller. And he gave a talk on surgery, the evolution of surgery. You know how many slides he spent on Susruta? Almost 10 slides he talked about Susruta. When he spoke about evolution of surgery. Susruta has done a fantastic work, and he is considered to be the father of surgery. Look at 6th century BC, the Indian contribution. Even the German professor also talked about cataract surgery done by Susruta in the 6th century. And the West learned, cataract surgery from Susruta's contribution. The concept of zero, Aryabhata's contribution. Aryabhata lived in Patliputra, where he wrote his famous book on Aryabhata Siddhanta. I will just quickly, describe this, because we can save time. You all know about our glorious history. The concept of zero. And we have excellent scientists during British time. A good friend of mine in Poland is now very close to 85 years old. He said, during the independence time, during the British time, people used to look at India. You know why? We got so many great people in India. We have Ramanujam Iyengar, fantastic contribution he made in the field of mathematics. Look at the two Boses from Calcutta, Jagadish Chandra Bose, Satyendranath Bose, and Nobel laureate C.V. Raman. Vikram Sarabhai, who laid the foundation for our space science. Homi Bhabha, again laid the foundation for our nuclear science. Our own person from Kerala, G.N. Ramachandran, a fantastic physicist who understood who illustrated the structure of several biological molecules. That is why my good friend told me we used to look at India during the British time. Ramanujan's contribution is something fantastic. Bose was a polymath, physicist, biologist, biophysicist, botanist. He's an intelligent person in all fields. Look at, he was a great biologist, physicist, biophysicist, botanist, archaeologist, multifaceted personality, expertise in a large field of science. You all must have read probably Bose and Satyendranath Bose, Bose-Einstein Physics, 1894, 1974. Great contribution of C.V. Raman, we got the Nobel Prize, fantastic work by Raman. Khurana got Nobel Prize for his work, physiology and medicine. He spent his time in the United States, but he has his basic education from India. G.N. Ramachandran, a great Indian physicist born in Kerala, and fantastic work for his study on peptide structure. And Professor Ada came from Israel. Nobel laureate when Ada came from Israel, and she said she was really fascinated by the work of G.N. Ramachandran. She said
He understood the outstanding early work of crystallography of Professor Ramachandran was guiding principles for Randa. Fantastic work. Was even nominated for Nobel Prize. We are such a glorious past. Again, if you come to after independence, definitely I should talk about our great Prime Minister Jawaharlal Nehru, who laid the foundation for higher education, science and technology in this country. Nehru's contribution is marvelous. He started IITs in the country. He started chain laboratories of CSIR in the country. And his idea was, our former NIST was named as Regional Research Laboratory. Jawaharlal Nehru started a series of labs in the country, basically to promote research and development, innovation, and industrial growth in different parts of the country. That's why he named these labs as Regional Research Laboratories. Look at the work of Vikram Sarabhai. He laid the foundation for Indian space science. And we have made substantial contribution to space science and technology in this country. Vikram Sarabhai's great contribution. We started, because of his great contribution, we started the Vikram Sarabhai Space Center, commemorating his contribution. And we had several successful missions to Moon, Chandrayaan, Mangalyaan. We all know that, and we are quite strong in space science. Orbiter mission. Dr. Radhakrishnan was in MGU as our speaker, and later he came a few times, and later we conferred him Doctor of Science because of his great contribution to space science. The Atomic Energy Research Center was established by Baba. It greatly contributed to our nuclear science. BRC is well recognized all over the world. They built several nuclear plants in the country. And Baba's contribution is something very outstanding. He is the father of the Indian nuclear program. And we have a chain of laboratories. Probably you all know that Defense Research and Development Organization has a chain laboratory, something like 52 labs in the country. And they actually employ 5,000 scientists. And DRDO is doing wonderful work. First of all, defense work, they do. They do fantastic work on aeronautics. And look at CSIR laboratories. We have 43 CSIR laboratories in the country. And large number of innovations, patents, research publications from these CSIR laboratories. Dr. Abdul Kalam was a scientist and space administrator, mainly at the Defense Research and Development Organization. First he was in ISRO. First he was in DRDO, then came to ISRO, and then became our president of the country, and he is known as Missile Man of India. Professor Rao has contributed substantially for the country. He's a great chemist. He has done fantastic work on solid state and structural chemistry and nanomaterials. He was the head of our scientific advisory council to the Prime Minister for several years. Professor Rao is well known internationally for his outstanding work in nanomaterials, inorganic materials, and Professor Rao receiving the Bharat Ratna Award from our late president. And now let me also show a few slides about the innovative ideas of our Prime Minister. He introduced the concept of Make in India. Prime Minister
Narendra Modi launched the Make in India program on 21st September 2014 in a function at the Vigyan Bhavan. And the major objective behind this initiative is to focus on job creation and skill enhancement through science, 25 sectors of economy. Probably you all know his slogan, zero defect, zero effect. That is his slogan. And Make in India focuses on the following 25 sectors of economy: automobiles, aviation, biotechnology, chemicals, construction, defense, variety of sectors. Mr. Modi is giving trust. You want some innovation in all these sectors. So with this background, I wanted to show to you our position in science in the global scenario, where we stand in science now. Let me show you first slide. These are taken from Nature. I put a question here, why can't we find the next Raman? What is shown over here is R&D investments in the country. And I have compared with the United States, China, UK, Italy, Brazil, and Russia. If you look at the latest figures, India is spending less than 1% on research, less than 1% of GDP on research. Exactly, if you pinpoint, something like 0.88% of GDP we are spending on research. Look at US, 2.8. In China, I was told that recently they are increased to 2.5. United Kingdom 1.8, Italy 1.3, Brazil 1.2. So we are actually far behind the other countries. So we should really increase the spending on research and development. That is why we are not able to catch up with China or United States. The spending is very low in this country. I wanted to give you another important quantified picture to all my friends. Number of patents filed per million population in India. We file 17 patents per million population. Look at Korea. Korea submits or files maximum number of patents, 4,451 patents Korea filed, highest in the world, followed by Japan, followed by Germany, US, China, Brazil. Koreans are so aggressive in filing patents. And you see our figure is 17. This is patents per million population. A small problem in moving the slide. Yeah, it's moving now. Yeah, now I'm going to show you the scientific researchers for every 10,000 people. The workforce. It's also very interesting data, Nature. UK and US are the toppers. 79 scientific staff per 10,000 labor force. Look at India, just 4 labor force per 10,000, for 4 scientists per 10,000 labor force. China 18, Russia 58. So we have to really increase number of researchers. Probably we need to start lots of research institutes, good colleges, train the people. Extremely important. Another important document which indicates the growth of science in a country,
Publications. Still, United States is the topper in publications, 450,000 publications. People made prediction that China will overtake very soon US because they have massive publication coming up from China. 325,000 publications. Look at India's position, 90,000 publications. We have a massive population, 1.35. It's a very pathetic situation. Although our publication track record is not that bad, but look at the citations. Citations are below world average. Citation indicates the quality of work, novelty of the work. Now let me quote Professor C.N.R. Rao. I showed the work of Professor Rao, the greatest scientist of our nation. So Rao made a very interesting statement about Indian science. I'm going to read that. I'm not worried about the quantity as much as the quality of science coming from India. It is also not showing any improvement. India still contributes less than 1% world's top 1% of research. A very important statement. India still contributes less than 1% world's top 1% of research. So Rao again continued. There were a few individuals in various places who are doing well. But this is not enough. We need a critical mass of people. Professor Rao said we need many good institutions doing outstanding work so that we can accommodate capable. We need a large number of institutes, universities, colleges doing outstanding work. China is doing a tremendous job. I remember when I was a PhD student at the Indian Institute of Technology, Kharagpur, in the 80s, 84, 85. Chinese professors used to come to IIT for characterization. India was ahead. Look at 17, 18, 19, we were ahead of China in science. But now, China is going to beat United States. If you look at the Chinese universities, within 20 ranking, there are a few. And our universities are not ranked within 500. When our main institutes, top institutes are not ranked. We have to put lots of effort, lots of funding in the area of science and technology. It's extremely important. I'm putting a few points. Why is India lagging in science and innovation? The first point is spending on research activities in India is very low. We have to really increase the spending. Very important point. Even I would say research fellowships have to be increased. But right now, fellowships are not bad. JRF gets something like 30,000. That's not enough. If you really want to attract brilliant students, we need to increase the fellowship. Even the Prime Minister's fellowship is very interesting. Postdoc fellowship, now Kerala government has increased, is going to start 500 postdoc fellowship. And the CM said it could go up to 1 lakh per month. So we need to, increase fellowships. Without research, India struggles with innovation. We need to put a lot of effort for research, quality work. India's very low contribution to patent filing. We have to substantially increase our patent filing. I told my PhD students, if you find something interesting, you should file a patent. We should not lose our intellectual capability. We should immediately go for a patent and then start you initiate a startup, incubation. That is very important. I remember when I was in China, in Beijing, lots of startup companies at the universities, science park at the universities, synchrotron radiation ring in the university. So they have invested heavily. My university has only one transmission electron microscope. That too, even after waiting a long time, we got a transmission electron microscope. You go to Beijing, every school has a transmission electron microscope. Massive investment. Setting Indian agenda for leadership in science and innovation.
sustained increase in plan allocations, very important. Setting up, maybe before that, I will put a few more points. You see, if you look at science education in this country, or higher education, because I'm also asked to connect higher education. Higher education of a country is always quantified in terms of gross enrollment ratio, we call GR. And if you look at the GR of India is 26.30. Look at GR of China, 51. GR of South Korea, 94. South Korea files the maximum number of patents in the world because I cooperate with Korea. Koreans are very hard. Malaysia, 45 GR. Indonesia, 36. Iran, 17. United States, 88. UK, 60. Germany, 70. Canada, 69. So we are much behind, 26.30. And our CM's dream is to increase its value. So right now, if you look at Kerala, is much better than the average. Kerala is 36.6, 37%. But look at Tamil Nadu is 49. So our CM's dream is to increase its value of 36 to 75% gross enrollment ratio. So we need to have a large number of excellent colleges, excellent polytechnics, excellent good institutions. That's our end. I have a slide here, science education more important, different purpose than in the past. Workforce in high-tech economy, we need educated people. Survival of the world, wise decision by citizens on use of science and technology. Educate large, diverse fraction of population. Science education should be effective and relevant. I have a slide here. Look at this. This indicates that transform novice attitude into experts. So we have lots of trouble in this country. If you look at all our many institutions, if you look at many institutions in the country, they are all not headed by scientists. I think we need to have scientists in all public institutions to be headed. To transform novice attitude into experts, we need to have expertise in all fields. See, I would say a department should be headed by a scientist who is quite leading in power. Our rubber board should be headed by a rubber scientist. In every sector, I think we should have scientists. Think about science like a scientist. That is my message to all my students. How to change? I have a slide here. Use tools of science to teach science. We have to use scientific tools to teach science to students. We have to practice science-based measurements. Effective use of technology. Wherever you can use technology, you should use technology for teaching, technology for learning, technology for evaluation, technology for consultancy, technology for extension. Wherever you can use technology, you have to use technology. And disseminate the knowledge of society is very important. That is very important for societal transformation. I also request all the students and faculty members, we have to overcome the disciplinary tribalism. I would say disciplinary tribalism. We have to adopt multidisciplinary approach, interdisciplinary approach, transdisciplinary approach. These three terms we use very frequently, but there is distinct difference. Multidisciplinary means it's a science of interaction. They don't integrate. Multiple disciplines coming together and they work together to solve certain problems. That is multidisciplinary. Interdisciplinary means the sciences integrate. For example, nanoscience and nanotechnology is interdisciplinary, where chemistry, physics, biological sciences, mathematical sciences, they integrate and forming a new discipline. And transdisciplinary is nothing but the science of hybridization, creating a crossroad in which different disciplines intersect. That is what is transdisciplinary. So in science education, in research, we need to have multidisciplinary, interdisciplinary, transdisciplinary approach. I request our faculty to break the boundaries we have made. That's very, very important. And I have a cartoon here.
Look at multidisciplinary research. Discipline A, discipline B, discipline C. They don't integrate. They come together, they come closer and attack a problem. Look at interdisciplinary, they integrate. Discipline A, discipline B, discipline C, they integrate. And forming a new discipline like nanoscience, biotechnology, polymer science, interdisciplinary area where you have chemistry, physics, and engineering, polymer science. So we have to really differentiate. But my point is, in science, teaching, learning, in research, we have to have interdisciplinary approach, multidisciplinary approach, transdisciplinary approach. So interdisciplinary is nothing but research, teaching, or problem solving that integrates several disciplines to create a unified outcome. So we have to have a perfectly interdisciplinary approach, transdisciplinary approach, multidisciplinary approach. I've shown the picture of nanotechnology where chemistry, physics, engineering, medical sciences, biological sciences, they integrate in a new discipline. Let me also show you a major trends in science education. Your science knowledge should be transformed into relevance science knowledge relevant to everyday life, site interaction. Lower order learning must be transformed into higher order learning. We need to have critical thinking, analytical thinking, problem solving approach. That's what I mean, lower order to higher order. Teacher-centered approach to knowledge acquisition, practical work, that has been transformed into teaching approach from inquiry and values in society perspective. Science as a body, knowledge should be transformed into science as a way of thinking and process understanding the nature of science. Science taught to enable students to become scientists. That has been transformed into science taught for use in society for become responsible citizens, dignified citizens. Science emphasizing basic or fundamental cognitive concepts. That has been transformed into increased emphasis on relevance, augmentation, working together, socio-scientific metacognition. Science as an isolated subject should be transformed into interdisciplinary, transdisciplinary, multidisciplinary. Teacher-centered approach should be transformed into student-centered approach in science education. So we have to do lots of transformation. Clinical case scientific temper among our children. And I request all the faculty members transform our science education into completely outcome-based. Look at the pyramid here. Remember, understand, apply, analyze, evaluate, and create. My campus is actually working very hard to transform all the syllabi into completely outcome-based. If you're giving a course on thermodynamics, during your lecturing time, you have to testify whether the students are really getting the required outcome. Are they getting the required skills? In order to make our science education, it has to be completely outcome-based. I have made an outcome-based education slide. We have to address the following questions. What do we want the students to have or to be able to do? How can we best help students to achieve it? How will we know whether the students have achieved it? So we have to test all these things. So the total learning process should be completely student-centered. We also have to, students should be encouraged to participate in exhibitions, seminars, workshops,
regional and national conferences, quiz competition, extremely important. See, we organize, my own group organize, I organize at least 4 or 5 conferences in a year. Next Friday, Saturday, Sunday, I'm organizing a conference on nanostructured membranes. We have 200 people online. So my own group in nano and energy, we organize at least some international meetings. Because of that, you name any country, I have at least 10 to 20 academic collaborators. So we have a huge network. So participating in conferences, attending sciences, attending workshops, quiz competition, science exhibition are very, very important. We have to promote our students. Inviting leading scientists from different parts of the world. We organize a series of, I think my university organized very close to 150 erudite lectures supported by Education Council, Nobel Laureate lecture series. Send students to other laboratories. Now I was discussing with your PVC that we should formulate a joint master program between Kannur University and NGU, and we are planning to send the students to internship to industry, to visit to various laboratories, industries, to science museums. These are very important to develop scientific temper. Let me also say science and COVID-19 and crisis management. Scientific advice can play an important role in crisis management. Very important. We are now facing COVID. We had flood. So many calamities we had. So where science has to play a very important role. This is again a very important program. You know, I was actually chairing a committee for new courses in the state of Kerala. And we have recommended several programs. And in order to increase the level of critical thinking and competitiveness, you know, my committee recommended integrated BSc MSc program. Probably you all know that we have started this program. In the campus, we have started in a massive way. We have started integrated BSc and MSc, integrated BA, MA program in the campus, basically to strengthen research base among students. I can tell you another story. A few years ago, 10 years ago, I was invited by the American Chemical Society to review some of the BS students' projects in San Francisco. So I was looking at polymer science projects. And some of the students, you know, they had a BSc student had publication in ACS, Mawande Chemi from Wiley, JAX. And students of BS in North America and Europe, their training is fantastic. So my committee recommended that our BSc program should be transformed into 4 years bachelor's program. And we should strengthen at least very strong 1-year research with a lot of industrial visit industrial training. Similarly, our committee recommended integrated BSc MSc program, BA MA program. This is basically to strengthen science education in this country. I'm sure, I mean, science education research in this country will get strengthened in the coming years. In PhD programs, you know, to strengthen PhD program, I always recommend a triple helix model. This was recommended by IIT Delhi Professor to one of the meetings, you know, we had here with the CM. He said we have a triple helix model. You know what he said? Now, when you take a PhD student, you know what we do? We send them to library, read there and find out the problem. But you know what the IIT professor said, the director of IIT Delhi said? He said, if you select problem from library, it will remain in the library forever, the PhD thesis. He said we should select problem from society. We should select problem from industry. That problem should be given to the students as PhD problem. Then that will have a lot of relevance. So that's why I propose a triple helix model. Academia should interact with society and industry.
And government should also come, public sector also should come. So this sort of triple helix I have shown here: university, industry, and society and government. We have to have such a triple helix approach. So PhD problem should have societal relevance and must be an industry relevant problem. PhD problems are now currently based on prior art literature. Government body should promote more product-based research universities. The university should have incubation centers. University should have science park. And when students are working as PhD, working or master's students or PhD students, they should be able to work in the science park or incubation. There should be startup. So the culture has to be changed a lot. And students should be promoted to file patents, to start startup companies. American Chemical Society has come out with a beautiful article sometime back. In that article, they said 80% of the products that you find in the market are spin-off from universities. They are all spin-off from the universities. Look at atomic force microscope. Spin-off from universities. So several machines, several high-end machines that you see in the market are spin-off from the universities. So we have to transform our universities and these colleges into PSR. These ideas have to be transformed into products. These ideas have to be transformed into companies. That's extremely important. So the triple helix model will, I hope the triple helix model will work very well. We have to select problem from industry. We have to select problem from society. There are also fantastic problems. See, if you look at Germany, they have the so-called Fraunhofer institutions. The Fraunhofer institutions select problems in society. Of course, the students also work for PhD, and they develop lots of companies are coming up. Finally, I wanted to tell you that in the next 2 decades, India is likely to become economically prosperous nation. A country with lots of people. According to the United States, according to the UN, India is a country with lots of people. 2025, the average age of Indian person is going to be 29. That of US and China is 39 and 40. That of Japan is 59. That of Europe is 52. So we have lots of young people. And these people, these students have to be trained well. So we need enormous institutions in the country, large number of institutions, new courses, committed teachers. Pressing needs such as affordable healthcare, good education, safe drinking water, housing can only be provided by making use of science and technology. We should promote close cooperation between private and public sectors, between academia and industry. We have to develop critical competitiveness in science, technology, and engineering, mathematics, so-called STEM, artificial intelligence, robotics, data science, nanoscience, and nanotechnology. And we should spend quite a lot of money. I also, told my CM when he visited, I requested him to spend a lot of money for research. We should spend a lot of money for education, especially higher education. And we all have to work extremely hard. Hard work, I will always quote the Koreans and the Chinese. They work extremely hard. And the challenges facing us may appear formidable, but they afford many opportunities for scientists to contribute in a big way. And finally, I would say we have to really invent and discover and make. Make in India is the slogan of our Prime Minister. We cannot just make in India, but we have to have critical thinking. We have to invent, we have to discover, and then probably we can contribute to make in India in a very strong manner. So thank you very much for your patience here. Thank you. Sabu sir, your mic We is... cannot hear you. Mute, sir. Yeah, your mic is, yes. Yes, sir. So I just wanted to thank you for your excellent talk.
I hope the points raised by you might have already conveyed to the Honorable Chief Minister when we visited your institution. And you told me you had a wonderful time with him, more than 30 minutes to interact with him personally. And hope the science education in Kerala will catch up momentum with input from eminent scientists like Sir. Without waiting for interactive session with you, we will move on to the lecture by Professor Sunil P. Laidam. We are running short of time, but anyway, after Professor Sunil Sir's lecture, we will give interaction time for interaction with the participants. And if you stay back, you can give your response to one or two questions. Sure. Thank you. Then with your permission, ഞാൻ സാറിന്റെ അനുവാദത്തോടെ നമ്മുടെ ഈ ശാസ്ത്ര വിഷയത്തെ സംബന്ധിച്ച പ്രഭാഷണത്തിലെ ഇന്ററാക്ഷൻ സുനിൽ സാറിന്റെ പ്രഭാഷണത്തിന് ശേഷമാക്കി മാറ്റിക്കൊണ്ട് ഏറെ ആദരവോടെ സുനിൽ പി ഇളയിടം സാറിനെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സർ. പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഭാഷാമാനവിക വിഷയങ്ങളും വിമർശനാത്മക ജ്ഞാനവും എന്ന ഒരു പ്രമേയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാനപ്പോ ഈ വിമർശനാത്മക ജ്ഞാനവും നമ്മുടെ ഭാഷാമാനവിക സാമൂഹ്യ വിഷയങ്ങളും എന്ന പ്രമേയത്തെ 2-3 തരത്തിൽ നോക്കിക്കാണാം എന്ന് കരുതുകയാണ്. ഒന്നാമത്തേത്, നമ്മുടെ ഈ ഇത്തരത്തിലുള്ള വിഷയ വിഭജനത്തിന്റെ ഒരു സാങ്കത്യം എന്താണ്? 2, ഈ അത്തരം വിഷയവിഭജനങ്ങൾ നമ്മുടെ ധാരണകളെ ഏതെല്ലാം നിലയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ചുള്ള ചില നിരീക്ഷണങ്ങൾ. മൂന്നാമതായിട്ട്, സാമൂഹ്യശാസ്ത്രപരം, മാനവികം എന്നെല്ലാം പറയുന്ന സമീപനങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ആലോചനകളിലും പ്രധാനമാകേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട് എന്ന കാര്യം. ഇങ്ങനെ 3 തട്ടുകളായിട്ട് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു പറയാമെന്നാണ് ഞാൻ കരുതുന്നത്. കൗതുകമുള്ള ഒരു സൂചനയിൽ നിന്ന് വേണമെങ്കിൽ തുടങ്ങാം. ഞാൻ സമീപകാലത്തൊരു പുസ്തകം വായിച്ചപ്പോൾ രസമുള്ളൊരു വസ്തുത മനസ്സിലായത്, സയന്റിസ്റ്റ് എന്ന ഒരു വിശേഷണ പദം നമ്മുടെ ശാസ്ത്രമേഖലയിലെ അന്വേഷകരെ സൂചിപ്പിക്കാനായി ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് 1837 വില്യം വീവലിന്റെ ഹിസ്റ്ററി ഓഫ് ഇൻഡക്റ്റീവ് സയൻസസ് എന്ന ഗ്രന്ഥത്തിലാണ് വില്യം വീവല് ആ പ്രയോഗം നടത്തുന്നത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. അതിന് 3 വർഷം മുമ്പ് 1834 മൈക്കൽ ഫാരഡയെ വിശേഷിപ്പിക്കാൻ വീവൽ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. മൈക്കൽ ഫാരഡെ വലിയ ശാസ്ത്രജ്ഞനായിരുന്നു, നമുക്കറിയാം. ഐൻസ്റ്റൈൻ വലിയ ആദരവോടെ പരിഗണിച്ചിരുന്ന ഒരാളായിരുന്നു. ന്യൂട്ടന് തത്തുല്യനായ ശാസ്ത്രജ്ഞനായിട്ടാണ് ഐൻസ്റ്റൈൻ ഫാരഡയെ കണ്ടിരുന്നത്. അദ്ദേഹത്തെ സൂചിപ്പിക്കാനാണ് വീവല് ഈ പദം ഉപയോഗിച്ചത് അത്രേ ആദ്യമായിട്ട്. എന്ന് വെച്ചാൽ 19-ാം നൂറ്റാണ്ടിന്റെ പകുതിയായി. ആ ഗ്രന്ഥത്തിൽ പറയുന്ന കൗതുകമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അതുകൊണ്ട് താനൊരു ശാസ്ത്രജ്ഞനാണ് എന്ന് അറിയാതെയാണ് ന്യൂട്ടൺ മരിച്ചത് എന്നാണ്. ആളുകള്
നാച്ചുറൽ ഫിലോസഫേഴ്സ് ആണ്, ഓർ പ്രാക്ടീഷണേഴ്സ് ഓഫ് സയൻസ്, ശാസ്ത്ര പ്രവർത്തകരോ പ്രകൃതി ദാർശനികരോ ഒക്കെയാണ്. സയന്റിസ്റ്റ് എന്നുള്ള വാക്ക് അന്ന് നിലവിൽ വന്നിട്ടില്ല. ഞാനിത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഉപയോഗിക്കുന്ന സംജ്ഞകൾക്കും സങ്കല്പന രൂപങ്ങൾക്കുമൊക്കെ ചരിത്രപരവും സാമൂഹികവുമായ വലിയ അർത്ഥമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് ആ അർത്ഥത്തെയോ അതുണ്ടാക്കിയ അതിരുകളെയോ അതിൻ്റെ രൂപീകരണ ചരിത്രത്തെയോ ഒന്നും ഇപ്പോ പ്രധാനമായി കാണുന്നുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഒന്നുണ്ട്. ഉദാഹരണത്തിന്, പാശ്ചാത്യ വിജ്ഞാനത്തിന്റെ തുടക്കത്തിലെ നമ്മൾ അറിയുന്ന, ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വലിയ പ്രശ്നം, പാശ്ചാത്യ വിജ്ഞാനം ഗ്രീക്കോ റോമൻ കാലത്ത് നിന്നാണ് ആരംഭിക്കുന്നത് എന്നുള്ളത് ഒരു യൂറോസെൻട്രിക് നോഷനാണ്. അത് തന്നെ ഈ നവോത്ഥാന ചരിത്രത്തെ കുറിച്ചുള്ള ചർച്ചകളിലൊക്കെ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാശയമാണ്. കാരണം ഗ്രീക്ക് വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ പ്രമുഖനായ ശാസ്ത്ര ചിന്തകന്മാർ ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ മറ്റു പല പ്രഭവങ്ങളിൽ നിന്ന് പൊട്ടിക്കിളിർത്ത് വന്നതാണ്. മാർട്ടിൻ ബെർണലിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിന്റെ പേര് ബ്ലാക്ക് അഥീന എന്നാണല്ലോ. ഗ്രീക്ക് ഗണിതവും ഗ്രീക്ക് ആയുർവേദവും ഗ്രീക്ക് തത്വചിന്തയും ഒക്കെ എടുത്തതെന്നും അതുകൊണ്ട് ഗ്രീക്ക് വിജ്ഞാന ദേവതയായ അഥീനാദേവി അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അത് കറുത്തിട്ടായിരിക്കാമെന്നും ഒക്കെ അത് മാർട്ടിൻ ബെർണൽ പറയുന്നുണ്ട്. ആ പുസ്തകം വന്ന കാലത്ത് വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയതാണ്. കാരണം പാശ്ചാത്യ ശാസ്ത്രത്തിന്റെ വേരുകളെ അത് പാശ്ചാത്യ ലോകത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണ്ടായി. എങ്കിലും ഞാനിത് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ, നമ്മുടെ വിജ്ഞാനത്തിന്റെ ചരിത്രം നോക്കിയാല് ആദ്യത്തെ വലിയ അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ച തത്വചിന്തകരിൽ ഒരാളായിട്ട് അരിസ്റ്റോട്ടിലിനെ നമ്മൾ കാണുന്നു. അരിസ്റ്റോട്ടിലാണ് ഈ ഡിസിപ്ലിനാരിറ്റിയെ കുറിച്ചുള്ള ആലോചനകളെ പ്രബലമായി ആദ്യം ചിട്ടപ്പെടുത്തിയ ഒരാള്. അദ്ദേഹത്തിന്റെ ഈ വിജ്ഞാന ശാഖകളെ കുറിച്ചുള്ള ഒരു വിഭജന യുക്തി അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന വിഭജനം ആലോചിക്കുന്നത് വളരെ കൗതുകമായിരിക്കും. കാരണം നാം ഇന്ന് എത്തി നിൽക്കുന്ന സ്ഥിതിയും തമ്മിലുള്ള ചില വൈസാദൃശ്യങ്ങളും സാദൃശ്യങ്ങളും ഒക്കെ കാണാം. അപ്പൊ അദ്ദേഹം വിജ്ഞാനത്തെ 3 തരത്തിൽ തിരിക്കേണ്ടായി. 1 തിയററ്റിക്കൽ നോളജ്, 2 പ്രാക്ടിക്കൽ നോളജ്, 3 പ്രൊഡക്റ്റീവ് നോളജ് എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കേണ്ടായി. അപ്പോ ഈ തിയററ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ നോളജും പ്രൊഡക്റ്റീവ് നോളജും, തിയററ്റിക്കൽ നോളജിനെ അദ്ദേഹം 3 വിഭാഗങ്ങളാണ് അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയത്. ഒന്ന് അത് ഫിസിക്സ് ആണ്. രണ്ടാമത്തത് അദ്ദേഹം ഉൾപ്പെടുത്തുന്നത് മാത്തമാറ്റിക്സ് ആണ്. മൂന്നാമതായിട്ട് അദ്ദേഹം ഉൾപ്പെടുത്തുന്നത് ദൈവശാസ്ത്രമാണ്, തിയോളജിയാണ്. അങ്ങനെ തിയോളജിയും ഫിസിക്സും മാത്തമാറ്റിക്സും ചേർന്ന തിയററ്റിക്കൽ നോളജ്. പ്രാക്ടിക്കൽ നോളജ് എന്ന നിലയിൽ അദ്ദേഹം പരിഗണിക്കുന്നത് എത്തിക്സും പൊളിറ്റിക്സും ആണ്. നീതിശാസ്ത്രവും രാഷ്ട്രതന്ത്രവുമാണ് പ്രാക്ടിക്കൽ നോളജ്. പ്രൊഡക്റ്റീവ് നോളജ് ആയിട്ട് അദ്ദേഹം കാണുന്നതാകട്ടെ റെട്ടറിക്, ഭാഷണകല എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന റെട്ടറിക്, ടെക്നോളജി, സാങ്കേതിക വിദ്യ, ഫൈൻ ആർട്സ്, സുന്ദരകല, ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷനാണ് ഏതാണ്ട് ഒരു BC 5-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് കാലത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഈ ക്രമങ്ങളൊക്കെ മറിഞ്ഞിരിക്കുന്നു. ദൈവശാസ്ത്രത്തെ ഫിസിക്സിനോടും മാത്തമാറ്റിക്സിനോടും ഒപ്പം ചേർത്ത് വെക്കാൻ ഇന്ന് നമ്മൾ ആരും സന്നദ്ധമല്ല. ദൈവശാസ്ത്രം മെറ്റാഫിസിക്സിന്റെ തലത്തിലേക്ക് വളരെ കൂടുതൽ പോയി. ഫിസിക്സും മാത്തമാറ്റിക്സും അതിൽ നിന്ന് തീർത്തും വേർതിരിഞ്ഞു. പ്രാക്ടിക്കൽ നോളജ് എന്ന നിലയിൽ എത്തിക്സിനെ കാണാൻ, എത്തിക്സ് ഫിലോസഫിയുടെ ഒരു ഭാഗമായിട്ടോ റിലീജിയസ് സ്റ്റഡീസിന്റെ ഭാഗമായിട്ടോ മാറി എന്നല്ലാതെ എത്തിക്സ് ഒരു പ്രാക്ടിക്കൽ നോളജ് ആണ് എന്ന് നമ്മൾ ഇന്ന് കണക്കാക്കുന്നില്ല. പ്രൊഡക്റ്റീവ് നോളജിൽ നിശ്ചയമായിട്ടും ടെക്നോളജി ഉണ്ട്. പക്ഷെ പ്രൊഡക്റ്റീവ് നോളജ് ആണ് ഫൈൻ ആർട്സിൻ്റെതെന്നോ
പ്രൊഡക്റ്റീവ് നോളജാണ് കാവ്യകല. റെട്ടറിക് എന്നുള്ളത് വിശാലാർത്ഥത്തിൽ കാവ്യകലയെ സൂചിപ്പിക്കാനാണ്. കാവ്യകലയെന്നോ നമ്മൾ കരുതുന്നില്ല. ഇന്നിപ്പോ യാതൊരു പ്രയോജന മൂല്യവും ഉപയോഗവും ഇല്ലാത്ത, ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്ത അറിവായിട്ടാണ് നമ്മൾ മറ്റേ ഫൈൻ ആർട്സിനെയും അതുപോലെ റെട്ടറിക് എന്ന് വിളിക്കുന്ന, വേണമെങ്കിൽ നമുക്കിപ്പോ പോയറ്റിക്സ് എന്ന് മാറ്റി വിളിക്കാവുന്ന അർത്ഥത്തിലാണ് അരിസ്റ്റോട്ടിൽ അത് ഉപയോഗിക്കുന്നത്. പോയറ്റിക്സിനെയും ഫൈൻ ആർട്സിനെയും ഒക്കെ കാണുന്നത്. അരിസ്റ്റോട്ടിൽ അത് പ്രൊഡക്റ്റീവ് നോളജ് ആയിട്ടാണ് കണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതാണോ ശരി ഇതാണോ ശരി എന്നുള്ള അർത്ഥത്തിലല്ല. അത് മറ്റൊരു കാര്യം. ഫൈൻ ആർട്സ് എത്രത്തോളം പ്രൊഡക്റ്റീവ് ആണ്, പോയറ്റിക്സിന്റെ പ്രൊഡക്ടിവിറ്റി എന്താണ്, ടെക്നോളജിയുടെ പ്രൊഡക്ടിവിറ്റി എന്താണ്, ഇവയെ ഒരേ ഗണത്തിൽ പരിഗണിക്കാമോ തുടങ്ങിയ ധാരാളം ചോദ്യങ്ങൾ നമുക്ക് ഇതിനോടൊക്കെ ചോദിക്കാം, ഈ വിഭജനത്തോടൊക്കെ ചോദിക്കാം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് ഡിസിപ്ലിനറി എന്ന് കരുതുന്ന ഈ വിഭജനങ്ങളൊന്നും മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിൽ അത്ര ശാശ്വതത്വമൊന്നും ഉള്ളതല്ല. അതുകൊണ്ട് ഭാഷാ പഠനം, ഭാഷയുടെ മുൻനിർത്തുന്ന ഭാഷണ കലയുടെ പഠനം, അതിൻ്റെ അലങ്കാര ശാസ്ത്രത്തിൻ്റെയും കാവ്യകലയുടെയും പഠനം വളരെ പ്രൊഡക്റ്റീവായ ഒരു അറിവായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് അത് ഒട്ടും പ്രൊഡക്റ്റീവായി കണക്കാക്കപ്പെടുന്ന ഒരു അറിവല്ല. സുന്ദരകലാ പഠനം, ഫൈൻ ആർട്സ് എന്ന് പറയുന്നത് വളരെ ഉൽപാദനക്ഷമമായ അറിവായി കണക്കാക്കപ്പെട്ടിരുന്നു. ഇന്നതൊട്ടും ഉൽപാദനക്ഷമമല്ല. ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾക്കുള്ളിലാണ് വാസ്തവത്തിൽ നമ്മൾ സാമൂഹ്യ ശാസ്ത്രം, ഭാഷാ പഠനം, മാനവിക വിഷയങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഇന്ന് നമ്മൾ ഭാഷാ പഠനം എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റീവ് നോളജിന്റെ ഒരു ഡൊമൈനിലല്ല നമ്മൾ പ്ലേസ് ചെയ്യുക, മറ്റൊരു തലത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന ആശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഈ വിഷയങ്ങളെ, ഭാഷാമാനവിക വിഷയങ്ങൾ, സാമൂഹിക ശാസ്ത്രം എന്നെല്ലാം നടത്തുന്ന തരംതിരിവുകൾ വാസ്തവത്തിൽ ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ വിജ്ഞാന വ്യവസ്ഥയിലുണ്ടായ വിഭജനങ്ങളാണ് എന്ന തിരിച്ചറിവ് നമ്മൾ ഇതിനെക്കുറിച്ച് ആദ്യമേ ഉണ്ടാക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇന്റർഡിസിപ്ലിനാരിറ്റിയെ കുറിച്ച് മാഷ് പറയുണ്ടായി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഇന്റർഡിസിപ്ലിനാരിറ്റിയുടെ ഡൊമൈൻ വാസ്തവത്തിൽ അത് വിവിധ വിഷയങ്ങൾക്കുള്ളിൽ മാത്രമല്ല, വിഷയാതിർത്തികളെ സംബന്ധിച്ച ധാരണകളെ തന്നെ വലിയൊരളവിൽ നമ്മൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്രിട്ടിക്കൽ നോളജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമൂഹികവും ചരിത്രപരവുമായ അറിവ് എന്ന് പറയുന്നത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെയോ മാനവിക വിഷയങ്ങളുടെയോ മാത്രം ഒരു തലത്തിൽ ഒതുക്കി നിർത്തേണ്ടതല്ല. അതായത് അറിവിനെ നമ്മൾ അവിടെ എങ്ങനെയാണ്, നമ്മുടെ കോർ തീമിലേക്ക് വന്നാൽ എന്താണ് ഈ ഭാഷാമാനവിക വിഷയങ്ങൾ, സാമൂഹിക ശാസ്ത്രം, അവയും വിമർശനാത്മക ജ്ഞാനവുമായുള്ള ഒരു ബന്ധം എന്താണ് എന്ന ഒരു ചോദ്യം നമ്മൾ അതിനോട് ചോദിക്കേണ്ടതുണ്ട്. ഏതറിവിലും ഇത് സാധ്യമാണോ? അപ്പൊ അങ്ങനെ വരുമ്പോ വാസ്തവത്തിലെ അറിവിനെ സംബന്ധിക്കുന്ന ഒരു ഭിന്ന തലങ്ങളെ നാം കുറച്ചുകൂടി അടുത്ത് നോക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അറിവ് എന്ന് പറയുന്നത് ഏത് നിലയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? ഇപ്പോ ഓരോ തലത്തിലും പലതരത്തിലുള്ള അറിവുകൾ, പല പ്രകൃതമുള്ള അറിവുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാം. ഉദാഹരണത്തിന് പ്രാഥമിക വസ്തുതകൾ എന്ന് വിളിക്കാവുന്ന, നമ്മൾ ഇൻഫർമേഷൻ എന്നോ ഫാക്ട്സ് എന്നൊക്കെയോ വിളിക്കാവുന്ന അറിവുകൾ, അതിൻ്റെ ഒരു ഭീമാകാരമായ ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഓരോ വിഷയമേഖലകളിലും കോടാനുകോടി വിവരങ്ങൾ അനുദിനം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലത് കാലഹരണപ്പെടുന്നു, പലതും പുതുതായി നിലവിൽ വരുന്നു. അങ്ങനെ വിവരങ്ങളുടെ വൻ പെരുപ്പത്തിനുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയാം. ഡാറ്റാ സോഴ്സ് എന്ന് പറയുന്നത് അതിഭീമമായി പെരുകുന്നു. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മെ വിഴുങ്ങുന്ന നിലയിൽ വലുതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു അറിവിന്റെ പ്രതലം ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് ലോകത്തെ വിജ്ഞാന വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആധിപത്യം കൈവന്നിട്ടുള്ളത് അത്തരം ഒരു അറിവ് രൂപത്തിനാണ് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ഈ അറിവ് രൂപവും അത് ആർജിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് ഒന്ന് പരിശോധിച്ചാലേ, എന്താണ് ഒരു അറിവിനെ ഇൻഫർമേഷൻ ആക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷനുമായുള്ള ഒരു വ്യക്തിയുടെ, ഒരു വിജ്ഞാനം ആർജിക്കുന്ന ഒരാളുടെ ബന്ധത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് ആലോചിച്ചാല് പ്രാഥമികമായി അതൊരു എന്താ പറയാ,
നോളജ് ഗ്യാതറിംഗ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ശേഖരണ പരിപാടിയാണ്. അതായത് ഒരു അറിവിൽ പങ്കുചേരുന്ന, അറിവ് ആർജിക്കുന്ന വ്യക്തിയുടെ ഏജൻസിക്ക് വലിയ റോളൊന്നും ഇല്ലാത്ത ഒന്നാണ് ഇൻഫർമേഷന്റെ ലോകം എന്ന് പറയാം. നിങ്ങൾക്ക് അതിനോട് എൻഗേജ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്കത് ശേഖരിക്കാം, നിങ്ങൾക്കത് സൂക്ഷിക്കാം, നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം. അങ്ങനെ വിവരങ്ങൾ ആർജിക്കുക, വിവരം സമാഹരിക്കുക, വൈഭവങ്ങൾ കൈവരിക്കുക, ആ വൈഭവങ്ങൾ ആവശ്യാനുസരണം ഉപയോഗിക്കുക. നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയും. സ്കിൽ ഡെവലപ്മെന്റിൽ സംഭവിക്കുന്നത് മുൻകൂറായി നിലനിൽക്കുന്ന ചില പ്രയോഗ രീതികളെ, ചില വൈഭവങ്ങളെ ഒക്കെ നാം പതിയെ പതിയെ ആർജിച്ച് അതിൽ പ്രായോഗിക ശേഷിയുള്ളവരായിട്ട് മാറുന്നു എന്നതാണ് നമ്മൾ അവിടെ ചെയ്യുന്ന ഒരു കാര്യം. വിവരാർജനത്തിലാകട്ടെ മുൻകൂറായി ശേഖരിച്ചു വെക്കപ്പെട്ട, അല്ലെങ്കിൽ ഭൂതകാലത്തിന്റെ ഒരു സ്റ്റോക്ക് രജിസ്റ്റർ പോലെ മുൻകാലങ്ങൾ രൂപപ്പെടുത്തിയ അറിവുകൾ, വസ്തുതകൾ, ഇതെല്ലാം നാം ശേഖരിക്കുകയും പലതരത്തിൽ ഓർമ്മിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ സോഴ്സായി നിലനിർത്തുകയോ ഒക്കെ ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. പൊതുവിൽ ഈ രണ്ട് പ്രക്രിയയിലും ഉള്ളത് നമ്മുടെ ഏജൻസിക്ക് വലിയൊരു റോൾ ഇല്ല എന്നതാണ്. ഇപ്പൊ നിങ്ങളൊരു പ്രത്യേക സാങ്കേതികമായ ഒരു പരിശീലനം നേടുന്ന സമയത്ത് അതിൻ്റെ ഒരു യുക്തിയാണ് നമ്മൾ പഠിക്കുന്നത്. ആ യുക്തി നമ്മൾ പരിശീലിക്കുകയും പഠിക്കുകയാണ് ചെയ്യുന്നത്. നിശ്ചയമായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതിൽ നമ്മുടെ ഏജൻസിക്ക്, നമ്മുടെ ഇച്ഛാശക്തിക്ക്, നമ്മുടെ ഒരു നിർവാഹകത്വത്തിന് പ്രത്യേകിച്ച് പങ്കൊന്നും അതിലില്ല എന്നതാണ് അതിൻ്റെ ഒരു പരിമിതിയായിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിമിതി എന്നല്ല ഞാൻ പറയാം, അതിൻ്റെ ഒരു സ്വഭാവം, അതിൻ്റെ ഒരു അടിസ്ഥാന പ്രകൃതം എന്ന് പറയാവുന്നത്. രണ്ടാമത്തെ ഒരു വിജ്ഞാന തലം എന്ന് പറയുന്നത് ഇന്റർപ്രിറ്റേറ്റീവ് നോളജ് ആണ്, ഒരു വ്യാഖ്യാനാത്മക ജ്ഞാനമാണ്. വ്യാഖ്യാനാത്മക ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ഒരു സിറ്റുവേഷനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ വിശദീകരിക്കാൻ നമ്മുടെ പക്കൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ഇൻഫർമേഷൻസ് തന്നെയാണ്, വസ്തുതകളാണ്, വിവരങ്ങളാണ്. ഈ വിവരങ്ങൾ പക്ഷെ ലഘുവായി സമാഹരിക്കുകയല്ല, ഈ വിവരങ്ങളെ സവിശേഷമായി വിന്യസിക്കുകയും വിശദീകരിക്കുകയും ചെയ്യലാണ്. അപ്പൊ ഈ വിന്യാസ പ്രക്രിയ നമ്മളായിട്ട് നടത്തണം. അറിവുകളെ, നമ്മുടെ കയ്യിലുള്ള വിവരങ്ങളെ ഏതേത് തലത്തിൽ എങ്ങനെയൊക്കെയാണ് അതിനെ കൂട്ടിയിണക്കാൻ കഴിയുക, അവയുടെ പരസ്പര ബന്ധത്തിന്റെ തോതും തരവും എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുക, ഇതൊക്കെ ഈ വ്യാഖ്യാതാവിന്റെ ഏജൻസിയോട് ബന്ധപ്പെട്ടതാണ്. അതായത് അറിവിന്റെ ഡൊമൈനിൽ ഒരു ഏജൻസി, നിർവഹണശേഷി ഒരാൾക്ക് കൈവരുന്നത് അയാളൊരു വ്യാഖ്യാതാവായി മാറുമ്പോഴാണ്, അയാളൊരു വിവരശേഖരണത്തിന്റെ തലത്തിൽ നിലകൊള്ളുമ്പോഴല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് ആണ്. കാരണം ഈ വ്യാഖ്യാനം നിർവഹിക്കണമെങ്കിൽ, ഒരു സിറ്റുവേഷനെ വിശദീകരിക്കണമെങ്കിൽ, ഒരു പ്രതിഭാസത്തെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിശ്ചയമായും നമുക്കൊരു എക്സ്പ്ലനേറ്ററി മോഡൽ വേണം. ആ എക്സ്പ്ലനേറ്ററി മോഡല് നമ്മൾ മുൻകൂർ നിലനിൽക്കുന്ന മോഡലുകളെ സ്വീകരിക്കുന്നതാകാം, മുൻപേ നിലനിൽക്കുന്ന മോഡലുകളിൽ പരിഷ്കാരങ്ങൾ ഉളവാക്കുന്നതാകാം, പല മോഡലുകളെ കൂട്ടിയിണക്കുന്നതാകാം. ഇത് ഏത് തരത്തിലാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നിശ്ചയമായിട്ടും നമ്മുടെ ഒരു ലോകബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് വിജ്ഞാന വ്യവസ്ഥയില് വാസ്തവത്തിൽ ഈ ഇടപെടൽ നടത്തുമ്പോഴാണ് അതിന് ഒരു വ്യാഖ്യാനാത്മക സ്വഭാവം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടപെടുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ സമൂഹത്തിൽ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥാനം, അയാൾ ആർജിച്ചിരിക്കുന്ന ലോകബോധം, സമൂഹ ബന്ധങ്ങളെ കുറിച്ചുള്ള അയാളുടെ ധാരണ, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് വാസ്തവത്തിൽ ആ വ്യാഖ്യാന വൃത്തി വികസിച്ചു വരുന്നത്. ഇങ്ങനെയാണ് താൻ ഇത് ചെയ്യുന്നത് എന്ന് ചെയ്യുന്ന ആള് അറിയണമെന്നൊന്നുമില്ല, അയാൾ ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന ഒരു വഴി പോലും ആവണമെന്നില്ല ഒരു വ്യാഖ്യാനം. പക്ഷെ വ്യാഖ്യാനത്തിൽ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പരിണാമ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടതിന് പിന്നാലെ പരിണാമ സിദ്ധാന്തത്തിന്റെ ആദ്യാവതരണം നമുക്കറിയുന്നത് പോലെ ഒറിജിൻ ഓഫ് സ്പീഷീസ് 1859 വരുന്നു. ആ പുസ്തകം പുറത്തു വന്ന് വളരെ വൈകാതെ എംഗൽസ് അതേക്കുറിച്ച് എഴുതിയ ഒരു പ്രബന്ധത്തിൽ പറയുന്ന കൗതുകമുള്ള ഒരു കാര്യം, എംഗൽസ് അതിനെ വളരെ അപ്രീഷിയേറ്റ് ചെയ്ത ഒരാളാണ്. തങ്ങള് മാർക്സും എംഗൽസും മുന്നോട്ട് വെച്ച ചരിത്ര ദർശനത്തെ പ്രകൃതിശാസ്ത്രപരമായി പിന്തുണയ്ക്കുന്ന
അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രകൃതിശാസ്ത്രപരമായ ഒരു അവതരണമായിട്ടാണ് പരിണാമ സിദ്ധാന്തത്തെ അവർ കണ്ടത്. അതുകൊണ്ട് വളരെ ആദരപൂർവ്വം ഡാർവിനെ കണ്ട ആളാണ് മാർക്സ്. മൂലധനത്തിന്റെ ഒരു കോപ്പി വളരെ ബഹുമാനപൂർവ്വം ഡാർവിനെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെ ആദരവോടെയാണ് എംഗൽസ് ഈ ഇതിനെ കാണുന്നതെങ്കിലും എംഗൽസ് പറയുന്ന കൗതുകമുള്ളൊരു അഭിപ്രായം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ സങ്കല്പന വ്യൂഹം, കൺസെപ്ച്വൽ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന അതിലെ അടിസ്ഥാന സങ്കല്പനങ്ങൾ എംഗൽസിന്റെ ഭാഷയിൽ 1 മാൽത്തൂസിയൻ ജനസംഖ്യാ സിദ്ധാന്തവും 2 മുതലാളിത്ത വിപണിയും ചേർന്ന് രൂപപ്പെടുത്തുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മാൽത്തൂസിയൻ ജനസംഖ്യാ സിദ്ധാന്തത്തിന്റെയും മുതലാളിത്ത വിപണിയുടെയും അഭാവത്തിൽ ഈ സങ്കല്പന വ്യൂഹം അതുപോലെ തന്നെ ആകുമോ നിലവിൽ വരിക എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റും. അതിന്റെ അർത്ഥം മുതലാളിത്തത്തിനോ മാൽത്തൂസിനോ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് പരിണാമ സിദ്ധാന്തം എന്നേ അല്ല. അങ്ങനെ ഒരു സൂചനയില്ല. മറിച്ച് നമ്മുടെ സങ്കല്പന വ്യൂഹങ്ങൾ, ആശയവ്യവസ്ഥകൾ, സിദ്ധാന്തവൽക്കരണങ്ങൾ, തിയററ്റിക്കലായ ഫോർമുലേഷൻസ്, ഇതൊന്നും സമൂഹശൂന്യമായ, ചരിത്രശൂന്യമായ ഒരു സ്ഥലത്തല്ല അരങ്ങേറുന്നത്. അവ ചരിത്രപരമാണ്. അതിൻ്റെ ബന്ധങ്ങൾ, ബലങ്ങളൊക്കെ അതിൽ കൂടിക്കലർന്നിരിക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ വ്യാഖ്യാന വൃത്തിയിൽ ഏർപ്പെടുന്ന ഒരാള് തൻ്റെ കയ്യിലുള്ള വസ്തുതകളെ, താൻ സമാഹരിച്ച വിവരങ്ങളെ, ഡാർവിൻ ഇപ്പോൾ ഗാലപ്പസ് ദ്വീപുകളിൽ നടന്ന് കുറേയേറെ വസ്തുതകൾ ശേഖരിച്ചു, കുറേ വിവരങ്ങൾ അദ്ദേഹം സമാഹരിച്ചു, അവയെ കൂട്ടിയിണക്കി ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് രൂപപ്പെടുത്തുന്ന സമയത്ത് വാസ്തവത്തിൽ ആ പെർസ്പെക്റ്റീവിനുള്ളിൽ ഇംപ്ലൈഡായി നിൽക്കുന്ന ഒരു സോഷ്യൽ ഫ്രെയിമിങ്ങിന്റെ തലം കൂടി ഉണ്ട്. അത് ഒരുപക്ഷെ ഒരു കൺസെപ്റ്റിനെ സംബന്ധിക്കുന്ന ആശയമാകാം, അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ഒരു വിവരത്തെക്കുറിച്ചുള്ള വിവരത്തിലാകാം. പല വിധാനങ്ങളിൽ ഇത് കൂടിക്കലർന്നു നിൽക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, വ്യാഖ്യാനാത്മക ജ്ഞാനം എന്ന് പറയുന്നത് 2 സ്വഭാവമുള്ളതാണ്. ഒന്ന്, അത് ഈ വ്യാഖ്യാതാവിന്റെ ഏജൻസിക്ക് റോളുള്ളതാണ്. 2, ആ വ്യാഖ്യാന വൃത്തിയിലൂടെ അറിവ് സാമൂഹികമായ ഒരു മാനം ആർജിക്കുകയും ചെയ്യുന്നു എന്നതാണ് രണ്ടാമത്തെ തലം. ഇനി ഇവിടെ നിന്ന് വിജ്ഞാന വ്യവസ്ഥയുടെ അടുത്തൊരു പടവിലേക്ക് പോയാൽ, അത് ഹെബർമാസ് ഒക്കെ പറയുന്ന ഒരു കൗതുകമുള്ള ഒബ്സർവേഷനാണ് ക്രിട്ടീക്ക് എന്ന് പറയുന്ന ഒന്നാണ്. ക്രിട്ടിക് അല്ല, വിമർശനം എന്ന അർത്ഥത്തിലല്ല, വിമർശം, CRITIQUE, ക്രിട്ടീക്ക് എന്ന് പറയുന്നത്. ക്രിട്ടീക്ക് എന്ന് പറയുന്നതിന്റെ വളരെ ലളിതമായ ഒരർത്ഥം ജ്ഞാനവ്യവസ്ഥാപരമായിട്ട് പറഞ്ഞാല് അത് ഒരു അറിവിന്റെ എന്താ പറയാ രൂപപ്പെടലിനെ, ഒരു അറിവിന്റെ ഒരു ഫോർമുലേഷൻ, അതിന്റെ ഒരു ഫോർമേറ്റീവ് പ്രോസസ്സിനെ നോട് എൻഗേജ് ചെയ്യാനുള്ള ശ്രമമാണ്. എങ്ങനെ ഒരു അറിവായി തീർന്നു, ഒരറിവിന്റെ രൂപപ്പെടലിനെ നിർണയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്, അറിവിന്റെ ആധികാരികതയുടെ അടിസ്ഥാനം എന്താണ്, അതിന്റെ ട്രൂത്ത് ക്ലെയിം, അതിന്റെ സത്യാവകാശം, ആ സത്യാവകാശത്തിന്റെ അടിസ്ഥാനം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾ. ഒരുപക്ഷെ ഈ ചോദ്യം, ഈ പ്രശ്നം സയൻസിനെയൊക്കെ സംബന്ധിച്ച് വളരെ കൂടുതൽ ഉന്നയിച്ചത് തോമസ് കൂൻ എന്ന് പറയുന്ന ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹം അമേരിക്കൻ ഫിസിസിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സയന്റിഫിക് റവല്യൂഷനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ, അദ്ദേഹത്തിന്റെ തിയറൈസേഷൻ, അതായത് നോളജിന്റെ അക്യുമുലേഷൻ വഴിയല്ല, മറിച്ച് ഒരു നോളജ് ഫ്രെയിമിൽ നിന്ന് അടുത്ത നോളജ് ഫ്രെയിമിലേക്കുള്ള, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് പാരഡൈം എന്നാണ്, ഒരു പാരഡൈമിൽ നിന്ന് അടുത്ത പാരഡൈമിലേക്കുള്ള ഷിഫ്റ്റ് ആണ് വാസ്തവത്തിൽ ശാസ്ത്ര വിപ്ലവത്തിന് വഴിവെക്കുന്നത്. ന്യൂട്ടോണിയൻ പാരഡൈമിൽ നിന്ന് ഐൻസ്റ്റീനിയൻ പാരഡൈമിലേക്കുള്ള ഒന്ന്, അല്ലെങ്കിൽ പ്രപഞ്ചം ഭൂമി പരന്നതാണ് എന്നതിൽ നിന്ന് ഭൂമി ഉരുണ്ടതാണ് എന്നതിലേക്കുള്ള ഷിഫ്റ്റ്, ഇത് അതുവരെയുള്ള അറിവുകളെ, അതിൻ്റെ ക്രമങ്ങളെ മുഴുവൻ അഴിച്ചു പണിയുന്ന ഒന്നായിട്ട് മാറുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരറിവ്, ഇത് കൂന്റെ നിരീക്ഷണം അതേപടി ഞാൻ എന്താ പറയാ ആധികാരികമാണ്, അവസാന വാക്കാണെന്ന് പറയല്ല. ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം എന്താ വെച്ചാൽ, അവിടെ ഉയരുന്ന ഒരു സമീപന രീതിയുടെ പ്രത്യേകത അത് ഇൻഫർമേഷൻ അല്ല, ഇന്റർപ്രിറ്റേറ്റീവ് അല്ല, അത് ക്രിട്ടീക്കാണ്. ഒരറിവിന്റെ രൂപപ്പെടലിനെ, ഒരറിവിന്റെ വിന്യാസ രീതിയെ, അതിന് കൈവന്ന അറിവ് എന്ന പദവിയെ തന്നെ അത് പ്രോബ്ലമാറ്റൈസ് ചെയ്യുകയാണ്, അതിനെ
ഒരു പ്രശ്നമായി കാണുകയാണ്. അതുവഴി നിലനിൽക്കുന്ന ജ്ഞാന രൂപീകരണത്തിന്റെ ക്രമത്തെ മറികടക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുകയാണ് ഈ ക്രിട്ടീക്കിന്റെ ഡൊമൈനിൽ സംഭവിക്കുന്നത്. അപ്പോ വാസ്തവത്തിൽ നമ്മുടെ എല്ലാ വിജ്ഞാന വ്യവസ്ഥയിലും ഈ 3 തലങ്ങളും കൂടിക്കലർന്ന് നിൽക്കുന്നുണ്ട്. അതായത് അതില് വിവരങ്ങളുടെ ലോകമുണ്ട്, വ്യാഖ്യാനാത്മക തലമുണ്ട്, വിമർശത്തിന്റെ തലവുമുണ്ട്. ഈ സാമൂഹ്യശാസ്ത്രം, ഭാഷാ പഠനം, മാനവിക പഠനം എന്നെല്ലാം പറയുന്നത് ഏറെക്കുറെ ഈ വ്യാഖ്യാനാത്മകവും വിമർശനാത്മകവുമായ തലങ്ങളിൽ ഊന്നാനാണ് ശ്രമിക്കേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇപ്പോഴത്തെ വിജ്ഞാന അന്തരീക്ഷം പൊതുവിൽ ക്വാണ്ടിറ്റേറ്റീവ് ആകാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഈ ക്വാണ്ടിറ്റേറ്റീവായ, മെഷറബിളായ, അളന്ന് തിട്ടപ്പെടുത്താവുന്നതും തൂക്കി നോക്കാവുന്നതും ഉപയോഗമൂല്യമുള്ളതുമായ ഒന്നാണ് അറിവ് എന്ന ഒരു സങ്കല്പത്തിന് മേൽക്കൈ കിട്ടിയപ്പോ ഈ ഉപയോഗമൂല്യം എന്ന് പറയുന്നത് തന്നെ പഴയ ഉപയോഗമൂല്യമല്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അരിസ്റ്റോട്ടിലിയൻ പ്രൊഡക്റ്റീവ് നോളജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ ഫൈൻ ആർട്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിൽ റെട്ടറിക് ഉണ്ടായിരുന്നു. ഇന്ന് റെട്ടറിക്കിനെയും ഫൈൻ ആർട്സിനെയും ഒന്നും പ്രൊഡക്റ്റീവ് നോളജ് ആയിട്ട് കാണില്ല. പ്രാക്ടിക്കൽ നോളജ് എന്ന നിലയ്ക്ക് നമ്മൾ എത്തിക്സിനെ കാണുകയേയില്ല. നീതിശാസ്ത്രം എന്നത് നീതിയെക്കുറിച്ചുള്ള, നൈതികതയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകളും ആലോചനകളും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രാക്ടിക്കൽ നോളജിന്റെ ഭാഗമാണെന്ന് നമ്മൾ കരുതില്ല. മറിച്ച് മറ്റു ചില അറിവുകളാണ് നമുക്ക് പ്രാക്ടിക്കൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം അറിവുകളുടെ രൂപപ്പെടലിനെ നമ്മൾ ഈ പറയുന്ന കേവലജ്ഞാനങ്ങൾ എന്ന നിലയിൽ കാണാതെ ഒരു സമൂഹത്തിന്റെ ചരിത്രത്തോട്, സമൂഹത്തിന്റെ അധികാര ബന്ധങ്ങളോട്, ആവശ്യങ്ങളോട് ഒക്കെ എങ്ങനെ ചേർത്ത് വെച്ചാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്ന ചോദ്യം കൂടി ചോദിക്കേണ്ടതുണ്ട്. ഇപ്പൊ ബേക്കൺ ആദ്യത്തെ പ്രധാനപ്പെട്ട ശാസ്ത്രീയമായ കണ്ടെത്തലുകളായി സൂചിപ്പിക്കുന്ന വടക്കുനോക്കി യന്ത്രമായാലും, അല്ലെങ്കിൽ വെടിമരുന്നായാലും, അല്ലെങ്കിൽ ദൂരദർശിനി ആയാലും, ഇത് 3ഉം മോഡേൺ സയൻസിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളായിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് തിരിഞ്ഞാലോചിച്ചാൽ നമുക്ക് കാണാൻ പറ്റും, ഈ ബെക്കോണിയനായ ഈ ഒരു എന്താ പറയാ കണ്ടെത്തലുകൾ, അല്ലെങ്കിൽ ആദ്യത്തെ ശാസ്ത്രീയമായ കുതിച്ചുചാട്ടങ്ങൾ, അവ ഒരർത്ഥത്തിൽ കൊളോണിയലിസത്തോട് ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും. ദൂരദർശിനിക്കായാലും വടക്കുനോക്കി യന്ത്രത്തിനായാലും ഒക്കെ അത്തരമൊരു ബന്ധം ഉണ്ട്. ഇന്ത്യയില് ട്രിഗണോമെട്രിക് സർവേ ആണ് ആദ്യത്തെ ഒരു ശാസ്ത്ര സ്ഥാപനമായിട്ട് വികസിച്ചു വരുന്നത് എന്നതും ഇന്ത്യയിലെ കൊളോണിയൽ ഭരണവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ സ്ഥാപനവൽക്കരണം, അറിവിന്റെ വിതരണ രൂപങ്ങൾ, ഇത് തിരിച്ചും പറയാൻ കേട്ടോ. ഇപ്പോ ഇത് സയൻസിന് മാത്രം ബാധകമായ കാര്യമൊന്നുമല്ല. ഇപ്പോ ഭാഷാ പഠനത്തിലൊക്കെ ആണെങ്കിൽ, ഇപ്പോ കാളിദാസനെ കുറിച്ച് സാഹിത്യ വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണ് എന്ന നിലയിലാണ് പഠിക്കുക. ഇതൊരു എന്താ പറയുക, ഒരു ലിറ്റററി നോളജ് അല്ല. വാസ്തവത്തിൽ സാഹിത്യജ്ഞാനമായിട്ടാണ് പലപ്പോഴും പറയുക. കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ ആണ്, അല്ലെങ്കിൽ വ്യാസൻ ഇന്ത്യൻ ഹോമർ ആണ് എന്ന് പറയും. ചങ്ങമ്പുഴ മലയാളത്തിന്റെ ഓർഫ്യൂസ് ആണ് എന്നെല്ലാം പറയും. ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങൾ കേവല വസ്തുതകളല്ല, മറിച്ച് ഈ വിശദീകരണങ്ങളെയൊക്കെ സാധ്യമാക്കുന്നത് കഴിഞ്ഞ 500 വർഷമായിട്ട് നിലനിൽക്കുന്ന കോളനൈസേഷനാണ്. അതുകൊണ്ടാണ് ഷേക്സ്പിയറെ കൊണ്ട് കാളിദാസനെ അളക്കുന്നത്, അല്ലെങ്കിൽ കോപ്പർനിക്കസിനെ കൊണ്ട് ആര്യഭടനെ അളക്കുന്നത് ഈ കോളനൈസേഷന്റെ കൂടി ഫലമാണ്. അപ്പോ ഒരറിവിനുള്ളിൽ ആ അറിവിനെ രൂപപ്പെടുത്തിയ സാമൂഹിക ബന്ധങ്ങൾ, ചരിത്രം നിലീനമായിരിക്കുന്നുണ്ട് എന്ന നിലവിൽ ആ അറിവിനെ മനസ്സിലാക്കാൻ കൂടിയുള്ള ശ്രമത്തെയാണ് നമ്മൾ ക്രിട്ടീക്ക് എന്ന് വിളിക്കുന്നത്. ഈ ക്രിട്ടീക്കിന്റെ തലം വാസ്തവത്തിൽ നമ്മുടെ സാമൂഹിക വിജ്ഞാനത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ്. ഞാനിവിടെ സാമൂഹിക വിജ്ഞാനം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യത്തെയാണ്. സോഷ്യൽ സയൻസ് എന്ന് ബ്രാക്കറ്റ് ചെയ്യപ്പെട്ട കുറെ വിഷയങ്ങളെ കുറിച്ചല്ല. എക്കണോമിക്സ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങൾ, അല്ലെങ്കിൽ ചരിത്രം മുതലായ മാനവിക വിഷയങ്ങൾ, ഭാഷാ സാഹിത്യം തുടങ്ങിയ കാറ്റഗറൈസേഷനെ അല്ലെങ്കിൽ വിഭജനത്തെക്കാൾ പ്രധാനമായി എനിക്ക് തോന്നുന്നത്
ഒരു തരത്തിലുള്ള എന്താ പറയുക, ഒരറിവിനെ, ഒരു ജ്ഞാനപ്രയോഗത്തെ രൂപപ്പെടുത്തുകയും നിർണയിക്കുകയും ചെയ്യുന്ന സാമൂഹികവും ചരിത്രപരവുമായ താല്പര്യങ്ങൾ എന്താണ് എന്ന തിരിച്ചറിവിനെ നമുക്കൊരു എന്താ പറയാ അറിവിന്റെ തലത്തിലെ സാമൂഹികത എന്ന് വേണമെങ്കിൽ പറയാം, സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്. അത് സൊസൈറ്റിയെ കുറിച്ചുള്ള ഒരു അബ്സ്ട്രാക്ട് നോഷനല്ല. ഇപ്പൊ ജനാധിപത്യത്തെ കുറിച്ച് ആലോചിക്കുന്നത് സോഷ്യൽ സയൻസും ടെക്നോളജിയെ കുറിച്ച് ആലോചിക്കുന്നത് എന്താ പറയാ മെക്കാനിക്കൽ സയൻസിനോ അല്ലെങ്കിൽ ടെക്നിക്കൽ സയൻസിനോ പറയുന്നതിൽ വലിയ അങ്ങനെയല്ല അതിനെ മനസ്സിലാക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. വാസ്തവത്തിൽ ടെക്നോളജിയെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. അല്ലെങ്കിൽ ടെക്നോളജിയെ പ്യുവർലി ടെക്നോളജിക്കലായി ചുരുക്കുന്നതിനെതിരെ ഒരു സാങ്കേതിക വിദ്യ ഒരു സമൂഹത്തിന്റെ ഏതാവശ്യത്തോട് ബന്ധപ്പെട്ടാണ്, ഏത് ഭൗതിക സന്ദർഭത്തിൽ നിന്നാണ്, ഏതേത് വിഭവശേഷികൾക്ക് മുകളിലാണ് വികസിച്ചു വന്നത് എന്ന് മനസ്സിലാക്കുന്നതോടെ ആ സാങ്കേതിക വിദ്യയെ കുറിച്ചുള്ള ധാരണ സാമൂഹിക ധാരണ തന്നെയായി തീരും. അപ്പോ സാമൂഹിക ധാരണയായിട്ട് സാങ്കേതിക വിദ്യയെയും നമുക്ക് ഉപയോഗപ്പെടുത്താം, സാമൂഹിക ധാരണയായിട്ട് സോക്കോൾഡ് സോഷ്യൽ സയൻസിനെയും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിനെയും ഉപയോഗപ്പെടുത്താം. അതുകൊണ്ട് ഈ സാമൂഹിക ധാരണ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ എന്താ പറയാ ഒറ്റതിരിഞ്ഞ ഒരു നിൽപ്പിനെതിരെ ഒരു വിഷയത്തിന്റെ സമൂഹ ബന്ധങ്ങൾ, അതിൻ്റെ ജ്ഞാനരൂപീകരണത്തിന്റെ ചരിത്രം, അതിൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ ഓണ്ടോളജിക്കൽ ആയ അടിസ്ഥാനങ്ങൾ, അതിൻ്റെ ഭവപരവും അതിൻ്റെ നിലനിൽപ്പിന്റെ അതിൻ്റെ ഉണ്മയുടെ അടിസ്ഥാനം എന്താണ് എന്ന ചോദ്യം അതിനോട് ചോദിക്കുന്നതും അതിൻ്റെ ജ്ഞാനാർജനത്തിന്റെ ക്രമം എന്താണ് എന്ന ചോദ്യം അതിനോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ വിഷയത്തിന്റെ ഒരു സാമൂഹിക മാനം കൈവരും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു ധാരണ വന്നാൽ മാത്രമാണ് അറിവ് എങ്ങനെയാണ് സവിശേഷമായ ചില അധികാര പ്രക്രിയകളെ ഉൾക്കൊള്ളുന്നത്, ആധിപത്യക്രമങ്ങളെ ഉൾക്കൊള്ളുന്നത് എന്ന ചോദ്യം നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പൊ മാത്രമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഇപ്പൊ ലിറ്റററി സ്റ്റഡീസ് എന്ന നിലയ്ക്ക് നമ്മൾ ചോദ്യങ്ങളില്ലാതെ വിവരങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയാൽ കാളിദാസൻ ഇന്ത്യൻ ഷേക്സ്പിയർ തന്നെയായിരിക്കും. മറിച്ച് ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ നോളജിന്റെ ആ ഡിസിപ്ലിന്റെ ഉള്ളിൽ കയറി ഏത് തരത്തിലുള്ള കമ്പാരിസൺ ആണ്, ഇതിന്റെ ഓണ്ടോളജി എന്താണ്, ഇതിന്റെ ഭവശാസ്ത്രം എന്താണ് എന്ന ചോദ്യം ചോദിച്ചാൽ സംശയരഹിതമായിട്ടും കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിന്റെ ഓണ്ടോളജിക്കൽ ഫ്രെയിമിൽ കൊളോണിയലിസത്തെ നമ്മൾ കാണും. അത് യൂറോപ്പിനെ കൊണ്ട് ലോകത്തെ അളക്കുന്ന 19-ാം നൂറ്റാണ്ടിൽ വികസിച്ചു വന്ന ഒരു ലോകക്രമത്തിന്റെ ജ്ഞാനപരമായ വൈജ്ഞാനികമായ ഒരു ആവിഷ്കാരമാണ് വാസ്തവത്തിൽ നമ്മുടെ കമ്പാരിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറകിലുള്ളത്. അതിന്റെ കമ്പാരിസന്റെ മാനദണ്ഡം എന്ന് യൂറോപ്പായിരുന്നു. അളക്കപ്പെടേണ്ടതാണ് 3-ാം ലോകം, അളക്കുന്നത് 1-ാം ലോകമാണ്. അങ്ങനെ അളക്കപ്പെടേണ്ട വസ്തുവൽക്കരിക്കപ്പെട്ട ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെട്ട ക്വാണ്ടിഫയബിൾ ആയ ഒരു സംഗതിയായിട്ട് ഒരു വസ്തുവായിട്ട് 3-ാം ലോകം മാറുന്നു. 3-ാം ലോക ജീവിതം മാറുന്നു, സാഹിത്യം മാറുന്നു, ചരിത്രം മാറുന്നു, ജനത മാറുന്നു. അളക്കുന്ന മാനദണ്ഡമായിട്ട് 1-ാം ലോകം ഉയർന്നു വരുന്നു. അപ്പോ ഈ 1ഉം 3ഉം ലോകങ്ങൾ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ യൂറോപ്യൻ നോൺ യൂറോപ്യൻ ലോകങ്ങൾ എന്ന കൊളോണിയൽ വിഭജനത്തിന്റെ ജ്ഞാനശാസ്ത്രപരമായ ഒരു ഉള്ളടക്കം വാസ്തവത്തിൽ നമ്മുടെ ഈ കമ്പാരിറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പിന്നിലുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു എന്താ പറയാ സമൂഹബദ്ധമായ അറിവായി തീരുന്നു. അല്ലെങ്കിൽ ഈ ജ്ഞാനശാഖ ഉണ്ടാക്കിയ വസ്തുതകളെ ഓർത്തു വെക്കുന്ന, ശേഖരിക്കുന്ന, അത് ആവർത്തിക്കുന്ന ഒരു ഏർപ്പാടായിട്ട് നമ്മുടെ വിദ്യാഭ്യാസം മാറിത്തീരും. അവിടെ അതിനില്ലാതാകുന്നത് ആ നിലയിലുള്ള ഒരു വിദ്യാഭ്യാസത്തിൽ ഇല്ലാതാകുന്നതാണ് ഒരു ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് ഞാൻ പറയാൻ വരുന്ന ഒരു കാര്യം. ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ അറിവിന്റെ മേഖലയിലെ ക്രിട്ടിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഒരറിവിനെ അതിന്റെ സാമൂഹികവും ചരിത്രപരവുമായ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രകരണപരമായി നോക്കുകയും അതിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ഇത്തരം വാല്യൂ ലോഡഡ് ആയി കാണുക. അറിവിനെ വാല്യൂ ന്യൂട്രൽ ആയിട്ടല്ല. എനി ഫോം ഓഫ് നോളജ് ഈസ് വാല്യൂ ലോഡഡ്, നോട്ട് വാല്യൂ ന്യൂട്രൽ. വാല്യൂ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ഷൻ വഴി നമുക്ക് അറിവിൽ ആരോപിക്കാൻ കഴിയുന്നവരാണ്. ആക്ച്വലി എക്സിസ്റ്റിംഗ് നോളജ് ഫോംസ് എന്ന് പറയുന്നത് ദേ ആർ ഓൾവേസ് വാല്യൂ ലോഡഡ്.
മൂല്യനിർഭരമാണ്. ഈ മൂല്യനിർഭരത അത് അധികാരത്തിന്റെ ആകാം, ലിംഗപദവിയുടേതാകാം, വംശീയതയുടെ ആകാം, അല്ലെങ്കിൽ വർഗബന്ധങ്ങളുടെ ആകാം, കോളനൈസേഷൻ്റെതാകാം. ഇത്തരത്തിലുള്ള ഇപ്പൊ സയൻസിന്റെ മേഖലയെ കുറിച്ചൊക്കെ ഇപ്പൊ ഫെമിനിസ്റ്റുകളൊക്കെ ഉയർത്തുന്ന വലിയ വലിയ ചോദ്യങ്ങൾ ആ നിലയിൽ വരുന്നതാണ്. അല്ലെങ്കിൽ മറ്റ് ഏത് പഠന മേഖലയിലും ഇത് ഇന്ന് വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ വാല്യൂ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നതിനെ വാല്യൂ ലോഡഡ്നെസ് എന്നുള്ള നിലയിൽ കാണുകയും ഒരറിവിൽ അടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന മൂല്യനിർഭരമായ അറിവ്, ആ മൂല്യനിർഭരത അതിന് കൈവരുന്നത് ഏതേത് ബലങ്ങൾക്കുള്ളിലാണ് എന്ന ചോദ്യം കൂടി നാം ആ വിഷയത്തോട് ചോദിക്കണം. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ നിഷ്കളങ്കമായ അല്ലെങ്കിൽ മൂല്യപക്ഷപാതങ്ങളൊന്നും ഇല്ലാത്ത വാല്യൂ ന്യൂട്രൽ ആയിട്ടുള്ള അറിവ് എന്ന സങ്കല്പം തന്നെ വാസ്തവത്തിൽ 18ാം നൂറ്റാണ്ടിലെ ഒരു ജ്ഞാനോദയത്തിന്റെ പശ്ചാത്തലത്തിൽ വിജ്ഞാന വ്യവസ്ഥയിലുണ്ടായ ഒരു പുതിയ പൊളിച്ചുപണിയലാണ്. കാരണം അതുവരെ എല്ലാ അറിവിനെയും മുകളിൽ ഒരു അധികാര കേന്ദ്രമായിട്ട് മതവും അതുപോലെ അതിൻ്റെ ആധിപത്യക്രമങ്ങളും ഉണ്ടായിരുന്നു. സ്ക്രിപ്ചറൽ സാങ്ഷൻ ഇല്ലാതെ, ബിബ്ലിക്കലായ അംഗീകാരം ഇല്ലാതെ യൂറോപ്പിൽ ഒരു അറിവ് നിലനിൽക്കാൻ പ്രയാസമാണ്. ഇന്ത്യയിലാണെങ്കിൽ വേദപ്രമാണം ആണ് പ്രധാനം. എല്ലാ മതങ്ങളും എല്ലാ സമൂഹങ്ങളും അറിവിന്റെ ആധികാരിക മാനദണ്ഡമായിട്ട് അതിന് പുറത്തുള്ള ഒരു പ്രമാണത്തെ മുന്നോട്ട് വെച്ചിരുന്നു. 18ാം നൂറ്റാണ്ടോടെ ആ പുറത്തുള്ള പ്രമാണം തകരുകയും ഏതാണ്ട് ഒരു ന്യൂട്ടോണിയൻ പാരഡൈം വികസിച്ചു വന്നതോടെ എന്താ പറയാ, പ്രപഞ്ചം തന്നെ ഒരു വൈൻഡഡ് ക്ലോക്ക് ആണ്. അതിന് അതിൻ്റെതായ ഒരു സെൽഫ് സഫിഷ്യന്റ് ക്യാരക്ടർ ഉണ്ട്. അത് പുറത്തുനിന്നുള്ളൊരു ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നതല്ല, അതിൻ്റെ ആന്തരികത ചലനത്തിലാണ് അതിൻ്റെ ജീവിതം എന്ന് വരുന്നതോടെ ഒരു അതീത ശക്തിയെ കുറിച്ചുള്ള സങ്കല്പം ദുർബലപ്പെടാൻ തുടങ്ങും. അങ്ങനെ അതീത ശക്തിയെ കുറിച്ചുള്ള സങ്കല്പം ദുർബലപ്പെടുന്നതോടെ ഏതറിവിനും അതിൻ്റേത് മാത്രമായൊരു ജീവിതം സാധ്യമാണ് എന്ന നോഷനാണ് വാസ്തവത്തിൽ നമ്മുടെ മോഡേൺ ഡിസിപ്ലിനറി ഫ്രെയിമിന്റെ അടിസ്ഥാനമായി തീർന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന അറിവ് രൂപങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മുടെ വിജ്ഞാന വ്യവസ്ഥ നേടിയ കുതിച്ചുചാട്ടത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. നിശ്ചയമായും അത് വലിയ നേട്ടമാണ്. ഒപ്പം തന്നെ ആ കാലം രൂപപ്പെടുത്തിയ ബോധ്യങ്ങൾ ആ വിജ്ഞാന വ്യവസ്ഥാ സങ്കല്പങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട്. ദ ഡിസിപ്ലിനാരിറ്റി ഇറ്റ്സെൽഫ് ഒരു എന്താ പറയാ, ഒരു എംബഡഡ് നോളജ് ആണ്, ഒരു നിഹിതജ്ഞാനമാണ്. ഈ സോഷ്യലായി ഈ ഒരു സമ്മർദ്ദത്തിനുള്ളിലാണ് വാസ്തവത്തിൽ ഡിസിപ്ലിനാരിറ്റി എന്നുള്ള സങ്കല്പം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഡിസിപ്ലിനാരിറ്റിയെ മനസ്സിലാക്കുക, ഇന്റർ ഡിസിപ്ലിനാരിറ്റി, മൾട്ടി ഡിസിപ്ലിനറി, ട്രാൻസ് ഡിസിപ്ലിനറി തുടങ്ങിയ പുതിയ നോഷൻസിലേക്ക് നീങ്ങുക, ഇതെല്ലാം വിജ്ഞാന വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ നടക്കുമ്പോൾ ആ പ്രക്രിയയെ നിയന്ത്രിക്കുന്ന വലിയ ഒരു സാമൂഹ്യ ചരിത്ര പശ്ചാത്തലം കൂടി ഉണ്ട് എന്ന് ഏത് ജ്ഞാനശാഖയെ മുൻനിർത്തിയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഈ സാമൂഹിക ശാസ്ത്രം എന്ന വിശാലാർത്ഥത്തിലേക്ക്, നമ്മുടെ സാമൂഹിക ജ്ഞാനം എന്ന വിശാലാർത്ഥത്തിലേക്ക് ഏതറിവും വികസിക്കുക. ഞാനത് സോക്കോൾ സോഷ്യൽ സയൻസസ്, ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് ഏതറിവിലും നിലീനമായിരിക്കുന്ന ഒരു സാധ്യതയാണിത്. ആ സാധ്യതയെ നമ്മുടെ വിജ്ഞാന വ്യവസ്ഥ കൂടുതൽ ഉയർത്തേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ പുതിയ ലോകം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ധാരണയേക്കാൾ എക്സ്ക്ലൂസീവായ നോളജ് ഡൊമൈൻസിനെ കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയുണ്ട്. വിശേഷ വൈദഗ്ധ്യത്തിന്റെ ലോകങ്ങളെ കൂടുതൽ ഉണ്ടാക്കുക, സ്കിൽ ഡെവലപ്മെന്റിനെ പ്രത്യേകമായിട്ടാക്കുക. അതുകൊണ്ട് ഒരു ലോകവും മറ്റൊരു ലോകവും തമ്മിലുള്ള വിനിമയങ്ങളെ പലപ്പോഴും മറച്ചു വെക്കുകയോ അത് കാണാതെ പോവുകയോ ചെയ്യുക എന്ന് വരുമ്പോൾ ഒരറിവ് അതിൻ്റെ മണ്ഡലത്തിൽ മാത്രം നിലനിൽക്കുകയും അതിനെ രൂപപ്പെടുത്തിയ സമൂഹബന്ധം ആ അറിവ് ആർജിക്കുന്ന ആളെ സ്പർശിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന സ്ഥിതി വരുന്നു. അതുകൊണ്ട് എന്ത് പറ്റുന്നു, വളരെ ആധുനികമായ ശാസ്ത്രബോധം, സാങ്കേതിക ജ്ഞാനം കൈവരിച്ച ആൾക്ക് ഒട്ടും ആധുനികമല്ലാത്ത സാമൂഹിക ധാരണകളുമായിട്ട് ജീവിക്കാൻ കഴിയുന്നു. ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നോക്കിയാൽ നമുക്കിത് 100% കാണാൻ പറ്റും. അങ്ങേയറ്റത്തെ എന്താ പറയാ, ഇങ്ങേ തലക്കലുള്ള മോഡേൺ ടെക്നോളജിയും മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്ങും അവരുടെ ഫീൽഡിലുള്ള ഒരാള് സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങേയറ്റം പ്രീ മോഡേണോ ആന്റി മോഡേണോ ആയിട്ട് ജീവിക്കുന്നതിന് എത്രയും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും.
കാരണം അവരുടെ അറിവിന്റെ സാമൂഹിക തലത്തെ വാസ്തവത്തിൽ അവരുടെ അറിവിന്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. അവരറിവിനെ എന്ത് ചെയ്യുന്നു? ഫെറ്റിഷൈസ് ചെയ്ത് വസ്തുവൽക്കരിച്ച് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലായിട്ടോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പാക്കേജുകളായിട്ടോ അതിനെ റീഫോർമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അറിവെന്ന് പറയുന്നത് പറിച്ചു മാറ്റപ്പെട്ട ഒരു അറിവാകുന്നു. ഒരു പ്രത്യേക പ്രയോഗജ്ഞാനമായിരിക്കും, അല്ലെങ്കിൽ കുറെ ഡാറ്റാബേസിലുള്ള ഒരു എന്താ പറയുക, ഒരു എക്സ്പെർട്ടൈസ് ആയിരിക്കും, അതിലുള്ള ഒരു വൈദഗ്ധ്യമായിരിക്കും. ഇതിനെ ഒരു സാമൂഹിക ധാരണയായിട്ട് കൂടി വികസിപ്പിക്കാനോ ആ സാമൂഹിക ധാരണയെ സ്വന്തം ജീവിതബോധത്തിന്റെ ഭാഗമാക്കാനോ പലപ്പോഴും കഴിയാതെ പോകും. ഇപ്പൊ സാമൂഹിക പഠനങ്ങളിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം, എല്ലാ സിദ്ധാന്തങ്ങളും അറിയാം, ഏത് സിദ്ധാന്തവും പുല്ലുപോലെ കൈകാര്യം ചെയ്യും. അതായത് മാർക്സിസം വേണമെങ്കിൽ അങ്ങനെ, പോസ്റ്റ് കൊളോണിയലിസം വേണമെങ്കിൽ അങ്ങനെ, നെറേറ്റീവ് സ്റ്റഡീസ് വേണമെങ്കിൽ അങ്ങനെ, എന്തിനെ കുറിച്ചും വലിയ വൈദഗ്ധ്യമുണ്ട്, എല്ലാം ഒരുപോലെയാണ്. അതുകൊണ്ട് ഫാസിസവും മാർക്സിസവും ഡെമോക്രസിയും ഒക്കെ ഒരുപോലെ അതിഭീകരമായി കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഈ വിജ്ഞാന വൈദഗ്ധ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ വിജ്ഞാന വിരുദ്ധതയാണ്. നമുക്ക് ഫാസിസത്തെ കുറിച്ചുള്ള അറിവ് ഒരു ഇൻഫർമേഷൻ ആയിട്ടല്ല. ആന്റി ഫാസിസ്റ്റ് ആകാൻ നിങ്ങളെ സഹായിക്കുന്നില്ലെങ്കിൽ ഫാസിസത്തെ കുറിച്ചുള്ള ഒരറിവ് കൊണ്ട് അർത്ഥമില്ല. അതുകൊണ്ട് അറിവ് എന്ന് പറയുന്നത്, നിങ്ങൾ ഡെമോക്രസിയെ മനസ്സിലാക്കുന്നത് ഡെമോക്രസിയുടെ ചരിത്രം പഠിക്കാനല്ല, മറിച്ച് ഡെമോക്രസിയെ ഒരു ക്രിട്ടിക്കൽ പ്രാക്ടീസ് ആയിട്ട് നിലനിർത്താൻ നമുക്ക് ഏതളവ് കഴിഞ്ഞിട്ടുണ്ട്, എന്താണ് പരാധീനത, ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന ബോധ്യത്തിലേക്ക് ആ ധാരണ എത്തുന്നില്ലെങ്കിൽ ആ വിജ്ഞാനത്തിന് വലിയ അർത്ഥമൊന്നുമില്ല. നാം നേടുന്ന ടെക്നോളജിക്കലായ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ടെക്നോളജിയുടെയും സയൻസിന്റെയും മനുഷ്യവംശ വികാസത്തിന്റെയും ചരിത്രത്തോട് ബന്ധപ്പെടുത്തിയാൽ മാത്രമേ ഈ എന്താ പറയാ ടെക്നോളജി എന്നതിനെ ഒരു സയന്റിഫിക് ടെമ്പർമെന്റ്, പക്ഷെ നേരത്തെ ആ വാക്ക് ഉപയോഗിച്ചു, നമ്മുടെ ഭരണഘടനയിലുള്ള വാക്കാണ്, സയന്റിഫിക് ടെമ്പർമെന്റ് ആക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ അറിവിന്റെ സാമൂഹിക മാനം എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറയുന്നതിന്റെ ലാർജ് ആൻഡ് സെർച്ചിവിറ്റി അതാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് അറിവിനെ സമൂഹ ചരിത്ര ബന്ധങ്ങൾക്കുള്ളിൽ വിന്യസിക്കുന്നു. സമൂഹ ചരിത്ര ബന്ധങ്ങൾ എന്ന നിലയ്ക്ക് അതിനെ നോക്കിക്കാണാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നു. നിർഭാഗ്യവശാൽ ആ ആസ്പെക്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിലും പൊതുവിദ്യാഭ്യാസത്തിലും കുറഞ്ഞു വരികയാണ്. RVG മേനോൻ പണ്ടൊരിക്കൽ ഒരു ഗ്രന്ഥം എഴുതിയപ്പോ, സാങ്കേതിക വിദ്യയുടെ ചരിത്രം എഴുതിയപ്പോ, അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ കൗതുകമുള്ള ഒരു ഒബ്സർവേഷൻ നടത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്ന സമയത്ത്, അദ്ദേഹം തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ശാസ്ത്രാധ്യാപകനാണല്ലോ. അദ്ദേഹം പറയുന്നത്, ഞാനിത് വളരെ സന്തോഷപൂർവ്വം പഠിപ്പിച്ചിരുന്ന ഒരു വിഷയമാണ് ഹിസ്റ്ററി ഓഫ് ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ ചരിത്രം എന്നത്. പക്ഷെ ഇന്നിപ്പോ എൻ്റെ കുട്ടികളൊക്കെ പഠിക്കുന്ന സ്ഥിതിയായപ്പോ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, അദ്ദേഹത്തിന്റെ മകനോ ആരോ ഒരാള് അദ്ദേഹത്തോട് സംഭാഷണ മധ്യേ പറഞ്ഞു അത്രേ, ഇത് കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്, എന്തിനാ ഇത് പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, പിന്നെ സിലബസിന്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ആരും കയറാത്ത ആ വിഷയങ്ങളിൽ ഒന്നായിട്ട് ഹിസ്റ്ററി ഓഫ് ടെക്നോളജി മാറി എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഈ മാറ്റം വാസ്തവത്തിൽ ഒരു സാങ്കേതികതയെ ചരിത്രശൂന്യമായ ഒരു പ്രയോഗമാക്കി മാറ്റുന്ന, ഞാനൊരു ടെക്നിക്കൽ വേർഡ് ഉപയോഗിക്കുകയാണ്, ഫെറ്റിഷൈസ് ചെയ്യുന്ന, കേവല വസ്തുവായ അറിവിനെ മാറ്റുന്ന, ഒരു ജഡരൂപമായ അറിവിനെ മാറ്റുന്ന ഒരു പ്രവണതയുടെ ഉൽപ്പന്നമാണ് ഈ മാറ്റം. ഇത് അതിവ്യാപകമായി നമ്മുടെ വിജ്ഞാന മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. എല്ലാത്തിലും ഉണ്ട് കേട്ടോ. അതിപ്പോ സാഹിത്യ പഠനത്തിലും ഉണ്ട്, ചരിത്ര പഠനത്തിലും ഉണ്ട്, സാമൂഹ്യ ശാസ്ത്രത്തിലും ഉണ്ട്, സാങ്കേതിക പഠനത്തിലും ഉണ്ട്. ഈ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഒരു സമൂഹ ചരിത്ര ബന്ധങ്ങൾക്ക് പുറത്തു വെച്ചുള്ള കേവല ജ്ഞാനം. അതുകൊണ്ട് ഒരു ഭാഗത്ത് വിജ്ഞാനത്തിന്റെ വമ്പിച്ച പെരുപ്പുണ്ടാവുക, മറുഭാഗത്ത് സാമൂഹികമായി അതൊന്നും റിഫ്ലക്ട് ചെയ്യാത്ത ഒരു സോഷ്യൽ ലൈഫ് ശക്തിപ്പെട്ടു വരിക. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന് നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥയ്ക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതായത് ഒരറിവിനെ അതിൻ്റെ ചരിത്ര സാമൂഹിക ബന്ധങ്ങൾക്ക് പുറത്ത് കേവല വസ്തുതയായിട്ടോ കേവല വൈഭവമായിട്ടോ ചില എന്താ പറയാ വിശദീകരണ യുക്തികളായിട്ടോ എടുക്കുകയും, ഒരു ഉദാഹരണം പറഞ്ഞാൽ ശൈലീ വിജ്ഞാനവും പോസ്റ്റ് കൊളോണിയലിസവും ഫെമിനിസവും ഒക്കെ ഒരുപോലെ വിവരങ്ങളായി പഠിപ്പിക്കാനും പഠിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്താൽ ഈ വിവരങ്ങൾ, വിജ്ഞാന വ്യവസ്ഥകളൊക്കെ വിശാല അർത്ഥത്തിൽ പാഴായി പോവുകയാണ് ചെയ്യുക.
ഫാസിസവും സോഷ്യലിസവും ഒരേപോലെ രണ്ടിസങ്ങൾ എന്ന നിലയ്ക്ക് പഠിപ്പിക്കാൻ ശേഷിയുള്ള ഒരു അധ്യാപന സമ്പ്രദായം ഉണ്ടാവുകയാണെങ്കിൽ നിശ്ചയമായും അത് ഫാസിസത്തിന്റെ വിജയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേവല വിവരമായി തീരുക മാത്രമാണ് ഫാസിസവും സോഷ്യലിസവും ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ വിജ്ഞാന വ്യവസ്ഥയെ തകർക്കുന്ന ഒരു ഏർപ്പാടാണ്. അത് വിജ്ഞാന വ്യവസ്ഥയുടെ വിജയമല്ല, അത് ഫാസിസത്തിന്റെ വിജയമാണ്. അതുകൊണ്ട് റൂട്ടഡ് ആയിരിക്കുന്ന, സിറ്റുവേറ്റഡ് ആയിരിക്കുന്ന, ഹിസ്റ്റോറിക്കലായിട്ടും സൊസൈറ്റലായിട്ടും സിറ്റുവേറ്റഡ് ആയിരിക്കുന്ന ഒരു വിജ്ഞാന സമൂഹത്തെയാണ് നമുക്ക് വിജ്ഞാനത്തിന്റെ സാമൂഹികത എന്ന നിലയിൽ കാണാൻ പറ്റുക. അത് രൂപപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരം ഒരു സമൂഹത്തിനെ ഒരു നീതിയെ കുറിച്ചുള്ള വലിയ ബോധ്യങ്ങളെ നിലനിർത്താൻ കഴിയൂ, ഒരു ക്രിട്ടിക്കൽ മെന്റാലിറ്റിയെ നിലനിർത്താൻ കഴിയൂ, അതിനെ സയന്റിഫിക് ടെമ്പർമെന്റിലേക്ക് നീങ്ങാൻ കഴിയൂ. അത് നമ്മുടെ വിദ്യാഭ്യാസ ആലോചനകളിൽ കൂടുതൽ പ്രാധാന്യത്തോടെ വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നമസ്കാരം. വേറെ ആയിട്ടുണ്ട് എങ്കിലും നമ്മുടെ കുറെ അധികം പാർട്ടിസിപ്പൻസും നമ്മുടെ 2 പ്രഭാഷകരും ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു അല്പനേരം നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടിയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കലുമാകാം. നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും ഉള്ളവർ ദയവായി അൺമ്യൂട്ട് ചെയ്യുക. അധ്യക്ഷൻ തന്നെ ഒരു ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് സർ. നിഖിലാണ്, പാലക്കാട് LLB ആണ്, ഫസ്റ്റ് ഇയർ LLB സ്റ്റുഡന്റ് ആണ്. അത് ക്വസ്റ്റ്യൻ ചോദിക്കാണ്ട്, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു എക്സലൻസിലേക്കാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി സ്റ്റേറ്റ് എക്സ്ചക്കറിന് പെൻഡ് ചെയ്ത് പഠിപ്പിച്ച് വെച്ച ഒരു വിഭാഗം ഉണ്ടല്ലോ, വിമൻ. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് പെർസെൻറ്റേജ് വൈസ് ഉള്ളത് കേരള സ്റ്റേറ്റ് ആണെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ രാജ്യത്തെ ആവറേജിൽ വരുന്നില്ല. അപ്പം അവരെ ഇതിനകത്തേക്ക് ആദ്യം കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതല്ലേ? അങ്ങനെ ഒരു കൾച്ചറൽ എക്കോസിസ്റ്റം മാറ്റിയെടുക്കാനുള്ള ശ്രമം നടത്തേണ്ടതല്ലേ എന്നുള്ളൊരു ഡൗട്ടാണുള്ളത്. ഇതിന് ഉത്തരം, നിഖിലിന്റെ ചോദ്യം സുനിൽ സാറിനോടായിരുന്നോ? എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെയും വിഷയത്തിൽ സ്പർശിച്ചു വരുന്നതാണ്. അതെ, രണ്ടുപേരും ആ വിഷയം പരാമർശിച്ചു പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മള് സുനിൽ സാറ് പറഞ്ഞതിലും അതുണ്ട്. ഒരു വിവരശേഖരണം മാത്രമായിട്ട് വിദ്യാഭ്യാസം ഒതുങ്ങിപ്പോകുന്നതിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ അത് പറയാത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. സാബു സാർ പറഞ്ഞാലും അതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കി. Yeah, I will also. I probably, if I mean, Professor Sabu agrees, I will have some points onto this question. See, what I feel is Kerala produces lots of trained manpower. There's no doubt in that. I mean, our gross enrollment ratio is ahead of Karnataka, ahead of Andhra, ahead of Gujarat, ahead of many states, much higher than the national average. So we produce lots of graduates and postgraduates. But Kerala's question is, we need to have lots of small-scale industries in the state of Kerala. So that is why we are not able to employ them. But ധാരാളം culture തന്നെ മാറണം, ധാരാളം small-scale industries നമുക്കുള്ള വരണം. അത് വരണമെങ്കിൽ നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ധാരാളം സ്റ്റാർട്ടപ്പുകൾ വരണം, ഇൻക്യുബേഷൻ സെന്റേഴ്സ് വരണം,
അങ്ങനെയാണെങ്കിൽ ധാരാളം വ്യവസായങ്ങൾ നമുക്ക് കേരളത്തിൽ വരും. സ്റ്റാർട്ടപ്സ് ധാരാളം വന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ. അപ്പൊ ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പല പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനും ഒക്കെ they can have their own establishment, their own companies here. They will be offered them, ധാരാളം പൊസിഷൻസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ Professor Sunil also said that the problems that we take, there's all societal issues. ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പിൾ ഹെലിക്സിന്റെ കാര്യം പറഞ്ഞു. We have to take up societal problems. ആ സൊസൈറ്റൽ പ്രോബ്ലംസ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഡെവലപ്പ് ഇൻ ടു എ സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പായിട്ട് മാറ്റാൻ പറ്റും. അതുപോലെ വന്നു കഴിഞ്ഞാൽ that can provide lots of employment potentiality. ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ലുക്ക് അറ്റ് സ്റ്റാൻഫോർഡ്. 1800 Stanford was a second grade engineering college. Now you take any ranking, Stanford is always within 5 in world ranking. And if you look at the Silicon Valley is a contribution of Stanford University. But Stanford has come up basically because of startup. But ധാരാളം സ്റ്റാർട്ടപ്പുകൾ നമുക്ക് വരികയാണെങ്കിൽ there will be tremendous employment potentialities in the state of Kerala, especially in the small scale sector. Probably huge manufacturing, we may not have enough land, but we can have a large number of startup companies that can provide lots of employment potentiality. Look at our rubber. We produce 90% of rubber, but of the total production, it is transported to other parts of the country and products are manufactured and the products come to Kerala. There are lots of possibilities for small scale industries in the state of Kerala. That is my answer. സുനിൽ സാറ് കൂട്ടിച്ചേർക്കുന്നുണ്ടോ എന്തെങ്കിലും? യോജിക്കുന്നു. പിന്നെ എനിക്ക് അതിൽ തോന്നിയ ഒരു കാര്യം, നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയിൽ വേണമെങ്കിൽ ഒരു കാര്യം പറയാവുന്നത്, ഒരു കാര്യം കാണാലോ. ഹലോ, കേൾക്കുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയിൽ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, നമ്മുടെ കേരളത്തിലെ സ്ത്രീ വിദ്യാഭ്യാസം വളരെ ശക്തമാണ്. ധാരാളം മിക്കവാറും കുട്ടികൾ എൻറോൾ ചെയ്യുന്നുണ്ട്, അവര് വിദ്യാഭ്യാസം നേടുന്നുണ്ട്, ബിരുദം നേടുന്നുണ്ട്. ഞാൻ സാഹിത്യപരിഷത്തിന്റെ ഒരു കേരള പഠന റിപ്പോർട്ട്, അത് കുറച്ച് പഴയതാണ്, ഏതാണ്ട് ഒരു 10-12 വർഷം പഴയതാണ്, 2007-08 ആണ് വന്നിരുന്നത്. അപ്പൊ അതിൽ ഞാനിങ്ങനെ വായിക്കിയപ്പോ എനിക്ക് വളരെ കൗതുകം തോന്നിയ ഒരു ഇൻഫർമേഷൻ ഞാൻ അവിടെ കണ്ടത്, ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുടെ അനുപാതത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ് കേരളം. പക്ഷെ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിലേക്ക് വരുമ്പോ അത് ഇന്ത്യയിലെ അന്ന് 28-ാം സ്ഥാനത്തോ 27-ാം സ്ഥാനത്തോ ആണ്. 27 ആയത് എന്താന്ന് വെച്ചാൽ അന്ന് 27 സംസ്ഥാനമേ ഉള്ളൂ, അതുകൊണ്ടാ. അപ്പൊ എന്ത് സംഭവിക്കുന്നു നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിന് എന്ന് ചോദിച്ചാൽ, ഈ പഠിച്ച സ്ത്രീകളൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം കിടക്കുന്നത് വിദ്യാഭ്യാസത്തിലല്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന്റെ ഉത്തരം കിടക്കുന്നത് നമ്മുടെ ഒരു കുടുംബ സങ്കല്പത്തിലാണ്. നമ്മുടെ കുടുംബ സങ്കല്പം ഇപ്പോഴും, ഇപ്പൊ നിങ്ങൾ ഇന്ത്യയിലെ കേരളത്തിലെ ഉന്നത മധ്യവർഗ കുടുംബങ്ങളിലേക്ക് നോക്കൂ. ബിടെക് ബിരുദം നേടിയിട്ട്, MSc ബിരുദം നേടിയിട്ട്, പലതരം ബിരുദങ്ങളെല്ലാം നേടിയതിനു ശേഷം കുടുംബത്തിലുള്ള ഒരു വ്യാജ പേരിൽ വീട്ടിൽ അടിമപ്പണി ചെയ്യുന്ന 10,000-കണക്കായ സ്ത്രീകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ കുടുംബഘടനയെ കുറിച്ചുള്ള നമ്മുടെ അടിസ്ഥാന ധാരണയെ തിരുത്താതെ നമ്മുടെ സ്ത്രീ ജീവിതത്തിൽ വിദ്യാഭ്യാസത്തിന് യഥാർത്ഥ ഗുണം കൊണ്ടുവരാൻ പറ്റില്ല. അവരുടെ എക്കണോമിക്കലി സെൽഫ് സഫിഷ്യന്റ് ആക്കാൻ പറ്റില്ല, പൊളിറ്റിക്കലി സോഷ്യലി സെൽഫ് സഫിഷ്യന്റ് ആക്കാൻ പറ്റില്ല. ഈ പ്രശ്നങ്ങൾ നമുക്ക് വിദ്യാഭ്യാസത്തിനുള്ളിൽ മാത്രം പരിഹരിക്കാൻ പറ്റുന്നതല്ല. ഈ പ്രശ്നങ്ങൾക്ക് വിപുലമായ ഒരു സാമൂഹിക തലമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്ന് നമ്മൾ സമൂഹ ബന്ധങ്ങളെ ആകമാനം അതിനകത്ത് വെച്ച്, ഞാനൊരു പർട്ടിക്കുലർ പോയിന്റാണ് ഇപ്പൊ പറയുന്നത്. അതായത്
സ്ത്രീകളുടെ വിദ്യാഭ്യാസം ആർജിച്ച സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് എന്തുകൊണ്ടൊരു സാമൂഹിക ഫലം ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ആ വിദ്യാഭ്യാസത്തിന്റെ പ്രൊഡക്റ്റീവായൊരു തലം കൈവരുന്നില്ല എന്ന ചോദ്യത്തിലേക്കാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്. ആ പ്രൊഡക്ടിവിറ്റിയുടെ നഷ്ടം വാസ്തവത്തിൽ നമ്മുടെ സമൂഹ ബന്ധങ്ങൾക്കുള്ളിലാണ്. അത് കുടുംബത്തെ, സദാചാരത്തെ ഒക്കെ കുറിച്ചുള്ള നമ്മുടെ വളരെ പാട്രിയാർക്കലായിട്ടുള്ള, വളരെ ഓർത്തഡോക്സ് ആയ കേരളത്തിന്റെ സാമൂഹ്യ ധാരണകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം നേടിയ വിദ്യാഭ്യാസത്തെ പരാജയപ്പെടുത്താൻ പോകുന്ന ഒരു ആഭ്യന്തര ശേഷി ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമുക്കിപ്പോ വേണ്ടത്രയുണ്ട്. അങ്ങനെ പഠിച്ച് വഷളാവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സാധ്യത. താങ്ക് യു സുനിൽ സർ ആൻഡ് സാബു സർ. താങ്ക് യു. ഒരു കാര്യം കൂടി ഞാൻ പറയാം. One more point I want to tell you. There are many manufacturing companies. They may not recruit ladies. അത് ഒരു പ്രോബ്ലം നമുക്ക്. ഞാൻ എൻ്റെ തന്നെ മേഖലയായ പോളിമർ ഇൻഡസ്ട്രിയെ പറ്റി നോക്കിയിട്ടുണ്ട്. The ladies working in polymer industry, all the companies, polymer companies, they prefer men. അവര് എക്സ്ക്യൂസ് പറയുന്നത് they cannot work in shift. The companies, there's lots of excuses. അപ്പൊ അങ്ങനെയുള്ള ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഒക്കെ വേണം. There should be sort of intake of ladies in manufacturing sector. ഷിപ്പിലും ഒക്കെ നമ്മുടെ ലേഡീസ് ആർ കേപ്പബിൾ ഓഫ് വർക്കിംഗ്. അപ്പം ഒരു മൈൻഡ് സെറ്റ് മാറണം നമ്മുടെ. അത് പ്രൊഫസർ സുനിൽ പറഞ്ഞ കറക്റ്റ്. മൈൻഡ് സെറ്റ് ഹാസ് ടു ബി ചേഞ്ച്ഡ് ക്വൈറ്റ് എ ലോട്ട്. യെസ്. സാബു സാറിനോട് അധ്യക്ഷന്റെ വക ഒരു ചോദ്യമാണ്. കഴിഞ്ഞ സംസ്ഥാന ബഡ്ജറ്റിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നൽ നൽകിക്കൊണ്ട് ധാരാളം നിർദ്ദേശങ്ങൾ വെച്ചു. 30ഓളം ഇന്റർ യൂണിവേഴ്സിറ്റി സെന്ററുകൾ, നിരവധി പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പുകൾ, അതും ഉയർന്ന മാസ ഫെലോഷിപ്പുകൾ ഉൾക്കൊള്ളുന്ന, അങ്ങനെ വളരെ ആശാവഹമായ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് അതിൽ കുറെ ആശങ്കയുള്ളത് നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള പലപ്പോഴും ഇത് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോ ബജറ്റിലെ നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ബജറ്റ് പാസ്സാവുകയോ ഇനി തുടർന്ന് വരുന്ന ഒരു സർക്കാരാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. ആ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സമയം എത്തുമ്പോൾ ആ നിർദ്ദേശങ്ങളിൽ പലതിലും ഇപ്പോൾ ഒരു ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ ശാസ്ത്ര മേഖലയിലെ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ കാര്യമായി എടുക്കേണ്ടതുണ്ട്. ബജറ്റിലെ ഈ ഊന്നലിൽ തന്നെ സാബു സാറിനെ പോലുള്ള അതിലിടപെട്ട ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സന്തോഷമുണ്ട്. പക്ഷേ മാൻ പവറിന് എങ്ങനെയാണ് കൂടുതൽ നമ്മൾ ഈ ഗവേഷണ രംഗത്തെ പണം മുടക്കേണ്ടത്, ഉപകരണങ്ങൾ, സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെന്റ്സ് മികച്ചത് നൽകിക്കൊണ്ടുള്ള വിഹിതം എങ്ങനെ അലോക്കേഷൻ ഉണ്ടാവണം, അതുപോലെ മികച്ച ലൈബ്രറികൾ, അതുപോലെ ഈ റിസോഴ്സസ്, ഇവയുടെ ഉപയോഗപ്പെടുത്തൽ, ഇവ സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ നമ്മുടെ ബജറ്റിൽ വന്നിട്ടുള്ള. അതിൽ സാറിന്റെ ഒരു അഭിപ്രായം ഒന്ന് ഇവിടെ പങ്കുവെച്ചാൽ നന്നായിരിക്കും. നമ്മുടെ ബജറ്റ് എനിക്ക് തോന്നുന്നത് കുറെ വർഷങ്ങളായിട്ട് ബജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഇത്രയും ട്രസ്റ്റ് കൊടുത്തിട്ടുള്ള ബജറ്റ് ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മുടെ എല്ലാ ഇന്റർവെൻഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഫലമാണ് അതായത് ഇത്രയും 500ഓളം പോസ്റ്റ് ഡോക്സ് ഫെലോഷിപ്പ് തരാൻ പോകുന്നു. അതുപോലെ തന്നെ 1000 ഫാക്കൽറ്റി പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും ഫാക്കൽറ്റി പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റേഴ്സ് ധാരാളം വരുന്നു. അപ്പൊ ഇതൊരു നല്ല ഒരു പ്രൊപ്പോസലാണ്. ഇത് തീർച്ചയായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പൊ എൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, നല്ല ഫാക്കൽറ്റി പൊസിഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് യു ഗെറ്റ് റിയലി ബ്രില്യൻറ്റ് ഫാക്കൽറ്റി പൊസിഷൻ, സിസ്റ്റം തന്നെ ത്രൈവ് ചെയ്യും. Once you have good faculty members at the universities and colleges, system will jump, thriving. കാരണം ഫെസിലിറ്റി കൊടുത്തില്ലെങ്കിലും നല്ല ഫാക്കൽറ്റി ആണ്, they will bring ഫണ്ടിങ് കൊണ്ടുവരും. പിന്നെ ഈ ഫാക്കൽറ്റി പൊസിഷൻ കൊടുത്താൽ പോലെ, I also spoke to CM as well as ഫിനാൻസ് മിനിസ്റ്റർ. ഈ ഫാക്കൽറ്റികളെയൊക്കെ പീരിയോഡിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യണം. യുഎസിന്റെ ഒരു സ്ട്രോങ് പോയിന്റ് ഇതാ, ദേ ഇവാലുവേറ്റ് ഫാക്കൽറ്റീസ് ഓവർ എ പീരീഡ് ഓഫ് 5 years. 5 years കഴിഞ്ഞാൽ പിന്നെ വലിയ ഇവാലുവേഷൻ ഇല്ല. പക്ഷെ ആ ഒരു 5 years അവർ ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ പിന്നെ ഒരു ട്രാക്കിലേക്ക് വീഴുക. ദേ വർക്ക് എക്സ്ട്രീംലി ഹാർഡ്. അപ്പൊ അതൊരു ഇമ്പോർട്ടൻറ്റ്. ഇത്രയും ഫാക്കൽറ്റി പൊസിഷൻ കിട്ടിയാൽ തന്നെ പോരാ, അവരെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം പീരിയോഡിക്കലി. അത് പ്രൊഡക്റ്റീവ്.
അപ്പൊ അവർക്കുള്ള ഇൻസെന്റീവ്സ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇത്രയും കിഫ്ബി സഹായത്തിലൂടെ ധാരാളം ഫെസിലിറ്റീസ് വരികയാണ് യൂണിവേഴ്സിറ്റികളിൽ. പക്ഷെ ആ ഫെസിലിറ്റീസ് ഒക്കെ അതിന്റെ മെയിൻ്റെനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫസർ സാബു പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. These machines have to be maintained properly. These machines have to be utilized properly. അങ്ങനെ നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലവണ്ണം മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ തമ്മിൽ പരസ്പരമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, വെരി ക്ലോസ്ലി ഇന്ററാക്ട് ചെയ്യണം, ഫെസിലിറ്റീസ് ഒക്കെ ഷെയർ ചെയ്യണം, ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു കൾച്ചർ വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ വരും. നല്ല ഫാക്കൽറ്റി മെമ്പേഴ്സ്, പ്രൊഡക്റ്റീവായിട്ടുള്ള പോസ്റ്റ് ഡോക്സ്, നല്ല ലൈബ്രറി, ഈ റിസോഴ്സസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ നല്ലപോലെ ഷെയർ ചെയ്യുക. അങ്ങനെ ഒരു നെറ്റ്വർക്ക് നമുക്ക് വേണം. ഇവിടെ കേരളത്തിലെ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമുക്ക് ക്രിട്ടിക്കൽ മാസ് കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ലുക്ക് അറ്റ് ബ്രില്യന്റ് ഓർഗാനിക് കെമിസ്റ്റ്, there are only a few people. If you look at brilliant nanoscience and nanotechnology, there are only a few people. അപ്പൊ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ മാസ് വന്നു കഴിഞ്ഞാൽ I'm sure we will get we will be able to publish a good number of papers. We will be able to have good number of startup. അപ്പൊ ആ ഒരു കൾച്ചർ നമ്മൾ മാറ്റിയെടുക്കണം. I hope this budget is giving a lot of thrust. Thank you, sir. ഹലോ സർ, ഞാൻ മനോജ്, ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ നിന്നാണ്, പാലക്കാട്. പറയൂ. ഹലോ സർ. സർ, ഇപ്പൊ പറഞ്ഞ സ്റ്റാർട്ടപ്പുകളുടെ ഒരു കുറവുകളാണ് തീർച്ചയായിട്ടും കോളേജിൽ പഠിക്കുന്നതെല്ലാം തന്നെ. ഇപ്പൊ നമ്മൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് എഫക്റ്റീവ് ആയിരിക്കുമല്ലോ അല്ലെ ഇത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകൾ? തീർച്ചയായിട്ടും ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ നമ്മുടെ സിലബസും നമ്മുടെ ടീച്ചിങ് പ്രോസസ്സും നമ്മുടെ ഇവാലുവേഷൻ പ്രോസസ്സും എല്ലാം കംപ്ലീറ്റ്ലി ഔട്ട്കം ബേസ്ഡ് ആയിരിക്കണം. ഇഫ് യു ആർ ഗിവിംഗ് എ കോഴ്സ്, ഒരു പർട്ടിക്കുലർ കോഴ്സ് നിങ്ങൾ പഠിപ്പിക്കുകയാണെങ്കിൽ ആ കോഴ്സിന്റെ സിലബസ് തന്നെ ഔട്ട്കം ബേസ്ഡ് ആയിരിക്കണം. കുട്ടി അറിയണം, when I complete the course, I get the required skill. അധ്യാപകരുടെ ചുമതലയാണ് ഡ്യൂറിംഗ് കോഴ്സ് ഓഫ് ടീച്ചിങ് അധ്യാപകർ ടെസ്റ്റിഫൈ ചെയ്യണം, ഈ കാൻഡിഡേറ്റ് ഈ കുട്ടിക്ക് സ്കില്ല് കിട്ടുന്നുണ്ടോ. സ്കില്ല് കിട്ടുന്നില്ലെങ്കിൽ റെമഡിയൽ മെഷേഴ്സ് അധ്യാപകൻ എടുത്തിരിക്കണം. അല്ല വെറുതെ നമ്മളൊരു സിലബസ് ഔട്ട്കം ബേസ്ഡ് സിലബസ് ഉണ്ടാക്കിക്കൊണ്ട് മാത്രം പോരാ. വി ഹാവ് ടു ടെസ്റ്റിഫൈ ദാറ്റ് ദ സ്റ്റുഡൻസ് ഗെറ്റ് ദ റിക്വയർഡ് സ്കിൽ. അപ്പൊ ഗ്രാജുവേറ്റ് ആട്രിബ്യൂട്ട്സും ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനും ഒക്കെ അധ്യാപകരുടെ നിരന്തരമായ നല്ല ഇന്റർവെൻഷൻ വേണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ. വെറുതെ ഒരു സിലബസ് ഉണ്ടാക്കിക്കൊണ്ട് ഔട്ട്കം ബേസ്ഡ് ആയിക്കഴിഞ്ഞാൽ ഗുണമില്ല. അധ്യാപകൻ തന്നെ തീരുമാനിക്കണം ഈ സ്കില്ല് കിട്ടുന്നുണ്ടോ. യെസ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വരും. ഇപ്പൊ നമ്മുടെ എഞ്ചിനീയേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. എഞ്ചിനീയേഴ്സ് ഒന്നും നമ്മുടെ ഗ്രാജുവേറ്റ്സ് ആണ്, അവർ ദേ ആർ നോട്ട് റിയൽ എഞ്ചിനീയേഴ്സ് എന്നാണ് പല കമ്പനികളും പറയുന്നത്. നിസാൻ wanted to recruit some people from our engineering colleges. They could not recruit anyone. അപ്പൊ അവര് പറയുന്നത് അവരൊന്നും എംപ്ലോയബിൾ അല്ല എന്നാ പറയുന്നത്. അപ്പൊ അവർക്കൊക്കെ നല്ല സ്കില്ല് കൊടുക്കുക, ഇന്റേൺഷിപ്പിന് വിടുക. അവരൊക്കെ കോളേജിന്റെ പടി ഇറങ്ങി കഴിയുമ്പോഴത്തേനും ആ ഒരു റിക്വയർഡ് സ്കിൽസ് അവർക്കെല്ലാം വേണം. ഓക്കെ സാർ. അപ്പൊ ഇതാണ് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ട് കണ്ടെത്താൻ കഴിയുന്നത് OBE തന്നെയാണല്ലോ അല്ലെ സാർ? ഇപ്പോഴത്തെ നിലവിലുള്ള ഈ സാഹചര്യം മാറ്റുന്നതിന് വേണ്ടി ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ തന്നെയാണല്ലോ അല്ലെ? should be outcome based. Yes. അതുകൊണ്ട് ഞാൻ ഒരു സ്ലൈഡ് ഔട്ട്കം ബേസിലേക്ക് ഇടാൻ കാര്യം എന്തുകൊണ്ടാണ്, നമ്മുടെ സയൻസ് എഡ്യൂക്കേഷൻ സ്ട്രോങ്, സയൻസോ ഹ്യൂമൻ വാട്ട് എവർ ബി എഡ്യൂക്കേഷൻ സ്ട്രോങ് ആക്കണമെങ്കിൽ കംപ്ലീറ്റ്ലി ഔട്ട്കം ബേസ്ഡ്. ഓക്കെ സാർ. അപ്പൊ കുറച്ചുകൂടെ അത് എഫക്റ്റീവ് എനിക്ക് തോന്നുന്നു റെസിഡൻഷ്യൽ സിസ്റ്റത്തിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അതല്ലേ? തീർച്ചയായിട്ടും. ഫാക്കൽറ്റീസും സ്റ്റുഡൻസും ഒക്കെ ക്യാമ്പസിൽ തന്നെ താമസിക്കുകയാണെങ്കിലുണ്ടല്ലോ, you can have evening lectures. ഇതുപോലെയുള്ള സായാഹ്നങ്ങളൊക്കെ നമുക്ക്, ഞാൻ IIT മദ്രാസിൽ ഒരു ദിവസം പോയിരുന്നു, IIT കാൺപൂർ. അപ്പം 2002 പോയത്. അന്ന് വൈകുന്നേരം കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് നോബൽ പ്രൈസ് കിട്ടിയ വർക്ക് ഒരു പ്രൊഫസർ പ്രസന്റ് ചെയ്യാം. The whole chemistry department was full of people. The discussion was at 7 o'clock. The faculty students ഒക്കെ ക്യാമ്പസിൽ തന്നെയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ വരും. If you look at IISc and IIT and all, the campus never sleep. ഞാൻ ഈ ഖരഗ്പൂരിൽ പോയപ്പോൾ നമ്മള് ഒരു 2 മണി വരെയൊക്കെ പ്രിൻസസ് സ്കോളേഴ്സ് എപ്പോഴും ലാബിലുണ്ട്. the IIT campuses, IISc campuses, they never sleep. എപ്പോഴും കുട്ടികളുണ്ട്.
അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ക്യാമ്പസിലൊക്കെ അധ്യാപകർ താമസിക്കുകയും പിള്ളേരും ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ the campus actually become very, very active, very, very productive. പക്ഷെ ആ ഒരു റിപ്പോർട്ട് വളരെ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മീൻസ് ബിടെക് കഴിഞ്ഞവരും MBA ചെയ്തവരും ഒരുപാട് പേര് ജോലിയില്ലാതെ അറൌണ്ട് 80+% ജോലിയില്ലാന്ന റിപ്പോർട്ട് ഇടയ്ക്ക് കണ്ടിരുന്നു. അപ്പൊ അതിന്റെ അറൌണ്ട് 95 ഐ തിങ്ക് MBA, പിന്നെ 89 80 മറ്റോ ആണ് ബിടെക് ചെയ്തത്. അങ്ങനെ വലിയൊരു പേടിപ്പിക്കുന്ന ഒരു ന്യൂസ് ഇടയ്ക്ക് കണ്ടിരുന്നത്. യെസ്, കറക്റ്റ്. ഇപ്പൊ നമ്മുടെ ബിടെക് പ്രോഗ്രാമിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഞാനൊരു ഫുൾ ബ്രൈറ്റ് ഫെലോ ആയിട്ട് അമേരിക്കയിൽ പോയി ജസ്റ്റ് ഫോർ 2 weeks. സോ വി വെന്റ് ടു ഡ്രക്സൽ യൂണിവേഴ്സിറ്റി. ഡ്രക്സലിൽ പോയി. ഡ്രക്സൽ ഈസ് ഇൻ ഫിലഡൽഫിയ. ഡ്രക്സൽ യൂണിവേഴ്സിറ്റിയുടെ BS എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ആർ ഓൾ 5 years. സാധാരണ US എല്ലാ പ്രോഗ്രാം 4 years ആണ്. ഡ്രക്സൽ മേക്സ് ഇറ്റ് 5. ഒരു വർഷം പിള്ളേർക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കുക. അപ്പൊ ഡ്രക്സലിലെ പിള്ളേർക്കെല്ലാം 100% പ്ലേസ്മെന്റ് ആണ്. ഡ്രക്സൽ ഭയങ്കര ഇടിയ ബാച്ചിലേഴ്സ് പ്രോഗ്രാം പോകാൻ 100% പ്ലേസ്മെന്റ്. അപ്പൊ നമ്മള് ബിടെക്കാർക്ക് കുറച്ചുകൂടി ജോലി നല്ലപോലെ ആക്കണമെങ്കിൽ അവർക്കൊക്കെ ഇന്റേൺഷിപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കണം. ബോർഡ് ഓഫ് സ്റ്റഡീസിലൊക്കെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള എക്സ്പേർട്സിനെ വെക്കണം. സിലബസ് ഒക്കെ അവരിലൊക്കെ സർക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി ഔട്ട്കം ബേസ്ഡ്, ഇൻ ട്യൂൺ വിത്ത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡ്. ഇൻഡസ്ട്രി ഇപ്പം പറയുകയാണ് ദേ ആർ ഇൻട്രസ്റ്റഡ് ഇൻ ന്യൂ കോഴ്സ്. നമ്മളത് ഫോർമുലേറ്റ് ചെയ്യണം. ന്യൂ പ്രോഗ്രാം ഷുഡ് ബി ഫോർമുലേറ്റഡ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി എന്നുള്ള ആൾക്കാരെയൊക്കെ അർജന്റ് ഫാക്കൽറ്റി മെമ്പേഴ്സിനെ അർജന്റ് ആയിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവരണം. ഞാൻ ഓർക്കുക, when I did my BTech at Kusat University, Kusat invited a tire engineer from a company, Premier Tires. അന്ന് ഇപ്പൊ പ്രീമിയർ ടയർ ഇല്ല. അദ്ദേഹം വന്ന ക്ലാസ് എടുത്ത ടയർ എഞ്ചിനീയറിംഗ്. അതെപ്പോഴും എന്റെ മനസ്സിൽ തറഞ്ഞു നിൽക്കുക. I never forget his class because rich experience ആണ്. അതുപോലെ തന്നെ when I was an IIT student at Indian Institute of Technology, അഡേസീവ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് എടുത്തത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്ന ഇന്ത്യക്കാരനാണ്, സീബ ഗായി മാൻ. ഷീ ടോക്ട് അബൌട്ട് അഡേസീവ്. ഫാന്റാസ്റ്റിക് ക്ലാസ്. കാരണം അദ്ദേഹം അഡേസീവ് ഫീൽഡിൽ സീബ ഗായിയുടെ കൂടെ 10-30 വർഷം വർക്ക് ചെയ്തതാണ്. ഐ നെവർ ഫൊർഗെറ്റ് അബൌട്ട് ഹിസ് ക്ലാസ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിനെയൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലേക്ക് പിടിക്കണം. അവരെ കൊണ്ടും കുറെ ക്ലാസ് ഘടിപ്പിക്കണം. ഇപ്പം നമുക്ക് ഇതൊക്കെ ഓൺലൈനിൽ നടത്താൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ ഡ്രമാറ്റിക് ചേഞ്ചസ്. പ്ലേസ്മെന്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് കിട്ടും. സാർ, അശ്വിനിയുടെ ഒരു ചോദ്യമുണ്ട്. യെസ്, ചാറ്റ് ബോക്സിൽ ഇട്ടിരിക്കുന്നതാണ്. സർ, വാട്ട് ആൾ പോസിബിലിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് ആർ there for humanities students? They are considered as graduates. Once they complete the course, they are not skilled individuals who can contribute so much as a human resource compared to science students. I strongly feel എൻ്റെ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സയൻസും ഹ്യൂമാനിറ്റീസും ലാംഗ്വേജസും എല്ലാം വി നീഡ് ഫോർ മാൻകൈൻഡ്. എന്നോട് പിള്ളേർ ചോദിക്കും, സാറേ ഏത് സബ്ജക്റ്റ് നല്ലത്? ഞാൻ പറഞ്ഞു, whatever be your subject, if you want to become a historian, you should be a very strong historian. If you are taking economics, I mean, don't be a mediocre. You have to be a strong economic student. Any subject, my request to all my students, you have to excel in that area. മീഡിയോക്രസിറ്റിക്ക് നമുക്ക് വലിയ വാല്യൂ ഇല്ല. എല്ലാ സബ്ജക്റ്റും സൊസൈറ്റിക്ക് വേണം. പക്ഷെ മീഡിയോക്കർ ആകരുത്. ട്രൈ ടു എക്സൽ, ട്രൈ ടു ബി ഗുഡ്, whatever be the subject. സോഷ്യൽ സയൻസും പൊളിറ്റിക്കൽ സയൻസും ഇതെല്ലാം നമുക്ക് വേണം. If you are specializing in political science, you have to be a good political scientist. അശ്വിനി ഉണ്ടെങ്കിൽ ചോദിക്കാം. But there are so much limitations here. We can. Yeah. അശ്വിനി ഓഡിബിൾ അല്ല. റിപ്പീറ്റ് ചെയ്യൂ. അശ്വിനി ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. Sir, we are ബ്രേക്ക് ചെയ്ത് പോകാണല്ലോ സാർ. ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? സാവധാനം കേട്ടോ. അശ്വിനി അല്ല സാർ, അശ്വിനി ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ? ബ്രേക്ക് ആവുന്നു. യെസ് ടൈപ്പ് ചെയ്തിട്ടൊന്ന്. യെസ് പ്ലീസ് ടൈപ്പ് ചെയ്തു. നമസ്കാരം സാർ. നമസ്കാരം.
എന്റെ പേര് തസ്ലീമ. ഞാൻ സ്റ്റെംസ് മൊറാഴ കോളേജ് കണ്ണൂരിലാണ്. ഞാൻ പറയാൻ ഉള്ളത് വെച്ചാല് നമ്മള് ഒരുപാട് പേര് +2 പാസ്സാവുന്നുണ്ട്. പക്ഷെ അവരെല്ലാരും ഈ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിൽ കാരണം അവർക്ക് അതിൻ്റെതായ ഒരു ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളവർ, അതായത് ഡൗൺ ആയിട്ടുള്ളവർ, അതുപോലെ തന്നെ ഈ ഡിഗ്രി കോഴ്സ്, അതുപോലെ എന്താ പറയാ, നമ്മൾ +2 കഴിഞ്ഞിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിൽ എന്തെടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്കോളർഷിപ്സ് ആയി അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അതൊക്കെ ബെറ്റർ ആയിട്ടുള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. My answer is നമുക്ക് കുട്ടികൾക്കൊക്കെ ഈ +2 കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല കരിയർ ഗൈഡൻസ് വേണം. അത് സ്കൂളൊക്കെ എംപവേർഡ് ആയിരിക്കണം. +2 കഴിഞ്ഞാൽ എന്തെല്ലാം പോസിബിലിറ്റീസിന് പോകാമെന്നുള്ള ഒരു നല്ലൊരു കരിയർ ഗൈഡൻസ് സ്കൂൾ ഷുഡ് ബി എംപവേർഡ് ടു ഡു ദാറ്റ്. അവർക്കതെല്ലാം അറിഞ്ഞിരിക്കണം. നല്ല ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട്. +2 കഴിഞ്ഞാൽ ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട്. യു ക്യാൻ ഗോ ഫോർ എ പോളിടെക്നിക്, യു ക്യാൻ become a good technician going to polytechnic, you can go for engineering, you can go for medicine, you can go for science subjects. There are a large number of avenues. Pinne, you see the question of accessibility. Yes, പറഞ്ഞോ. ഒരുപാട് മേഖലകളുണ്ട്, നമുക്കറിയാം. ഒരുപാട് മേഖലകളുണ്ട്. ഏത് സയൻസ് ആയാലും ഏത് ഫീൽഡിലായാലും ഏത് മേഖലയിലായാലും ഒരുപാട് എന്താ പറയാ അവസരങ്ങളുണ്ട്. പക്ഷെ ഒരുപാട് കുട്ടികൾ, എനിക്കറിയുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അതായത് ഫിനാൻഷ്യലി ഡൗൺ ആയത് കാരണം നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കും, ഭയങ്കര കാലിബർ ഉള്ളവരായിരിക്കും, പക്ഷെ ഫിനാൻഷ്യലി ഡൗൺ ആയത് ഫാമിലി അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കാരണം പഠിക്കാതെ എവിടെ എത്താതെ എന്തൊക്കെയോ എന്താ പറയാ നാടൻ പണിയൊക്കെ എടുത്ത് ജീവിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്താ പറയാ എൻകറേജ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് എന്താ പറയാ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതായത് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ അവർക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത്. Yes, that's a very interesting question. നമ്മളെ പുതിയ ബജറ്റ് CM ഞങ്ങളുടെ അവിടെ ക്യാമ്പസിൽ വന്നപ്പം അദ്ദേഹം പറയുമായിരുന്നു, അങ്ങനെയുള്ള കുട്ടികളെ സ്പോട്ട് ചെയ്തിട്ട് ബ്രില്യൻ സ്റ്റുഡൻസ് ബട്ട് എക്കണോമിക്കലി പൂവർ അവർക്ക് 1 lakh ഫെലോഷിപ്പ് കൊടുക്കുക. CM has introduced so many innovative programs. 1 lakh fellowship for their 1 ലക്ഷം രൂപ ഫെലോഷിപ്പ് കൊടുക്കാൻ പോവുക ഗവൺമെന്റ് ഓഫ് കേരള. അങ്ങനെ മാസീവ് ആയിട്ടുള്ള സ്റ്റുഡൻറ് സപ്പോർട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക. ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളെ +2 കഴിഞ്ഞിട്ട് അവർക്ക് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി ഫോർ ഹയർ സ്റ്റഡീസ്, government is introducing the 1 lakh rupee support. അപ്പൊ അങ്ങനെയുള്ള ധാരാളം ഇൻസെന്റീവ് സ്കീംസ് ഗവൺമെന്റ് ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുക. പിന്നെ നമുക്ക് ലോൺ എടുക്കാം. I remember, when I'll tell you a story. When I did after my engineering, I had to take a bank loan. I took a bank loan and then I repaid the money when I got the job. അപ്പൊ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഗവൺമെന്റ് ഓഫ് കേരള is actually coming with a very good fellowship program. Brilliant, economically poor students, ഫിനാൻഷ്യലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അങ്ങനെ ഒരു നല്ലൊരു ഫെലോഷിപ്പ് പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബജറ്റിൽ. അശ്വിനിയുടെ ബാക്കി ചോദ്യം ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സർ, വി ആർ ഹാവിംഗ് മച്ച് ലിമിറ്റേഷൻസ് ഹിയർ. നോ ഗ്രേറ്റ് എക്കണോമിക്സ് ഓർ നോ ഗ്രേറ്റ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആർ ക്രിയേറ്റഡ് ഹിയർ. What are those limitations or that inhibiting factor we have here in Kerala? Why aren't we able to break those? ഇത് സുനിൽ ആൻസർ ചെയ്യുന്നു അതോ ഞാൻ വേണോ? സുനിൽ സാർ ഉണ്ടോ? പ്രൊഫസർ സുനിൽ ഉണ്ട്. സാറ് പറഞ്ഞോളൂ. അല്ല, ഓക്കെ, സാറ് പറയൂ. എന്റെ ഒരു അഭിപ്രായത്തില് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, whatever be the subject, economics ആയാലും സയൻസ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും ലാംഗ്വേജസ് ആയാലും, if you can work very hard, there are a lot of scope. ഏത് സബ്ജക്റ്റ് ആയാലും my request to the students is work extremely hard. നല്ലവണ്ണം വർക്ക് ചെയ്യുക. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ I am sure your life, you will get excellent position. There is no doubt in that. Hard work namak yadoru substitute illa. And of course, government, brilliant students get always fellowship. Alalam fellowship programs undu, university offer cheyyunnundu, state government offer cheyyunnundu. Ivarkellam fellowships undu. Look at our fees that we charge at the universities. Our university fees are very low. Very low fees we charge. A chemistry student of Mahatma Gandhi University
when he or she finishes the course, probably paying 5,000 rupees, the whole MSc program, not more than that. So highly subsidized. Highly subsidized are the fee structure in government sector, but not in the private sector. 50% of students, they need not pay any fees. The government of Kerala is coming out with a massive fellowship program for brilliant students. Campus recruitment is strong. Campus recruitment industry to cooperate. ഒരു കോഴ്സ് കഴിയുമ്പം എല്ലാ കോളേജുകളും ഇൻഡസ്ട്രി ഒക്കെ ക്യാമ്പസിലേക്ക് വിളിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കൾച്ചർ വരികയാണെങ്കിൽ ഐ എം ഷുവർ യു ഓൾ വിൽ ഗെറ്റ് ഗുഡ് പ്ലേസ്മെന്റ്സ്. That's my suggestion. But you all have to work extremely hard. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുക. Good afternoon, sir. എന്നെ പ്രദീപൻ പെരിയാട്ടാണ്. സാർ ഇപ്പം അക്കാഡമിക് ലെവലിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലേക്ക് വന്നു. അപ്പോ എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പം നമ്മളൊക്കെ ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ കുറേയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഒന്നാമത് ഫണ്ട് നമുക്ക് എളുപ്പത്തിൽ പ്രോജക്റ്റ് പ്രപ്പോസലിൽ സാങ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഫണ്ട് വന്നു കഴിഞ്ഞാൽ കുറേയേറെ അഡ്മിനിസ്ട്രേറ്റീവ്, അതായത് ബ്യൂറോക്രസീൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. അത് സോൾവ് ചെയ്യാൻ സാറ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതൊന്ന്. രണ്ടാമത്തത്, ഈ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷനും യൂണിവേഴ്സിറ്റിയിലുണ്ട്, അതേസമയം യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസലോ അല്ലെങ്കിൽ അതൊരു സെപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ എളുപ്പം ആവോ, കൂടുതൽ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവോ? ഇപ്പം നമ്മൾക്ക് SC UC ഒക്കെ കിട്ടാൻ വളരെയേറെ സമയം എടുക്കുന്നു. അപ്പോഴേക്കും സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റിന്റെ സമയം കഴിഞ്ഞിരിക്കും, ആ പ്രസന്റേഷന്റെ സമയം കഴിഞ്ഞിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് സാർ ഒന്ന് കമന്റ് ചെയ്യോ? തീർച്ചയായിട്ടും ഒരു നല്ല ചോദ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനും ഫേസ് ചെയ്ത ആളാണ്. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഒരു അധ്യാപകന് ഒരു പ്രപ്പോസൽ കൊടുത്താൽ we made it a rule that that proposal will be forward in the same day. ഇപ്പൊ ഞാൻ ഏതൊരു അധ്യാപകൻ ഒരു പ്രപ്പോസലുമായിട്ട് രജിസ്ട്രാറിന്റെ ഓഫീസിൽ വന്നാൽ we made a rule that that proposal should be forward in the same day. There is no delay now. ഇനി ഏതെങ്കിലും ഏജൻസിയുടെ ഫണ്ട് വരികയാണെങ്കിൽ we made it a rule that the fund should be immediately transferred to the supervising teacher. ആരാണോ പ്രപ്പോസൽ കൊടുത്തു, ആർക്കാണോ ഫണ്ട് വന്നത്, ഫണ്ട് വന്നു കഴിഞ്ഞാൽ ഡിലേ ഇല്ലാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ടീച്ചറിന് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ UCIC എല്ലാം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, UCIC ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഇതെല്ലാം വാട്ട് വി ഹാവ് ഡൺ ഈസ് വി ഹാവ് ഓതറൈസ്ഡ് സ്റ്റാൻഡേർഡ് ഓഡിറ്റേഴ്സ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി 8 ഓഡിറ്റർമാരെ അക്സെപ്റ്റ് ചെയ്തിരിക്കുക. ഈ ഓഡിറ്റർ എടുത്ത് PIക്ക് പോകാം, get it audited from the external auditor and our registrar will forward the same day. വളരെ ഫാസ്റ്റ് ട്രാക്ക് പോസ്റ്റിലേക്കാണ് MG നീങ്ങുന്നത്. ഒരു അധ്യാപകനും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല MGയിൽ. വി മേഡ് ഇറ്റ് എ റൂൾ ലൈക്ക് ദാറ്റ്. യെസ് എന്റെ തന്നെ സഹപ്രവർത്തകനാണ് ചോദ്യം ചോദിച്ച ഡോക്ടർ പ്രദീപൻ പെരിയാട്ട്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, കണ്ണൂർ സർവകലാശാല ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ല് ഈ വിഷയം ചർച്ച ചെയ്യുകയും ബഹുമാനപ്പെട്ട സാബു തോമസ് സാറിന്റെ സർവകലാശാല അനുവർത്തിക്കുന്ന അതേ നയം തന്നെ ഇവിടെയും തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് സിൻഡിക്കേറ്റിന്റെ പൂർണ്ണ പിന്തുണയോടെ അത് പാസ്സാക്കുകയും ചെയ്തിട്ടുണ്ട്. വകുപ്പ് അധ്യക്ഷൻ ശുപാർശ ചെയ്ത ഏത് പ്രോജക്ട് പ്രപ്പോസലും ഒരു ഫയൽ പുട്ടപ്പ് ചെയ്യുകയോ മറ്റും ചെയ്യാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് രജിസ്ട്രാർ എൻഡോഴ്സ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനപ്രകാരം 10ഓളം പ്രപ്പോസലുകൾ ഇപ്പോൾ സർവകലാശാലയിൽ നിന്ന് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ MG യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചറും യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് നമ്മൾ എംപാനൽ ചെയ്ത എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിനെ, ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കണ്ടെത്തിയിട്ടുണ്ട്. അവര് ഓഡിറ്റ് ചെയ്ത SCUCയും മറ്റും സ്റ്റാറ്റ്യൂട്ടറി ഫൈനാൻസ് ഓഫീസേഴ്സ് എൻഡോഴ്സ് ചെയ്യാനുള്ള തീരുമാനവും കണ്ണൂർ സർവകലാശാലയിൽ ഈ അടുത്ത കാലത്ത് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡോക്ടർ പ്രദീപൻ പെരിയാട്ടിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്.
സാബു തോമസ് സാർ ഇവിടെ സൂചിപ്പിച്ച മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നടപ്പിലാക്കിയ ആ നല്ല തീരുമാനങ്ങൾ നമ്മൾ ഇവിടെ പകർത്തുകയായിരുന്നു. ദാറ്റ്സ് വെരി ഗുഡ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ഡിലേ എല്ലാം കുറച്ച് കൊണ്ടുവരിക. ഞങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യാൻ പോകുന്നത്, കുട്ടികൾക്ക് ഒരു പ്രോജക്റ്റ് വന്നു, സെക്കൻഡ് ഇയറിലെ ഗ്രാൻഡ് വരാൻ താമസിക്കുക. വി ആർ ഗോയിങ് ടു അഡ്വാൻസ് ഫണ്ടിങ് ഫ്രം ദി യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്ന് ഫണ്ട് അഡ്വാൻസ് ചെയ്ത് കുട്ടികളെ സഹായിക്കാൻ ഒരു മൂവ് തുടങ്ങാം. ഇനി കോളേജിന്റെ കാര്യം പറഞ്ഞു. ഈ പ്രോജക്റ്റുകളൊക്കെ കോളേജിലും യൂണിവേഴ്സിറ്റികളുമായിട്ട് ഈ പ്രോജക്റ്റുകളുടെ പ്രിൻസിപ്പളിനാണ് അതിന്റെ അതോറിറ്റി. പ്രിൻസിപ്പൽ ക്യാൻ റിയലി ഹാൻഡിൽ ഓൾ ദ പ്രോജക്ട്സ്. അതൊന്നും യൂണിവേഴ്സിറ്റിയിലേക്ക് വരേണ്ട കാര്യമേ ഇല്ല. ഓൾ ദ പ്രോജക്ട്സ് സബ്മിറ്റഡ് ടു ദി ഫണ്ടിങ് ഏജൻസി ത്രൂ ദ പ്രിൻസിപ്പൽ. അതിന്റെ ഫണ്ടിങ് വരുന്നത് പ്രിൻസിപ്പളിനാണ്. അപ്പൊ കോളേജിലും അതിൻ്റെതായ യാതൊരു ഡിഫിക്കൽട്ടി ഇല്ല. അത് വളരെ വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, കോളേജും യൂണിവേഴ്സിറ്റി ആയിട്ട്. യൂണിവേഴ്സിറ്റീസ് ആർ ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ആവും. വളരെ ഒരു ഫിനാൻഷ്യൽ, നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓട്ടോണമി ഉണ്ട് ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ. ഞങ്ങൾ ഫിനാൻഷ്യൽ ഓട്ടോണമിയും കൂടെ ഡിപ്പാർട്ട്മെന്റ്സിന് കൊടുക്കുകയാണ് ടു സം എക്സ്റ്റെന്റ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് സോൾവ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമുക്ക് തസ്ലീമ വളരെ ചുരുങ്ങിയ വാക്കിൽ ചോദ്യം. നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ നമുക്ക് എന്താ പറയാ, അതിനെ കുറിച്ചൊന്നും നമ്മള് എന്താ പറയാ നമുക്ക് അറിയാൻ പറ്റുന്നില്ല എന്തൊക്കെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുള്ളൂ. അത് സ്റ്റുഡന്റ് എന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ സ്കോളർഷിപ്പ് ആയാലും അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് ഈ ലോകത്തിന്റെ മുന്നിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കൊന്നും, അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റുഡൻസ് അറിയുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേരും എവിടെ എത്താതെ ഒക്കെ ആയി പോകുന്നത്. അപ്പം അതൊക്കെ ഇത് സ്റ്റുഡൻസിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ അറിയാൻ വേണ്ടിട്ട്. അതൊരു നല്ല ചോദ്യമാണ്. വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാനുണ്ട്. ഞാൻ അനിൽ സൂസൻ, KE സാഹിബ് ട്രെയിനിങ് കോളേജ് ഫസ്റ്റ് ഇയർ BEd സ്റ്റുഡന്റ് ആണ്. നമ്മുടെ ബിരുദാനന്തര കോഴ്സുകൾക്ക് ഈ +2 കഴിഞ്ഞ് പിന്നെ പഠനത്തെ പറ്റി ഞാൻ തസ്ലീമ ചോദിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ബിരുദാനന്തര കോഴ്സുകൾക്ക് ഗവേഷണ മേഖലയിലോ അധ്യാപന മേഖലയിലോ വേണ്ട ആളുകളെ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ട്. ഈ 2 മേഖലകളിലും ആവശ്യമുള്ളതിൽ എത്രയോ മടങ്ങ് ആൾക്കാർ ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ട്. ഇവർക്ക് മറ്റു തൊഴിലുകൾ ചെയ്യാനുള്ള നൈപുണ്യം ലഭിക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ സേവനം രാജ്യ പുരോഗതിക്ക് നിലവിൽ ഉപയോഗിക്കാൻ കഴിയുന്നുമില്ല. ഇതിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടതും അനിവാര്യമല്ലേ? രണ്ടും ഒന്ന് അഡ്രസ് ചെയ്യാം. ഒന്ന്, നല്ലൊരു ചോദ്യമാണ് കുട്ടി ചോദിച്ചത്. സ്റ്റുഡൻസ് പല കാര്യങ്ങളും അറിയാതെ പോകുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല ചെയ്തെന്ന് ചോദിച്ചാൽ, ഏത് ഫെലോഷിപ്പ് സ്കീം വന്നു കഴിഞ്ഞാലും ഞങ്ങളുടെ IQAC ഉണ്ട്, ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ്. ഈ ഫെലോഷിപ്പ് സ്കീംസ് എല്ലാം കോളേജിലും യൂണിവേഴ്സിറ്റിയിലും വൈഡായിട്ട് പബ്ലിസൈസ് ചെയ്യാണ്. എല്ലാ ഫെലോഷിപ്പ് സ്കീംസും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വരും, എബ്രോഡിൽ നിന്നുള്ളത് വരും. ഇങ്ങനെയുള്ള സ്കീംസ് എല്ലാം our IQAC, internal quality assurance of the university, plays a pivotal role informing all the students and academics of the university. അപ്പൊ അങ്ങനെ ഒരു നെറ്റ്വർക്ക് നമുക്ക് വളരെ ആവശ്യം. അത് MG സർവകലാശാല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു, ഈ പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് ജോലി കിട്ടാത്ത കുട്ടികൾക്ക് ധാരാളം ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, അവരുമൊക്കെ ഇപ്പൊ ഞങ്ങളുടെ സർവകലാശാല ചെയ്ത് എന്നാന്ന് ചോദിച്ചാൽ, ഒരേ കോഴ്സ് പഠിക്കുന്ന കുട്ടിക്ക് he or she can do one more course, ഡബിൾ ഡിഗ്രി പ്രോഗ്രാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. MSc പഠിക്കുന്ന ഒരു കുട്ടിക്ക് he or she can do 1 year ഡിപ്ലോമ പ്രോഗ്രാം ഇൻ ദ ക്യാമ്പസ്. അപ്പൊ അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ക്യാമ്പസിൽ. അതുപോലെ തന്നെ ക്യാമ്പസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ്, പഠിക്കുമ്പോൾ തന്നെ ഏൺ ചെയ്യുക. അതായത് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ കുട്ടികൾ പഠിക്കുമ്പോൾ തന്നെ വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള നൂതന സംരംഭങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ജോബ് ഫെയർ നടത്തുക, പ്ലേസ്മെന്റ് സെൽ നടത്തുക, കമ്പനികളെയൊക്കെ ക്യാമ്പസിലേക്ക് വിളിച്ചിട്ട് ഓരോ കോഴ്സ് കഴിയുമ്പോഴും വളരെ ഇഫക്റ്റീവായിട്ട് പ്ലേസ്മെന്റ് നടത്തുക. അതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെന്റിന്റെ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഞാൻ ഓർക്കുക, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ PhD തീസിസ് കഴിഞ്ഞ ഉടനെ they made a recruitment immediately. IITs ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കമ്പനികളെല്ലാം ക്യാമ്പസിലേക്ക് വിളിക്കും.
അപ്പൊ തീർച്ചയായിട്ടും എല്ലാ കോളേജിനും യൂണിവേഴ്സിറ്റികൾക്കും നല്ല പ്ലേസ്മെന്റ് ഓഫീസർ വേണം. ഫാക്കൽറ്റി മെമ്പർ ക്യാൻ ടേക്ക് ചാർജ് ഓഫ് ദാറ്റ്. അപ്പൊ അദ്ദേഹം ശരിക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളെയൊക്കെ ഒരുമാതിരി എല്ലാം നല്ലവണ്ണം പ്ലേസ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് മൈ ആൻസർ. Thank you. നമുക്ക് Sir, my name is Rasmeena. I'm from Government Arts and Science College, Uduma. Sir, this is my question. കേൾക്കാൻ പറ്റുന്നുണ്ടോ സർ? കേൾക്കാം. സർ, ഇപ്പൊ നമ്മുടെ UG കോഴ്സസ് ആയാലും PG കോഴ്സസ് ആയാലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ലിമിറ്റഡ് ആണല്ലോ സർ. എന്തുകൊണ്ട് നമ്മുടെ UG കോഴ്സിലും PG കോഴ്സിനും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാ? നമ്മൾ ധാരാളം, നല്ല ക്വസ്റ്റനാണ് ചോദിച്ചത്. ധാരാളം അഡ്വാൻസ്മെന്റ്സ് ഞാനൊരു കമ്മിറ്റി, നിങ്ങളുടെ സാബു സാറിന് അറിയാം, നമ്മുടെ ഒരു കമ്മിറ്റി ഇതിനെപ്പറ്റി നല്ലവണ്ണം സ്റ്റഡി ചെയ്തു. ധാരാളം പുതിയ പ്രോഗ്രാംസ് നമ്മൾ ധാരാളം കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം. ഗവൺമെന്റിന് നമ്മൾ റെക്കമെൻഡ് ചെയ്തു. ഞങ്ങൾ കൊടുത്ത കോഴ്സിൽ 80% വരെ ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തു, എക്സെപ്റ്റ് ദ 4 years ബാച്ചിലേഴ്സ് പ്രോഗ്രാം. ഞങ്ങൾ കൊടുത്ത പ്രോഗ്രാമിൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാത്ത 4 years ബാച്ചിലേഴ്സ് പ്രോഗ്രാംസ് അല്ലാത്തതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം, ഡാറ്റാ സയൻസ് പ്രോഗ്രാം, AI, റോബോട്ടിക്സ്, അതുപോലെ നാനോ സയൻസ്, ഇങ്ങനെയുള്ള പുതിയ മേഖലകളിലൊക്കെ, ആന്ത്രപ്പോളജി, സോഷ്യൽ സയൻസിലൊക്കെ ധാരാളം പ്രോഗ്രാംസ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തു. ബിക്കോസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള കോഴ്സസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഓൾസോ വി ഹാവ് റെക്കമെൻഡഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പബ്ലിക് പോളിസി, ഇങ്ങനെയുള്ള ധാരാളം സോഷ്യൽ സയൻസിലെ കോഴ്സുകൾ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തു ഗവൺമെന്റിന്. അത് ഗവൺമെന്റ് ഒരു 75-80% ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ബാക്കിയുള്ളതും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള നമ്മുടെ കോളേജുകളിലൊക്കെ പുതിയ കോഴ്സ് വരുമെന്ന് പ്രതീക്ഷിക്കാല്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ കോളേജിലൊക്കെ ഇനി പുതിയ പുതിയ കോഴ്സുകൾ വരും. ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ പറഞ്ഞാല് ഞാൻ പഠിക്കുന്ന കോളേജ് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉദുമയാണ്. അപ്പോ നമ്മുടെ ഇപ്പൊ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 5 years അത്ര ഇപ്പൊ ആയിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് ഒരു ചെറിയ ബിൽഡിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ കോളേജിൽ പറഞ്ഞാൽ കോഴ്സസ് പറഞ്ഞ ലിമിറ്റഡ് ആണ്. ലൈക്ക് BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി, BCom, പിന്നെ ഇപ്പൊ ഒരു പുതിയ PG ഒരു കോഴ്സ് വന്നിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇങ്ങനെ ചെറിയ ചെറിയ കോളേജസിലെല്ലാം അവിടെ നല്ല ഡെവലപ്മെന്റ് ഉണ്ടെന്ന് ഗവൺമെന്റിന് ഉറപ്പുവരുത്താൻ പറ്റില്ലേ? തീർച്ചയായിട്ടും കോളേജുകളെയൊക്കെ നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്യുക, ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുക, നല്ല സൗകര്യങ്ങൾ കൊടുക്കുക, നല്ല ക്ലാസ് റൂംസ്, അതുപോലെ തന്നെ നല്ല ലബോറട്ടറീസ്, ഇതെല്ലാം വരും. ഇതെല്ലാം ഗവൺമെന്റിന്റെ പോളിസി പെടുന്നതാണ്. ഞാൻ പറയുകയാണ്, 1987 ഞാൻ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ഇന്റർവ്യൂവിന് വരും IIT. അന്നത്തെ വൈസ് ചാൻസലർ എന്നോട് പറയുകയാണ്, ഡോക്ടർ തോമസ്, വി ഹാവ് നത്തിങ് ടു ഓഫർ യു, വി കനോട്ട് ഈവൻ ഗിവ് യു എ റൂം ടു സിറ്റ്. ഞാനൊരു 2-3 ആഴ്ച ഇരുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് റൂമിലായിരുന്നു. വി ഹാവ് നോ സ്പേസ് ടു സിറ്റ്. 87 സംഭവം. ഇപ്പൊ നമ്മൾ നോക്കുക, MGU became 713 in the world ranking. ഇന്ത്യയിൽ നമ്മൾ 30ാം സ്ഥാനം കിട്ടി. 1000 സർവകലാശാല ഇന്ത്യയിലുണ്ട്, MGUയുടെ പ്ലേസ് എന്ന് പറയുന്നത് 30. അപ്പം ഇതുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ വരുന്നത് നോക്കുക. ഇഫ് ദർ ഈസ് എ വിൽ, ദർ ഈസ് എ വേ. അപ്പൊ തീർച്ചയായിട്ടും കോളേജിലെ അധ്യാപകരും പ്രിൻസിപ്പളും കുട്ടികളും ഒക്കെ ഒന്നിച്ച്, അനധ്യാപകരും പേരൻസും ഒക്കെ നിരൂപിക്കുകയാണെങ്കിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അവർ ഗവൺമെന്റ് ഈസ് ആക്ച്വലി ഗിവിംഗ് ഗുഡ് സപ്പോർട്ട്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ, എനിക്ക് റൂം പോലും ഇല്ലായിരുന്നു മോളെ ഇരിക്കാനായിട്ട്. For several months we sat in the head of the department's room. I did not, ഞാൻ അതുകൊണ്ടൊന്നും പിരിഞ്ഞു മാറിയില്ല. I struggled a lot in my life. But eventually we could come up. നാനോ സയൻസിലും പോളിമർ സയൻസിലും ഒക്കെ വലിയ വലിയ ചലനങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റി യൂണിവേഴ്സിറ്റിയിൽ. വേൾഡ് റാങ്കിങ് നമ്മൾ വന്നു. അപ്പൊ തീർച്ചയായിട്ടും if you all work very hard, നമുക്ക് ലൈഫിൽ എക്സൽ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടിൽ കൂടുതൽ വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ വന്നപ്പോൾ അന്നത്തെ വൈസ് ചാൻസലറിനോട് ചോദിച്ചു, പ്രൊഫസർ അനന്തമൂർത്തി, ഒരു ചോദ്യമാണ്, ഡോക്ടർ തോമസ്, ക്യാൻ യു വർക്ക് ഇൻ വാക്യൂം? അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ തോമസ്, വി ഹാവ് നത്തിങ് ടു ഓഫർ യു, വി കനോട്ട് ഓഫർ യു എ ചെയർ ആൻഡ് ടേബിൾ ടു ഗിവ് യു ഇമ്മീഡിയറ്റ്ലി. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു ബുദ്ധിമുട്ടിൽ കൂടി വളർന്നു വന്നതാണ് നമ്മൾ. സോ ഐ എം ഷുവർ, if you all work hard, പ്രിൻസിപ്പളും അധ്യാപകരും അനധ്യാപകരും കുട്ടികളൊക്കെ കൂടെ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോളേജിന്റെയൊക്കെ സ്ഥിതി മാറ്റാൻ പറ്റും. ഗവൺമെന്റ് ഈസ് ഗിവിംഗ് ലോട്ട്സ് ഓഫ് സപ്പോർട്ട് ഫോർ us. സർ, അത് മാത്രല്ല സർ, ഇപ്പൊ പ്രൈവറ്റ് കോളേജില്
ഇപ്പോ അവർ ഒരുപാട് നമുക്ക് ഓഫേഴ്സ് തരുന്നുണ്ട്. ലൈക്ക് ക്യാമ്പസ് ഇന്റർവ്യൂ പോലെയുള്ള സംഭവങ്ങളൊക്കെ തരുന്നുണ്ടല്ലോ, ഓഫർ ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് കോളേജിൽ ഈ ക്യാമ്പസ് ഇന്റർവ്യൂ എല്ലാം പോസിബിൾ ആയിക്കോടാ? അത് സ്റ്റുഡൻസിന് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കില്ലേ? വളരെ നല്ല പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ക്യാമ്പസ് സെലക്ഷൻ, ഞാൻ BC ആയ പിന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വളരെ സ്ട്രോങ് ആക്കുക. എല്ലാ ഡിപ്പാർട്ട്മെന്റ് തലവന്മാരെയും വിളിച്ച് പറയുകയാണ്, കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ കമ്പനികളെയൊക്കെ വിളിക്കണം, ഓർഗനൈസേഷനെ ക്യാമ്പസിലേക്ക് വിളിക്കണം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡയറക്ഷൻ നമുക്ക് എല്ലാ കോളേജിനും കൊടുക്കാം. അവിടുത്തെ നമ്മള് ഒരു ഗവൺമെന്റിന്റെ ഒരു കാഴ്ചപ്പാട് അവിടെ നിന്ന് മാറുകയാണല്ലോ സർ ശരിക്കും പറഞ്ഞെങ്കിൽ. ലൈക്ക് നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവുമല്ലോ, ഡെവലപ്ഡ് ആവുമല്ലോ. തീർച്ചയായിട്ടും പ്ലേസ്മെന്റ് വളരെ സ്ട്രോങ് ആയിരിക്കണം. ഞാൻ കുട്ടി പറഞ്ഞത് ഫുൾ ആയിട്ട് എഗ്രി ചെയ്യാം. കാരണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ PhD കഴിഞ്ഞപ്പോൾ എനിക്ക് 4 ജോലിയാണ് കിട്ടിയത് ബിക്കോസ് ഓഫ് പ്ലേസ്മെന്റ്. അപ്പൊ അതുപോലെ ഒരു സ്ട്രക്ചർ നമ്മുടെ കോളേജിലും ചെയ്യണം. ലോട്ട് ഓഫ് കമ്പനീസ് ഇൻ ദ കൺട്രി. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ കുട്ടികളായ നിങ്ങളും, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളുടെ ഉദാഹരണം, ഞാൻ ബിടെക് കഴിഞ്ഞ ഉടനെ ഫ്രം കുസാറ്റിൽ നിന്ന് ബിടെക് കഴിഞ്ഞ ഉടനെ അന്ന് നമുക്ക് ഇന്റർനെറ്റ് ഒന്നുമില്ല. I sent almost 100 letters to different organizations in the country. I was the first fellow to be placed in Bata India Limited. Bata എന്ന് പറഞ്ഞ ഷൂ കമ്പനി, എനിക്ക് ആദ്യം ജോലി കിട്ടി. കുസാറ്റ് ശ്രമിച്ചതല്ല, എന്റെ പ്രയത്നം കൊണ്ട് കിട്ടിയതാണ്. ഞാൻ 100 ലെറ്റർ അയച്ചു, എന്റെ CV 100 കമ്പനികൾക്ക് അയച്ചു. 1 company selected me. അത് നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. ജോലി കഴിഞ്ഞ് ചുമ്മാ ഇരിക്കരുത്. Try your best. If you work hard, you will definitely get it. Then the personal experience ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ മാത്രം ട്രൈ ചെയ്ത പോലെ സർ, ഗവൺമെന്റ് നമുക്ക് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇപ്പോഴും പറയുന്നത് ചെയ്യണം എന്നാണ് പറയുന്നത് സർ. അത് എപ്പോഴൊക്കെ നമ്മളെ എപ്പോഴും എന്താ പറയുന്നത്, ചെയ്യണം എന്നല്ലേ പറയുന്നത്. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഡെവലപ്പിംഗ് കൺട്രിയാണ് സർ. ആക്ച്വലി നമ്മൾ ഡെവലപ്ഡ് ആയിട്ടില്ല. മറ്റു ഫോറിൻ കൺട്രീസ് നോക്കുകയാണെങ്കിൽ അതൊക്കെ ഡെവലപ്ഡ് ആയിരിക്കുകയാണ്. നമ്മൾ ഈ ചെയ്യണം എന്ന് പറയുന്നല്ലാതെ അതിനായിട്ടുള്ള ഒരു മെഷർമെന്റ് എടുക്കുന്നില്ല ശരിക്കും പറഞ്ഞെങ്കിൽ. തീർച്ചയായിട്ടും ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയോട് പറയും, എല്ലാ കോളേജിലെയും പ്രിൻസിപ്പൽമാർക്ക് ഡയറക്ഷൻ കൊടുത്തിരിക്കും, നല്ല പ്ലേസ്മെന്റ് സെല്ല് വേണം, വളരെ സ്ട്രോങ് പ്ലേസ്മെന്റ് സെല്ല് വേണമെന്ന് എന്റെ ഭാഗത്ത് റെക്കമെൻഡേഷൻ ഞാൻ I will speak to minister that every college should have very active placement. I will do my best. ഒരുപാട് പേർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും തീർച്ചയായിട്ടും. We will do it. സർ അത് മാത്രമല്ല സർ, നമുക്കിപ്പോ കോളേജുകളിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് ലൈക്ക് ഗ്രേസ് മാർക്ക്. അല്ല, അത് ഇപ്പോ NSS പോലെയുള്ള ഗ്രേസ് മാർക്ക് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ സർ. ആ ഒരു ഗ്രേസ് മാർക്ക് ഇപ്പോ അക്കാദമിക്കിന്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നത്. ഗ്രേസ് മാർക്കിനൊക്കെ എതിരാണ്. ബി വെരി ഫ്രാങ്ക്, ഗ്രേസ് മാർക്ക് കൊടുക്കണം. പക്ഷേ എനിക്കൊരു ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടേ ഇല്ല എന്റെ ലൈഫിൽ. ഞാൻ പറയുന്നത് ഓഫ് കോഴ്സ് ഗ്രേസ് മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നല്ലവണ്ണം വർക്ക് ചെയ്യുക, എക്സൽ ചെയ്യുക. ഗ്രേസ് മാർക്കിലൊന്നും ഞാൻ പറഞ്ഞ പിള്ളേർ പോകരുത്. ഓഫ് കോഴ്സ് NSSനും NCCക്കും നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് തീർച്ചയായിട്ടും ഗവൺമെന്റ് വേണം എന്തായെങ്കിലും. അത് അവർക്ക് ഇതായിരിക്കും. ഐ അഗ്രി ദാറ്റ്. പക്ഷേ സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ പോകുന്ന കുട്ടികൾ ധാരാളം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാതെ അവർക്ക് റിസർവേഷൻ വേണം, അവർക്ക് റെക്കമെൻഡേഷൻ വേണം. ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ ഞാൻ പറയുന്നത് ഗ്രേസ് മാർക്ക് ഒക്കെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഗ്രേസ് മാർക്കും ഇങ്ങനെയുള്ള സ്പോർട്സിലും അതുപോലെ തന്നെ NCC, NSS, സ്കൗട്ട് ഇതിലൊക്കെ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് കുട്ടികൾ അതിൽ നിന്നുകൊണ്ട് തന്നെ അപ്പൊ ഗ്രേസ് മാർക്ക് കിട്ടിക്കൊള്ള, പക്ഷെ നല്ലവണ്ണം വർക്ക് ചെയ്യണം. നല്ലവണ്ണം വർക്ക് ചെയ്ത് എക്സൽ ചെയ്യാൻ നോക്കുക. ഞാൻ ചൈനയിൽ പോകാറുണ്ട് കൂടെ. ചൈനയിലെ സ്പോർട്സിലുണ്ട്, അവിടെ ഗ്രേസ് മാർക്ക് ഇല്ല. ദേ ആർ വെരി ഗുഡ്. അവിടെ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നില്ല. അവർ പറഞ്ഞ ക്വാളിറ്റി, ബെയ്ജിംഗ് യൂണിവേഴ്സിറ്റി ഗ്രേസ് മാർക്ക് കൊടുക്കുന്നില്ല പിള്ളേർക്ക്. China is top, in sports. Grace mark illa. The students have to work extremely hard. നമ്മുടെ ഗവൺമെന്റ് ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് ഗ്രേസ് മാർക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. വർക്ക് വെരി ഹാർഡ്. അതെന്തുകൊണ്ട് അക്കാദമിക്കിലെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഈവൻ ഇപ്പൊ ഗ്രേസ് മാർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ല, അതിന് വേറൊരു കാറ്റഗറിയിൽ വെയിറ്റേജ് ആയിട്ട് കൊടുക്കുന്നത് ഇറ്റ്സ് ഓക്കെ. ഇപ്പോ കുറെ കുട്ടികളുണ്ട്, അവർക്കിപ്പോ അക്കാദമിക്കിൽ അവർ ഭയങ്കര ബ്രില്യന്റ് ആയിരിക്കും. ബട്ട് ഈ ഒരു റിസൾട്ട് വരുന്ന സമയത്ത് മറ്റുള്ളവർ കുറച്ചും കൂടി ടോപ്പ് ചെയ്യുന്നുണ്ട് ഒരു ഗ്രേസ് മാർക്കിലൂടെ. അവിടെ അക്കാദമിക്കലി ബ്രില്യന്റ് സ്റ്റുഡൻസ് അവിടെ കുറച്ചും കൂടി വെയിറ്റേജ് അവരുടെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ചോദിച്ചാല് you see, look at our position in sports. നമ്മൾ സ്പോർട്സിലേക്കൊക്കെ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ സ്പോർട്സിൽ നമ്മള് വേൾഡ് റാങ്കിങ്ങിൽ ഒന്നുമല്ല. So government really wants good students to be attracted towards sports. അതൊരു ഇൻസെന്റീവ് നമ്മൾ കൊടുക്കുക.
അതൊക്കെ ഇൻസെന്റീവ് ഒരു പരിധിവരെ കൊടുത്തിരിക്കണം. ബിക്കോസ് വി ആർ നോ വെയർ ഇൻ സ്പോർട്സ്. നമ്മൾ വേൾഡ് റാങ്കിൽ നോക്കി നമ്മൾ വളരെ പുറയിലാണ്. സോ വി ഹാവ് ടു ഗീവ് സം ഇൻസെന്റീവ്സ് ഫോർ സ്റ്റുഡൻസ് ഹു ആർ സ്പെൻഡിങ് ദർ ടൈം ഫോർ സ്പോർട്സ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് കൊടുക്കുന്നത്. എന്തുകൊണ്ട് ആ ഒരു റിപ്പോർട്ടിൽ വരുന്ന സമയത്ത് എന്തുകൊണ്ട് അതൊരു വേറെ തന്നെ ഒരു ഇതായിട്ട് കാണിക്കാൻ പാടില്ല? അത് we will definitely do that. ഇത് കിട്ടുമല്ലോ അവർക്ക്. മീൻസ് അവര് I am making a note of your suggestion. Definitely I will look into it. Thank you sir, thank you so much. Thank you. Yes. സർ, നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ റിലീജിയസ് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ് നടക്കുന്നില്ലേ? You see reservation and കാര്യങ്ങളും ഒക്കെ റിസർവേഷൻ അല്ല സാർ, റിസർവേഷൻ അല്ല ഞാൻ പറയുന്നത്. റിസർവേഷൻ അത് കിട്ടണം. കാരണം അവര് വർഷങ്ങളായിട്ട് അനുഭവിച്ച ഒരു ഇതിനുള്ള ഒരു ഇതാണ് അവർക്ക് എന്താ പറയാ, നമ്മള് അവർക്ക് കറേജസ് കൊടുക്കുന്നത്. അതല്ല റിസർവേഷൻ കൊടുക്കുന്നത് ഞാൻ എതിരല്ല, അതല്ല പറയുന്നത്. നമ്മളൊരു കുട്ടീനെ ഒരു സ്കൂളിൽ ചേർക്കാൻ പോയാല്, അല്ലെങ്കിൽ നമ്മളെ SSLC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളെ കാസ്റ്റ് അതിൽ മുസ്ലിം, ഇസ്ലാം അല്ലെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ, തീയ അങ്ങനെ അതില് സ്പെസിഫൈ ചെയ്യുന്നില്ല. അതെന്തിനാന്നുള്ളതാണ് അതെനിക്ക് എന്താ മനസ്സിലാവാത്തൊരു കാര്യം. നമ്മള് മനുഷ്യൻ എന്നുള്ള വികാരമല്ലേ വേണ്ടത്, അല്ലാതെ നമ്മളെ റിലീജിയസ് കാസ്റ്റ് ആയിട്ടുള്ള വികാരം അത് അതിനെന്ത് ബെനിഫിറ്റാ ഉള്ളത്? To be very frank, we all have to come out of this. We are all human beings. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത മാൻ തന്നെയാണ്. All these have been created by man. Yes. I really appreciate your good idea. We all have to come out of all this ഇങ്ങനെയുള്ള religious ഇങ്ങനെയുള്ള thinking എല്ലാം നമ്മൾ പുറത്തു വരണം. I really appreciate your suggestion, but it will take a long time. Yeah, definitely I appreciate your good suggestion. ഒരുപാട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ കോളേജസ്, ഐ തിങ്ക് മൗലാന ആസാദ്, അവിടെയൊക്കെ കാസ്റ്റ് അങ്ങനെയുള്ള ഇതുണ്ടെങ്കിലും അവിടെ അവരുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ഉണ്ട് ഹ്യൂമൻ ബീങ് എന്നുള്ളൊരു കോളം കൂടി അവർക്ക് ഉണ്ട്. അപ്പൊ അതേപോലെ നമുക്കും ചൂസ് ചെയ്തുകൂടെ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? വൈ നോട്ട്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു നല്ല സജഷൻ ആണ്. I will definitely implement this. Very good suggestion. I congratulate you. Thank you sir. അതുപോലെ തന്നെ താങ്ക് യു സർ. സർ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു. I think സംസാരം ബ്രേക്ക് ചെയ്ത് പോയി. Yes. സർ, ഞാൻ അൺഎയ്ഡഡ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പൊ സ്കോളർഷിപ്സ് അവിടുന്ന് ഞാൻ ഈ ഗ്രാന്റിനുള്ള ഒരു സ്കോളർഷിപ്പിന് കൊടുത്തപ്പോ അവിടുന്ന് പറഞ്ഞു, ഓഫീസിൽ അത് കൊടുത്തപ്പോ പറഞ്ഞു ഇത് ഈ ഗ്രാന്റ് ഓൺലൈനിൽ ചെയ്യാൻ പറ്റി, പക്ഷെ അവിടെ ഓഫീസിൽ പോയി കൊടുത്താൽ പറഞ്ഞു നിങ്ങൾക്ക് ഇത് കിട്ടൂല, OBC-യിലെ മുസ്ലിം കുട്ടികൾക്ക് ഇത് കിട്ടൂല, ഇത് കിട്ടുന്നത് SC ആ ബേസിലുള്ള കുട്ടികൾക്കാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എന്താണ് ഏതാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അൺഎയ്ഡഡ് കോളേജുകൾക്ക് അതാണ് ഞാൻ പറഞ്ഞത്, അവയർനെസ് ഇല്ലാതെ കൊണ്ടാണ് ഒരുപാട് നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല സ്റ്റുഡൻസിന്. അതെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള അൺഎയ്ഡഡ് കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം തീർച്ചയായിട്ടും. ആ കുട്ടി പറഞ്ഞത് ഞാനത് പൂർണ്ണമായിട്ട് തീർച്ചയായിട്ടും. മറ്റാർക്കെങ്കിലും കൂടി ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഒരു അവസരം കൊടുക്കുക. പിന്നെ നമ്മള് രാവേറുന്നു വീണ്ടും 9:55. നേരം വൈകിയെന്നറിയാം, എങ്കിലും ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. വയനാട് ക്യാമ്പസിലെ റൂറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് പഠിക്കുന്നത്. സാർ, എന്റെ ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെ ഈ ഒരു ട്രൈബൽ ആൻഡ് റൂറൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു മേഖല, ഈ ഒരു വിദ്യാഭ്യാസ രംഗം, അതിൽ നമ്മൾ കുറഞ്ഞ കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മാത്രമേ അത്തരത്തിലൊരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇനിയുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ നോക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഗവൺമെന്റൽ പ്രോഗ്രാമുകളൊക്കെ കുറിച്ച് നോക്കുന്ന സമയത്തും നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ നമ്മൾ ഈ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സെയിം ടൈമിൽ തന്നെ നമുക്ക് അതിനെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളുടെ കുട്ടികൾ പലപ്പോഴും PhD ലെവലിലേക്കൊക്കെ ഉയർന്നു പോകുന്നത് വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇതിൽ വ്യതിചലിച്ചു പോവുകയാണ് പതിവ്. എന്തുകൊണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള റൂറൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ട്രൈബൽ ഏരിയയിലുള്ള ഡെവലപ്മെന്റ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ നേരിട്ട് ഞങ്ങളെ ബന്ധപ്പെടുത്തണം എന്നുള്ള രീതിയിലല്ല ഞാൻ ചോദിക്കുന്നത്. അതിന്റെ എന്തെങ്കിലും ഒരു പോർഷനിലെങ്കിലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടോ സർ? അതിനെ കുറിച്ചിട്ട് സാറിന്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ധാരാളം എക്സ്പോഷർ കൊടുക്കണം. അത് തീർച്ചയായിട്ടും ഈ ഒരു സജഷൻ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ CM-ഉമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുള്ള, ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ കഴിഞ്ഞ മീറ്റിങ്ങിന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ PSC-യിലൊക്കെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഇല്ല. PSC ഒക്കെ ആപ്ലിക്കേഷൻ സ്വീകരിക്കും, എന്നിട്ട്
ടെസ്റ്റ് നടത്തി ആളുകളെ എടുക്കും. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, വൈ കാൻ PSC ഡു ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്? ക്യാമ്പസിൽ പോയി അപ്പം CM പറഞ്ഞു, ദിസ് എ നോവൽ സജഷൻ, ഡെഫിനറ്റ്ലി വി വിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്കൂളുകൾ, ട്രൈബൽ സ്റ്റഡീസും അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മുൻഗണന കൊടുത്തിരിക്കണം, ട്രെയിനിങ് കൊടുത്തിരിക്കണം, എക്സ്പോഷർ കൊടുത്തിരിക്കണം. ഇതൊരു നല്ല സജഷനാണ്, ഞാൻ നോട്ട് ചെയ്യണത്. തീർച്ചയായിട്ടും ഒരൊറ്റ ചോദ്യം കൂടി, അത് സുനിൽ സാറിനോടായിരുന്നു ചോദിക്കാനുള്ളത്. സർ, നമ്മളുടെ നിലവില് നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൊളോണിയലിസത്തിന്റെ അന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ബാക്കി പത്രം തന്നെയായിട്ടാണോ സാർ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ അതിൽ വന്നതായിട്ട് സാറിന്റെ അഭിപ്രായത്തിൽ സാറിന് തോന്നിയിട്ടുണ്ടോ? ശ്രീകുട്ടൻ, സുനിൽ സാറ് അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം ഓൺലൈൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്തൂടെ? ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ബഹുമാന്യനായ സാബു തോമസ് സാറിൻ്റെയും പിന്നെ സുനിൽ സാറിൻ്റെയും ഒക്കെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അവരവരുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇമെയിലായിട്ട് അവർക്ക് അത് അയച്ചു നൽകാവുന്നതാണ് പാർട്ടിസിപ്പൻസിന്. ഞാനിവിടെ കണ്ടത് ഇത്രയും പാർട്ടിസിപ്പൻസ് സജീവമായി ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഈ 10 മണി വരെ ഇവിടെ ഉണ്ടാവുക, കേരളത്തിലെ പ്രതിഭാധനരായ 2 പ്രൊഫസർമാർ നിങ്ങളുടെ സംശയങ്ങൾക്ക് നിർദ്ദേശങ്ങൾക്കും കാതോർത്തുകൊണ്ട് ഈ 10 മണി വരെ ഇവിടെ ഇരിക്കുക, അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഇനിയും മികച്ച രീതിയിൽ നേട്ടങ്ങൾ കൈവരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണത്. ചടങ്ങിൽ നന്ദി പ്രകാശനത്തിനായി ഞങ്ങളുടെ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗം ശ്രീ പ്രമോദ് വെള്ളച്ചാൽ സാറിനെ ക്ഷണിക്കുകയാണ്. ഹലോ സാബു സാറെ, കേൾക്കാമോ? കേൾക്കാം. ഈ നവകേരളം യുവകേരളം എന്ന പരിപാടിയുടെ 2ാമത്തെ ദിവസം തീർച്ചയായിട്ടും വളരെ വൈബ്രന്റ് ആയ ഒരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഒരുപക്ഷെ അവതരിപ്പിക്കപ്പെട്ട വിഷയത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് അത് തെന്നിമാറി പോയി അതൊരു വലിയ ജനകീയ ചർച്ചയിലേക്ക് വന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. 2ാമത്തെ ഒരു കാര്യം സാബു സാറ് പറഞ്ഞതിന് എനിക്കും തോന്നിയിട്ടുള്ളത്, ചില യൂണിവേഴ്സിറ്റികളിൽ സംഭവിക്കുന്നത് പോലെ പാതിരാത്രി വരെ ഇരുന്നുകൊണ്ട് ജീവിതത്തെ കുറിച്ചിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചുമുള്ള വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻസ് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത് ഒരുപക്ഷെ കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംവിധാനം കൂടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രോ വൈസ് ചാൻസലർ സാബു സാർ കൂടെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് ഇതുപോലെയുള്ള സീരീസ് ഓഫ് ടോക്സ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഓൺലൈൻ സൗകര്യം കൂടി ഉള്ളത് കൊണ്ട് സർവകലാശാലയുടെ ഈ ഒരു ജനകീയത ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചർച്ചകൾ അത് കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടെ നമുക്ക് നടത്താം എന്നുകൂടെ സാറിനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഇവിടെ. ഏതായാലും സാബു തോമസ് സാർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ശാസ്ത്രവും ഹയർ എഡ്യൂക്കേഷനും എന്നുള്ള വിഷയം, അതുപോലെ തന്നെ സുനിൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള സുനിൽ മാഷ് അവതരിപ്പിച്ചിട്ടുള്ള വിഷയം, ഈ 2 വിഷയങ്ങളും വളരെ പ്രഗത്ഭമായിട്ടുള്ള ഒരു അവതരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശാസ്ത്രത്തെ വിദ്യാഭ്യാസവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വേദിക് കാലഘട്ടം മുതൽ ബ്രിട്ടീഷ് റൂളിന്റെ കാലഘട്ടത്തിൽ അത് തുടർച്ചയായി പിന്നീട് സ്വാതന്ത്ര്യ അനന്തര കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സമകാലിക ഒരവസ്ഥയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രാഫ് എവിടത്തേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യം അദ്ദേഹത്തിന്റെ പല സ്ലൈഡുകളിലൂടെയും നമ്മുടെ ചോദിക്കുകയുണ്ടായി.
നമ്മളെ പൊസിഷൻ എന്താണ്, വാട്ട് ഈസ് അവർ പൊസിഷൻ എന്നുള്ളത്. മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ വലിയ കോലാഹലങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചിത്രം അദ്ദേഹം പറഞ്ഞു. 1% താഴെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, റിസർച്ചുകളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പബ്ലിക്കേഷൻ സംബന്ധിച്ച്, GER എൻറോൾമെന്റ് റേഷ്യോ സംബന്ധിച്ച് 26% മാത്രമാണ് എന്നുള്ള ഒരു കണക്ക്, ഡിസിപ്ലിനറി ട്രൈബലിസം എന്ന് പറയുന്നത് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനം ഇന്റർ ഡിസിപ്ലിനറി, ട്രാൻസ്ഡിസിപ്ലിനറി, അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി പോലെയുള്ള സങ്കല്പനങ്ങളിലേക്ക് പോവുകയും ഒടുവിൽ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കൊണ്ട് അതിന്റെ ഫലപ്രാപ്തി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിന്റെ തുടർച്ചയായി വന്നിട്ടുള്ള സുനിൽ സാറിന്റെ ക്ലാസ് സത്യത്തിൽ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് വെച്ച് അവിടെ വെച്ച് നമ്മൾ തുടങ്ങുമ്പോൾ എന്താണ് നമ്മുടെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ, ഏത് ഔട്ട്കമ്മിലേക്കാണ് എത്തേണ്ടത്, അതൊരു വാല്യൂ ലോഡഡ് ഇൻഫർമേഷൻ ആണോ, അല്ലെങ്കിൽ റീലോഡ് ചെയ്യേണ്ട ഇൻഫർമേഷൻ ആണോ, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒന്നിലേക്ക് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ട ഒന്നാണോ എന്നുള്ള വലിയ ചർച്ചകളിലേക്ക് രണ്ടാമത്തെ ഭാഗം പോയി എന്നുള്ളതാണ് അതിന്റെ ഒരു വലിയ കാര്യം. അതുകൊണ്ട് യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒരു വ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് വളരെ പൗരസ്ത്യമായ ഒരുപാട് ചിന്തകൾ അവതരിപ്പിച്ചുകൊണ്ട് അറിവ് എന്ന് പറയുന്ന സങ്കല്പനത്തെ അദ്ദേഹം വളരെ കൃത്യമായി, എനിക്ക് വളരെ വളരെ സുന്ദരമായി തോന്നിയ ഒരു അനാലിസിസ് ആണ് സുനിൽ മാഷ് നടത്തിയിട്ടുള്ളത്. നമ്മൾ ആരും ഒരുപക്ഷെ ആ രീതിയിൽ വ്യാഖ്യാനാത്മകമായ ജ്ഞാനത്തെയും അതിന്റെ ചരിത്രശൂന്യമായ സ്ഥലികളിൽ നിന്നല്ല, ചരിത്രത്തിന്റെ സംഘർഷഭരിതമായ ഭൂമിയിൽ നിന്നാണ് അറിവുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ള ഒരു കൺസെപ്ച്വൽ ഫ്രെയിമിനെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരം വളരെ ഡീപ്പായ ഒന്നാണ്. ഒരുപക്ഷെ ആ മേഖലയിൽ വെച്ചുകൊണ്ട് നമുക്ക് അധികം ചർച്ചകൾ വന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഹേബർമാസിനെയും മാർക്സിനെയും ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് ക്രിട്ടീക്കിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ ഒരുപാട് അറിവുകൾ അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ ചരിത്രത്തിലെ, ശാസ്ത്രത്തിലെ എല്ലാ വിപ്ലവങ്ങളും ഉണ്ടാവുന്ന ഒരു പാരഡൈം ഷിഫ്റ്റിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. എങ്ങനെയാണ് പ്രൊബ്ലമറ്റൈസ് ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിന്ന് പുതിയ വിജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ള ഒരു കാര്യങ്ങൾ. അതുകൊണ്ട് വളരെ ക്വാണ്ടിറ്റേറ്റീവായിട്ട് വരുന്ന അറിവുകൾ എന്ന് പറയുന്നത് ഉപയോഗശൂന്യമായ ഒന്നാണ് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണം എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നി. അതുകൊണ്ട് ചരിത്രത്തിലെ അധികാര ബന്ധങ്ങളെ കുറിച്ചിട്ടും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങൾ, അതുപോലെ കമ്പാരിസൺ സംബന്ധിച്ച് കാളിദാസിനെ ഷേക്സ്പിയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള കൊളോണിയലിസത്തിന്റെ ഒരു എന്താ പറയുക സ്വാധീനം, സത്യത്തില് എനിക്ക് അദ്ദേഹത്തിന്റെ അവതരണങ്ങൾ മൊത്തം വായിച്ചു നോക്കുമ്പോൾ ഒരു മാർക്സിന്റെയും ഹെബർമാസിന്റെയും ഒരു ഓറിയന്റലിസ്റ്റ് ചിന്താഗതി, ഒരു പക്ഷെ അഡ്വേർഡ്സ് ഏതിന്റെയും ഒക്കെ ചിന്തകളൊക്കെ വെച്ചുകൊണ്ടും ഒക്കെയുള്ള ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഓണ്ടോളജിക്കൽ ആയിട്ടുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ സാമൂഹിക മാനം വരുന്ന തരത്തിലേക്ക് അറിവിനെ സമീപിക്കാം എന്നൊക്കെയുള്ള, അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇത് സാഹിത്യത്തിന്റെയും മാനവികത, ഭാഷയുടെയും ശാസ്ത്രത്തിന്റെയും മേഖലയിൽ മാത്രമല്ല, ഇന്ന് നമ്മുടെ മുമ്പിലുള്ള മാധ്യമങ്ങളെ സംബന്ധിച്ചും വളരെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വിഷയം ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് എല്ലാ നോളജും എംബഡഡ് നോളജാണ് എന്നുള്ള ഒരു വർത്തമാനവും, അതുകൊണ്ട് എല്ലാ അറിവിലും നിലീനമായ ഒരുപാട് സാധ്യതകളുണ്ട് എന്നും ഒക്കെയുള്ള ഒരു തലത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ച് എന്റെ നന്ദി പ്രകടനത്തിലേക്ക് വരാം. ഫാസിസത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ ആന്റി ഫാസിസ്റ്റ് ആവുന്നില്ലെങ്കിൽ എന്തിനാണ് ഫാസിസത്തെ കുറിച്ച് പഠിക്കുന്നത് എന്ന ചോദ്യം. സോഷ്യലിസത്തെ കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സോഷ്യലിസ്റ്റ് ആവാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് സോഷ്യലിസം എന്നുള്ള പഠനം കൊണ്ട് അവിടെ നടന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യമുണ്ട്. അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ സാമൂഹികത, അതിന്റെ നീതി ഉറപ്പുവരുത്തുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പരമ്പരാഗതമായി നമ്മൾ പറയുന്ന അറിവിന്റെ ഒരു ഡീകൺസ്ട്രക്ഷൻ ആണ്, ഒരു അപനിർമ്മാണമാണ്. തീർച്ചയായിട്ടും വളരെ സൂക്ഷ്മമായ ഒരു അപഗ്രഥനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഈ രണ്ട് ക്ലാസ്സുകളും തീർച്ചയായിട്ടും രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് ചില തലങ്ങളിലൊക്കെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ട് അറിവ് എന്ന് പറയുന്ന ഒരു മഹാ സങ്കല്പനത്തെ അതിന്റെ കേവലാർത്ഥത്തിനപ്പുറത്തേക്ക് പൊളിച്ചെഴുന്ന ഒരു തലത്തിലേക്ക് പോയി എന്നുള്ളത് തീർച്ചയായിട്ടും സർവകലാശാല ഒരു വെബിനാർ നടത്തുമ്പോൾ അതിന്റെ ഗൗരവം എന്തായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് തീർച്ചയായിട്ടും അത് ആ മാനങ്ങളിലേക്ക് അത് കടന്നു വന്നിരിക്കുന്നു. മാത്രമല്ല
ഒരുപാട് ചർച്ചകളിലേക്ക് അത് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് അവതരണങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ ഈ വെബിനാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആദ്യത്തെ ദിവസത്തിനേക്കാൾ ഒരുപാട് ചർച്ചകളിലേക്ക് നമുക്ക് രണ്ടാമത്തെ ദിവസത്തേക്ക് വന്നു. നിഷ്കളങ്കമായ കുട്ടികളുടെ ഒരുപാട് ചർച്ചകൾ. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വലിയ ആളുകളെയൊക്കെ അവിടെ മുമ്പിൽ കിട്ടുമ്പോൾ അവർക്ക് എന്തുമാത്രം ചോദിക്കാനുണ്ട് നിഷ്കളങ്കമായി എന്നുള്ളതാണ്. സത്യത്തിൽ ആ ചോദ്യം ചോദിച്ച ശൈലി പോലും എത്രമാത്രം നിഷ്കളങ്കമായ ചോദ്യങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെ കുട്ടികളാരും മൗനത്തിലിരിക്കുന്നവരല്ല. അവിടെ മനസ്സിലേക്ക് അണകെട്ടി വെച്ച ചോദ്യങ്ങളുണ്ട് ഒരുപാട്. ആ ചോദ്യങ്ങളൊന്ന് അഴിച്ചുവിടാൻ ഒരാൾ കേൾക്കാൻ തയ്യാറാകുമ്പോൾ എത്ര കൗതുകത്തോടു കൂടിയാണ് ആ വിദ്യാർത്ഥികൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഹൃദയത്തിൽ ഒരു വല്ലാത്ത ഒരു എന്താ പറയാ ഒരു വൈകാരികമായ ഒരു ചലനം ഉണ്ടാക്കുന്ന രീതിയിലാണ് ചോദിച്ചത്. ഏതായാലും നമ്മുടെ ഈ ഒരു സെമിനാറിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇന്ന് ഇത് അവസാനിപ്പിക്കാൻ സാധിച്ചു. ഇതിന്റെ ഔപചാരികമായ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പ്രോ വൈസ് ചാൻസലർ സാബു സാറാണ്. സാബു സാറിന് നമ്മുടെ ഈ ഒരു സംഘാടക സമിതിയുടെ പേരിലും യൂണിവേഴ്സിറ്റിയുടെ പേരിലും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഈ നമ്മുടെ ആദ്യത്തെ പ്രസന്റേഷൻ നടത്തിയിട്ടുള്ള സാബു സാർ, നമ്മൾ ഒരുപക്ഷെ വിദ്യാർത്ഥികൾ ആ രീതിയിൽ സാറിനെ കണ്ടിരുന്നു അറിയില്ല. ന്യൂ ജനറേഷൻ കോഴ്സിനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ വന്നു. ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പല രീതിയിലുള്ള ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതായിരുന്നു സാബു സാറിന്റെ റിപ്പോർട്ട് എന്നുള്ളതാണ്. സാബു തോമസ് കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് പലതരത്തിൽ ചികഞ്ഞു പരിശോധിക്കപ്പെടുകയും അപഗ്രഥിക്കപ്പെടുകയും നേരത്തെ സുനിൽ സാർ പറഞ്ഞ പോലെ പല പല ക്രിട്ടിക്കിനും വിധേയമായിട്ടുള്ള ഒരു തലത്തിലേക്ക് വന്നിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ അറിവും ലോകപരിചയവും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള, മാത്രമല്ല ഞാൻ കണ്ടത് അറിവുള്ള മനുഷ്യരുടെ വിനയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇത്രമാത്രം ഔന്നത്യങ്ങളിൽ നിൽക്കുമ്പോഴും എത്രമാത്രം എൻകറേജിങ് ആയിട്ടാണ് അദ്ദേഹം കുട്ടികളുടെ ചോദ്യങ്ങളോട് സമീപിച്ചിട്ടുള്ളത് എന്നുള്ളതും ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അറിവ്, മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും എങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടതെന്നൊരു തെളിവ് കൂടിയായിട്ട് എനിക്ക് തോന്നി. പ്രിയപ്പെട്ട സാബു തോമസ് സാറിന് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ പേരിലും ഈ ഒരു സംഘാടക സമിതിയുടെ ഒക്കെ പേരിലുള്ള നമ്മുടെ എല്ലാ എന്താ പറയാ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കാം. അതുപോലെ കേരളത്തിലെ എന്താ പറയാ പ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യവും ഹൃദയവും ബുദ്ധിയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളോട് എപ്പോഴും സംസാരിക്കുകയും ഒരുപക്ഷെ വ്യവസ്ഥാപിതമായ അറിവ് ഉൽപാദനം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പൊളിച്ച് സംസാരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇങ്ങനെയും നമുക്ക് ചിന്തിക്കാം. പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എത്രമാത്രം വിപുലമായ ഒരു ആംഗിൾ ആണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള അവതരണം ഒരുപക്ഷെ അതിന്റെ മുകളിൽ ഒരുപക്ഷെ നമുക്ക് നടത്താവുന്ന മികച്ച ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സങ്കടം തീർച്ചയായിട്ടും എനിക്കുണ്ട്. കുട്ടികൾ ആ രീതിയിലേക്ക് ആ വിഷയത്തോട് സമീപിച്ചില്ല എന്നുള്ള ഒരു പരിമിതിയും കൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏതായാലും മാഷിന്റെ അത്യുജ്വലമായ ആ ഒരു പ്രഭാഷണം നമ്മൾ വളരെ കൗതുകത്തോടെ കേട്ടു. മാഷിന് കണ്ണൂർ സർവകലാശാലയുടെ നമ്മുടെ എല്ലാവരുടെയും സംഘാടക സമിതിയുടെ ഒക്കെ പേരിലുള്ള നന്ദിയും കടപ്പാടും സാറിനെ അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ സ്വാഗതം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പുതുതായി വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി യൂണിയന്റെ ഊർജ്ജസ്വലനായിട്ടുള്ള ചെയർപേഴ്സൺ ഹസനാണ്. ഹസനും ഈ സംഘാടക സമിതിയുടെ പേരിൽ എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റെല്ലാ അധ്യാപകർ, അനധ്യാപകര്, വിദ്യാർത്ഥികള് കൊച്ചു കൗതുകങ്ങളോടെ ഒരു ചോദ്യങ്ങളുമായി വന്ന, ഒരുപക്ഷെ ഇനിയും ചോദിക്കാത്ത ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വിഴുങ്ങിക്കിടപ്പുണ്ട് എന്ന് അറിയാമെങ്കിലും സാബു സാർ സൂചിപ്പിച്ചതുപോലെ പാതിരാവിലേക്ക് ഇനി അധികം സമയമില്ല എന്നുള്ളതുകൊണ്ട് ഈ ചോദ്യങ്ങളെല്ലാം നമുക്ക് വരും കാലങ്ങളിൽ വീണ്ടും അഡ്രസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ശ്രോതാക്കളായി വന്നിട്ടുള്ള എല്ലാവരെയും, സഹ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, നമ്മുടെ മറ്റ് ഓഫീസേഴ്സ്, നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒന്നുകൂടെ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി, നമസ്കാരം. മുഖ്യ സംഘാടക പ്രിയ വർഗീസ് ടീച്ചർക്ക് കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടും പ്രത്യേക അഭിനന്ദനം. ഞങ്ങളോടൊപ്പം വൈസ് ചാൻസലർ സാബു തോമസ് സാർ ഇതുവരെ ഓഫീസിൽ നിന്ന് പോയിട്ടില്ല. നമ്മോടൊപ്പം സാറും ഓഫീസിൽ തന്നെ ഇരിക്കുകയാണ്. സുനിൽ സാർ അല്പം മുമ്പ് മെസ്സേജ് ഇട്ടിട്ട് പിൻവാങ്ങി. ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു സാർ. നമുക്കിനിയും ഞങ്ങളുടെ ഇത്തരം വേദികൾ കാണാം. സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ചേർന്നുള്ള സംയുക്ത കോഴ്സ്, കേരളത്തിലെ ആദ്യത്തെ ഇന്റർ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാനുള്ള ശ്രമം നടത്താം. വളരെ നന്ദി സാർ. യോഗ നടപടികൾ അവസാനിക്കുകയാണ്.
താങ്ക് യു സോ മച്ച്.